മിറർ. ജസ്റ്റ് കാര്യങ്ങൾ മാത്രം പറഞ്ഞോളൂ കേട്ടോ. മെയിൻ ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊന്നും പറയില്ല. വളരെ കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ കുറെ കാര്യങ്ങൾ പറയില്ല, കുറച്ച് കാര്യങ്ങൾ പറയും. ഹലോ, നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിൽ ടോപ്പ് റാങ്കിംഗ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ സ്കോളർഷിപ്പോട് കൂടി നിങ്ങൾക്ക് MBBS പഠനം പൂർത്തിയാക്കാം. ഇന്ത്യയിലെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള MBBS ഓവർസീസ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി ആയ ബ്രൈറ്റ് നിങ്ങൾക്ക് 15ഓളം കൺട്രീസിൽ 150ലധികം യൂണിവേഴ്സിറ്റീസ് ഓപ്ഷൻസ് ആയിട്ട് നൽകുന്നു. അതിൽ നിന്ന് ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ബ്രൈറ്റിന്റെ MBBS എക്സ്പെർട്ട് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്തു തരും. നിങ്ങളുടെ അഡ്മിഷൻ തൊട്ടിട്ട് നിങ്ങളുടെ പഠന കാലയളവ് പൂർത്തിയാവുന്നത് വരെയുള്ള എല്ലാ സർവീസസും ബ്രൈറ്റ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. എന്റെ റിലേറ്റീവ്സ് വഴിയാണ് ഞാൻ ബ്രൈറ്റിനെ കുറിച്ചിട്ട് അറിയുന്നത്. അവരുടെ MBBS എന്നുള്ള ഒരു ഡ്രീം ഫുൾഫിൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ബ്രൈറ്റ് ആണ്. സോ നൗ ഇറ്റ്സ് യുവർ ടേൺ. സോ ലെറ്റ്സ് അപ്പ്. വൺ ബൈ എഫ്. അതിൽ V എന്ന് പറയുന്നത് മക്കളെ ഇമേജ് ഡിസ്റ്റൻസ് ആണ്. അതായത് ഇമേജിലേക്കുള്ള ദൂരം പോളിൽ നിന്ന്. U എന്ന് പറയുന്നത് ഒബ്ജക്ട് ഡിസ്റ്റൻസ് ആണ്. എല്ലാവർക്കും അറിയാം U എന്ന് പറയുന്നത് ഒബ്ജക്ട് ഡിസ്റ്റൻസ് ആണ്. F എന്ന് പറയുന്നത് ഫോക്കൽ ലെങ്ത് ആണ്. F എന്ന് പറയുന്നത് ഫോക്കൽ ലെങ്ത് ആണ്. ഇതാണ് മിറർ ഫോർമുല. ഇപ്പോൾ നമ്മൾ ഇതൊരു കോൺകേവ് മിറർ ആണ്. ഓക്കെ, ഇതിന്റെ സെൻട്രൽ പോർഷന് പറയുന്ന പേരാണ് പോള്. സെൻട്രൽ പോയിന്റിനെ പറയുന്ന പേരാണ് പോള്. ഇതാണ് അതിന്റെ പ്രിൻസിപ്പൽ ആക്സിസ്. അറിയാമെന്ന് വിചാരിക്കുന്നുണ്ടാ? പ്രിൻസിപ്പൽ ആക്സിസ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇതാണ് അതിന്റെ പ്രിൻസിപ്പൽ ആക്സിസ്. ഇവിടെയാണ് നമ്മുടെ ഒബ്ജക്റ്റ് ഇരിക്കുന്നത് വിചാരിച്ചാൽ മതി. ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ് AB. ഈ ഒബ്ജക്റ്റ് ഇരിക്കുന്ന സ്ഥലത്തേക്കുള്ള ദൂരം അതാണ് ഈ ഒബ്ജക്ട് ഡിസ്റ്റൻസ് U. കേട്ടോ, ഒബ്ജക്റ്റിലേക്കുള്ള ദൂരം ഫ്രം ദ പോളിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ദൂരമാണ് ഒബ്ജക്ട് ഡിസ്റ്റൻസ് U. ഇവിടെയാണ് ഇമേജ് ഫോം ചെയ്യുന്നത് വിചാരിക്കുക. ഇവിടെ A', B' ആണ് നമ്മുടെ ഇമേജ്. ഈ A', B'ലേക്കുള്ള ഈ ദൂരമാണ് ഇമേജ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള V. അപ്പൊ ഇമേജ് ഡിസ്റ്റൻസ് V. അപ്പോൾ ഈ ഒബ്ജക്ട് ഡിസ്റ്റൻസും ഇമേജ് ഡിസ്റ്റൻസും തമ്മിൽ കണക്ട് ചെയ്ത് എഴുതുന്ന ഇക്വേഷൻ ആണ് മിറർ ഫോർമുല. 1/V + 1/U = 1/F. ഓക്കെ, ഇതാണ് മിറർ ഫോർമുല. അപ്പൊ രണ്ട് ഫോർമുലകളാണ് മിററിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞ. ഒന്ന് മിറർ ഫോർമുല, പിന്നെ ഫോക്കൽ ലെങ്ത് റേഡിയസ് ഓഫ് കർവേച്ചർ ബൈ 2 ചെയ്താൽ നമുക്കത് കിട്ടും, ഫോക്കൽ ലെങ്ത് കിട്ടും. ഈ രണ്ട് ഫോർമുലകളാണ് ആദ്യമായിട്ട് മിറർ ഫോർമുലയിൽ പഠിക്കേണ്ടത്. പിന്നെ ഒരെണ്ണുള്ളത് മാഗ്നിഫിക്കേഷൻ ആണ്. നമുക്ക് കേട്ട് പരിചയമുണ്ടാവും മാഗ്നിഫിക്കേഷൻ. മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈറ്റ് ഓഫ് ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് ആണ് മാഗ്നിഫിക്കേഷൻ. ഇമേജിന്റെ ഹൈറ്റ് ബൈ ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് ആണ് മാഗ്നിഫിക്കേഷൻ M. സോ മാഗ്നിഫിക്കേഷൻ M = HI ഹൈറ്റ് ഓഫ് ഇമേജ് ബൈ HO ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ്. ഇതാണ് അതിന്റെ ഇക്വേഷൻ. മകൾ ഇതാണ് എന്ത് വരിക, -V/U. മിററിനെ സംബന്ധിച്ച് അത് -V/U ആണ്. സോ മാഗ്നിഫിക്കേഷൻ = -V/U. അപ്പൊ മാഗ്നിഫിക്കേഷൻ അടക്കം 3 ഫോർമുലകളാണ് മിററിൽ പഠിക്കാനുള്ളത്. സോ ഞാൻ ഒന്നുകൂടി പറയാം. 1/V + 1/U = 1/F മിറർ ഫോർമുല. 2, ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഫോക്കൽ ലെങ്ത് = റേഡിയസ് ഓഫ് കർവേച്ചർ ബൈ 2. 3, മാഗ്നിഫിക്കേഷൻ M = -V/U. ഇങ്ങനെ 3 ഇക്വേഷൻസ് ആണ് മിററിൽ നമുക്ക് നോക്കാറുണ്ട്. ഓക്കെ, ഇനി 2-3 ചെറിയ കുറച്ച് കാര്യം പറഞ്ഞുതരാം. ഇപ്പോ മാഗ്നിഫിക്കേഷൻ 1 വിചാരിക്കുക. മാഗ്നിഫിക്കേഷൻ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം സൈസ് ഓഫ് ഇമേജിന്റെ വലിപ്പവും ഒബ്ജക്റ്റിന്റെ വലിപ്പവും സെയിം ആണ്. സൈസ് ഓഫ് ഇമേജും സൈസ് ഓഫ് ഒബ്ജക്റ്റും ഈക്വൽ ആണ്. അതാണ് മാഗ്നിഫിക്കേഷൻ 1 എന്ന് പറയുമ്പോൾ അർത്ഥം. അപ്പൊ മാഗ്നിഫിക്കേഷൻ 1 എന്ന് പറയുമ്പോൾ ഇതിന്റെ രണ്ടുപേരുടെയും സൈസ് സെയിം ആണ് അർത്ഥം. മാഗ്നിഫിക്കേഷൻ 2 എന്ന് പറയുമ്പോൾ സൈസ് ഓഫ് ഇമേജിന്റെ സൈസ് ഒബ്ജക്റ്റിന്റെ ഡബിൾ ആണ്. ഈസ് ഈക്വൽ ടു 2 ടൈംസ് ഓഫ് സൈസ് ഓഫ് ഒബ്ജക്റ്റ്. അപ്പൊ ഒബ്ജക്റ്റിനേക്കാൾ 2 ഇരട്ടി വലിപ്പുണ്ടാർക്ക് ഇമേജിന്. അതാണ് മാഗ്നിഫിക്കേഷൻ 2. ചില പ്രോബ്ലങ്ങൾ അത് ഇങ്ങനെ ചോദിക്കും. അതായത് സൈസ് ഓഫ് ഇമേജ് ഈസ് 3 ടൈംസ് ദാറ്റ് ഓഫ് ഒബ്ജക്റ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ടത് സൈസ് ഓഫ് ഇമേജ് 3 ടൈംസ് ദാറ്റ് ഓഫ് ഒബ്ജക്റ്റ് എന്നൊക്കെ പറയുമ്പോൾ മാഗ്നിഫിക്കേഷൻ കൊണ്ട് എന്താണ് 3 ആണെന്നാണ് ഓർമ്മിക്കേണ്ടത്. അപ്പോൾ മാഗ്നിഫിക്കേഷൻ 1 ആയി കഴിഞ്ഞാൽ സെയിം സൈസ്, 2 ആയി കഴിഞ്ഞാൽ ഇമേജിന്റെ സൈസ് ഒബ്ജക്റ്റിനേക്കാൾ ഡബിൾ ആണ്, 3 ആയി കഴിഞ്ഞാൽ ഇമേജിന്റെ സൈസ്. ഇപ്പൊ മാഗ്നിഫിക്കേഷൻ 3 എന്ന് പറയുമ്പോൾ സൈസ് ഓഫ് ഇമേജ് ഈസ് ഈക്വൽ ടു 3 ടൈംസ് ഓഫ് സൈസ് ഓഫ് ഒബ്ജക്റ്റ് എന്നർത്ഥം. ഓക്കെ, ഇതാണ് മാഗ്നിഫിക്കേഷന്റെ നമ്പറുകളെ കുറിച്ച് പറയുമ്പോൾ. ഇനിയിപ്പോ ചിലപ്പോ ഹാഫ് ഓഫ് ദ സൈസ് ഒക്കെ പറയൂട്ടാ. അപ്പോ സൈസ് ഓഫ് ഇമേജ് ഹാഫ് ആണെങ്കിൽ മാഗ്നിഫിക്കേഷൻ കൊണ്ട് ഹാഫ് ആണ്, അങ്ങനെ എഴുതാം.
അപ്പൊ മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻ മൈനസ് വി ബൈ യു. ഇരുന്ന് വേണമെങ്കിൽ വേറെ കുറച്ച് ഇക്വേഷൻസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പൊ നോക്കിയേ, 1/v പ്ലസ് 1/u ഈക്വൽ ടു 1/f എന്ന് എഴുതിയിട്ടുണ്ട്. നമ്മൾ എല്ലാ ടേമിനെയും വി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ വിത്ത് വി, എല്ലാ ടേമുകളും എന്ത് ചെയ്യാം, വി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന വിചാരിക്കുക. അപ്പൊ എന്ത് വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും, വി ബൈ വി പ്ലസ് വി ബൈ യു ഈക്വൽ ടു വി ബൈ എഫ് എന്ന് വരും. കണ്ടോ, എല്ലാ ടേമിനെയും നമ്മൾ ഇവിടെയും 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 നമ്മൾ വി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ എല്ലാ ടൈമിനെയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വി ബൈ വി പ്ലസ് വി ബൈ യു ഈക്വൽ ടു വി ബൈ എഫ് വരും. മക്കളെ വി ബൈ വി 1 ആണ്, പ്ലസ് വി ബൈ യു ഈക്വൽ ടു എന്ത് വരും, വി ബൈ എഫ് വരും. ഇതില് ഈ വി ബൈ യുനെ എടുക്കുക, വി ബൈ എഫിനെ എടുക്കുക. അപ്പോ 1 മൈനസ് വി ബൈ എഫ് ഈക്വൽ ടു മൈനസ് വി ബൈ യു എന്ന് വരും. 1 മൈനസ് വി ബൈ എഫ് ഈക്വൽ ടു വി ബൈ യു, അതായത് എഫ് മൈനസ് വി ബൈ എഫ് ഈക്വൽ ടു മൈനസ് വി ബൈ യു. മക്കളെ മൈനസ് വി ബൈ യു ആണ് നമ്മൾ എന്ത് പറഞ്ഞത്, മാഗ്നിഫിക്കേഷൻ പറഞ്ഞത്. സോ മാഗ്നിഫിക്കേഷൻ യൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഇക്വേഷൻ, മാഗ്നിഫിക്കേഷൻ എഫ് ഈക്വൽ ടു മാഗ്നിഫിക്കേഷൻ എം ഈക്വൽ ടു എഫ് മൈനസ് വി ബൈ എഫ് എന്നുള്ള ഇക്വേഷൻ ഉണ്ട്. അല്ലെങ്കിൽ വീണ്ടും മിറർ ഫോമിൽ പറയാം, 1/v പ്ലസ് 1/u ഈക്വൽ ടു 1/f. എല്ലാ ടേമിനെയും യു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, മൾട്ടിപ്ലൈ വിത്ത് യു. എല്ലാ ടേമിനെയും യു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. യു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ യു ബൈ വി പ്ലസ് യു ബൈ യു ഈക്വൽ ടു യു ബൈ എഫ് വരും. മക്കളെ യു ബൈ വിനെ അവിടെ നിർത്തുക, അല്ല അവിടെ പ്ലസ് യു ബൈ യു 1 ആണ്, ഈക്വൽ ടു യു ബൈ എഫ്. ഇതിനപ്പുറത്തേക്ക് കൊണ്ടുപോവുക, ഇതിനെ ഇങ്ങോട്ട് എടുക്കുക. അപ്പോ മൈനസ് യു ബൈ വി ഈക്വൽ ടു 1 മൈനസ് യു ബൈ എഫ് എന്ന് വരും. അതായത് മൈനസ് യു ബൈ വി ഈക്വൽ ടു എഫ് മൈനസ് യു ബൈ എഫ് എന്ന് വരും. തലതിരിക്കുക. സോ മൈനസ് വി ബൈ യു ഈക്വൽ ടു എഫ് ഡിവൈഡ് ബൈ എഫ് മൈനസ് യു. ഈ എഫ് ഡിവൈഡ് ബൈ എഫ് മൈനസ് യു ആണ് മക്കൾ എന്ത്, മാഗ്നിഫിക്കേഷൻ. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഞാൻ ആ കൂടി മിററിൽ പറഞ്ഞിട്ടുള്ളത് ഒരു 3-4-5 ഇക്വേഷൻസ് ആണ് പറയുന്നത്. അപ്പോ ഏതൊക്കെയാണ് ഇക്വേഷൻസ് നോക്കാം ഒന്നുകൂടി കേട്ടോ. അതായത് ഇത് പഠിക്കണ്ട, റേഡിയസ് ഓഫ് കർവേച്ചർ തരികയാണെങ്കിൽ റേഡിയസ് ഓഫ് കർവേച്ചർ ബൈ 2 ചെയ്ത് എന്ത് കിട്ടും, ഫോക്കൽ ലെങ്ത് കിട്ടും. ഫസ്റ്റ് ഇക്വേഷൻ. പിന്നെ മിറർ ഫോർമുല 1/v പ്ലസ് 1/u ഈക്വൽ ടു 1/f, രണ്ടാമത്തെ ഇക്വേഷൻ. ഇത് മിറർ ഫോർമുല കേട്ടോ, 1/v പ്ലസ് 1/u ഈക്വൽ ടു 1/f. അതിൽ വി ഇമേജ് ഡിസ്റ്റൻസ്, യു ഒബ്ജക്ട് ഡിസ്റ്റൻസ്. മൂന്നാമത്തെ മാഗ്നിഫിക്കേഷൻ എം ഈക്വൽ ടു ഹൈറ്റ് ഓഫ് ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ഒബ്ജക്ട് ഈക്വൽ ടു മൈനസ് വി ബൈ യു എന്നാണ് ഇക്വേഷൻ. ഈ മാഗ്നിഫിക്കേഷൻ തന്നെ നമ്മൾ നേരത്തെ എഴുതിയിട്ടുള്ള 2-3 ഇക്വേഷൻസ് ഉണ്ട്. എഫ് ബൈ എഫ് മൈനസ് യു ഉണ്ട്, അതുപോലെ എഫ് മൈനസ് വി ബൈ എഫ് ഉണ്ട്. അങ്ങനെ നമ്മൾ നേരത്തെ എഴുതിയിട്ടുള്ള 2 ഇക്വേഷൻസും മാഗ്നിഫിക്കേഷൻ ഉണ്ട്. സോ ഇത്രയും ഇക്വേഷൻസ് ആണ് മിററിൽ നമ്മൾ ജസ്റ്റ് ഇപ്പം എന്ത് ചെയ്തിട്ടുള്ളൂ, പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ റേഡിയസ് ഓഫ് കർവേച്ചർ തന്നു കഴിഞ്ഞാൽ ബൈ 2 ചെയ്താൽ ഫോക്കൽ ലെങ്ത് കിട്ടും. 1/v പ്ലസ് 1/u ഈക്വൽ ടു 1/f ചെയ്താൽ നമുക്ക് ഏതാണെങ്കിലും കണ്ടുപിടിക്കാം. മാഗ്നിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ മൈനസ് വി ബൈ യു ആണ്, അത് ഹൈറ്റ് ഓഫ് ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് ആണ്. മാഗ്നിഫിക്കേഷൻ മറ്റൊരു ഇക്വേഷൻസ് എഫ് ബൈ എഫ് മൈനസ് യുവും എഫ് മൈനസ് വി ബൈ എഫ് ആണ്. കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ടോ? പറയും. ഡൗട്ട് ഉണ്ടോ? ആ ഓക്കെ, ഇതാണ് ഇക്വേഷൻസ് ഉണ്ടാ പറയാനുള്ളത്. ഇനി ഇതൊക്കെ എല്ലാവർക്കും അറിയാം. ഇനി നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മിററിലേക്ക് പോയി കഴിഞ്ഞാൽ നോക്കിയേ, ഇതാ ഇപ്പൊ ഇവിടെ ഒരു കോൺകേവ് മിറർ ഞാൻ എടുത്തു. ഇത് കോൺകേവ് മിറർ ആണ്. ഓക്കെ, ഇതാണ് അതിന്റെ പ്രിൻസിപ്പൽ ആക്സിസ്. പ്രിൻസിപ്പൽ ആക്സിസ് ആണ്. ഒബ്ജക്റ്റ് ശ്രദ്ധിക്കണം കേട്ടോ. ഒബ്ജക്റ്റ് ഇപ്രാവശ്യം ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഒബ്ജക്റ്റ് ഇതാ ഇങ്ങനെ ലൈ ചെയ്യുന്നു. ഇതാണ് ഒബ്ജക്റ്റ് കേട്ടോ. ഒബ്ജക്റ്റ് ലൈ അലോങ് പ്രിൻസിപ്പൽ ആക്സിസ്. നോക്കൂ, സാധാരണ നമ്മൾ വരച്ചിട്ടുള്ള ഒബ്ജക്റ്റ് ഇത് ഇങ്ങനെ നിൽക്കാറ്, നിങ്ങൾ കണ്ടിട്ടോ അറിയില്ല. നമ്മൾ സാധാരണ വരയ്ക്കുന്ന ഒബ്ജക്റ്റുകളൊക്കെ ഇങ്ങനെയാണ്. ചിലപ്പോ ചില എൻട്രൻസ് പ്രോബ്ലങ്ങളിൽ ഒബ്ജക്റ്റ് ലൈ അലോങ് ദ എന്ന് പറയും, ഒബ്ജക്റ്റ് ലൈ അലോങ് ദ സർഫസ് എന്ന് പറയും. അപ്പോ
ഒബ്ജക്ട് ലൈ അലോങ് ദ സർഫസ്. ഇതാണ് നമ്മുടെ ഒബ്ജക്ട് മക്കളെ. ഒബ്ജക്റ്റിന്റെ പേര് നമുക്ക് എ ബി എന്ന് കൊടുക്കാം. എ ബി. അപ്പൊ ഈ ഹെഡിങ് തന്നെ എന്താണ്? ഒബ്ജക്ട് ലൈ അലോങ് ദ സർഫസ് എന്നാണ് കേട്ടോ. ഒബ്ജക്ട് ലൈ അലോങ് ദ സർഫസ്. സർഫസിലാണ് ആരിയിരിക്കുന്നത്? ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. യെസ്, ഒബ്ജക്റ്റിന്റെ പേര് എ ബി. മക്കളെ അപ്പൊ ഈ ഒബ്ജക്റ്റിന്റെ സൈസ് എന്ന് പറയുന്നത് ഇതല്ലേ? സൈസ് ആലോചിച്ച് നോക്കട്ടാ. ഞാൻ ഈ വരയ്ക്കുന്നതാണ് ഈ ഒബ്ജക്റ്റിന്റെ സൈസ് എന്ന് പറയുന്നത്. ഈ ദൂരം, ഈ എ മുതൽ ബി വരെയുള്ള ഈ ദൂരമാണ് ഒബ്ജക്റ്റിന്റെ സൈസ്. ആക്ച്വലി ഈ ഒബ്ജക്റ്റ് അലോങ് ദ സർഫസ് നിൽക്കുമ്പോൾ ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് അലോങ് ദ പ്രിൻസിപ്പൽ ആക്സ് ആയതുകൊണ്ട് മക്കളെ ഈ ഒബ്ജക്റ്റിന്റെ സൈസിനെ ഞാൻ ഡി യു എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. ഡി യു. അതെന്തുകൊണ്ടാണ് ഡി യു എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒബ്ജക്റ്റിന്റെ സൈസ് ഇതാ എ മുതൽ ബി വരെ, ഇവിടം വരെയാണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നത്, എ മുതൽ ബി വരെ. അപ്പൊ എ മുതൽ ബി വരെയുള്ള ഈ ദൂരത്തില് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസിൽ എന്തുണ്ട് മക്കളെ? മാറ്റം ഉണ്ടോ ഇല്ലയോ? എ എന്ന് പറഞ്ഞ സ്ഥലത്തെ ഒബ്ജക്ട് ഡിസ്റ്റൻസ് ഇതാണ്, ബി എന്ന് പറഞ്ഞ സ്ഥലത്തെ ഒബ്ജക്ട് ഡിസ്റ്റൻസ് ഇതാണ്. ശരിയല്ലേ? ഒബ്ജക്ട് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞുതരാം. ഒബ്ജക്ട് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ആ ഒബ്ജക്റ്റിൽ നിന്ന് എവിടേക്കുള്ള ദൂരം, പ്രിൻസിപ്പൽ ആക്സിസ് പോളിലേക്കുള്ള ദൂരമാണ് ഈ ഒബ്ജക്ട് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്ക്, ശ്രദ്ധിക്കട്ട. ഇതാണ് നമ്മുടെ എന്ത്? കോൺകേവ് മിറർ. ശ്രദ്ധിക്കണം, കോൺകേവ് മിറർ. ഇതാണ് ഇത് ആക്സിസ്, പ്രിൻസിപ്പൽ ആക്സിസ്. നമ്മൾ സാധാരണ വരയ്ക്കുന്ന ഒബ്ജക്റ്റ് ഇങ്ങനെയാണ് നിൽക്കാറ്. നോ പ്രോബ്ലം മക്കളെ. ഈ ഒബ്ജക്ട് ഡിസ്റ്റൻസ് ഏതാ? ഈ ഒബ്ജക്ട് ഡിസ്റ്റൻസ് പറയുമ്പോൾ ഇവിടെ മുതൽ ഇവിടെ വരെ ദൂരം ഒബ്ജക്ട് ഡിസ്റ്റൻസ് ആണോ? അറിയാണ്ട് ഞാൻ ക്ലാസ് എടുക്കാൻ പറ്റില്ല കേട്ടോ. പറയും ഒബ്ജക്ട് ഇതാ ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ദൂരമാണ് ഈ ഒബ്ജക്ട് ഡിസ്റ്റൻസ്. ശരിയാണോ? ആ മക്കളെ ഈ ഒബ്ജക്ട് ഡിസ്റ്റൻസിൽ എത്ര വാല്യൂ ഉണ്ട് ഇപ്പോ? പറ, എത്ര വാല്യൂസ് അവൈലബിൾ ആണ് ഒബ്ജക്ട് ഡിസ്റ്റൻസിൽ? ഇവിടെ എത്ര വാല്യൂ ഉണ്ട്? ഒബ്ജക്ട് ഡിസ്റ്റൻസ് പറയുമ്പോൾ ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ദൂരം എന്ന് പറയുമ്പോൾ ഒറ്റ വാല്യൂ അല്ലേ ഉള്ളൂ. ഈ ഒരൊറ്റ വാല്യൂ ആണ് ഈ ഒബ്ജക്ട് ഡിസ്റ്റൻസിലുള്ളത്. ശരിയല്ലേ? അല്ലേ? ഒബ്ജക്ട് ഡിസ്റ്റൻസിൽ എത്ര വാല്യൂ ഉണ്ടോ മക്കളെ? 1. അത് ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഈ വാല്യൂ ആണ് ഒബ്ജക്ട് ഡിസ്റ്റൻസ്. ഇനി സപ്പോസ് ഒബ്ജക്റ്റ് എങ്ങനെ ലൈ ചെയ്യാന്ന് വിചാരിക്കുക. ഒബ്ജക്റ്റ് ഇപ്പൊ ഈ മറ്റേ ഹെഡിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ ഒബ്ജക്റ്റ് പ്രിൻസിപ്പൽ ആക്ഷനോട് ലൈ ചെയ്യാന്ന് വിചാരിക്കുക. ഇപ്പൊ ഞാൻ വേറെ ഇതിലെടുത്ത് വരയ്ക്കാം. ഒബ്ജക്റ്റ് ഇങ്ങനെ ലൈ ചെയ്യും. അപ്പൊ ഒബ്ജക്റ്റ് ലൈ ചെയ്യുന്നു വിചാരിച്ചോ. ഇവിടെ ഇങ്ങനെ ലൈ ചെയ്യുന്നു കേട്ടോ. ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റിന്റെ ഇത്. അപ്പൊ ഒബ്ജക്റ്റ് ലൈ ചെയ്യുന്നു മക്കളെ. ഒബ്ജക്റ്റ് എന്റെ പേര് എ ബി എന്നാണ്. അപ്പൊ ഒബ്ജക്റ്റ് പ്രിൻസിപ്പൽ ആക്ഷൻ ലൈ ചെയ്യുന്നു. ഇവിടെ എന്താ സംഭവിക്കണേ? ഒബ്ജക്റ്റിൽ ഒരറ്റ എ അല്ലേ? എയിൽ നിന്ന് ഇതാണ് ഒബ്ജക്ട് ഡിസ്റ്റൻസ്. ശരിയാണോ? ഒബ്ജക്റ്റിന്റെ മറ്റേ അറ്റം ബി ആണ്. അപ്പൊ ബിയിൽ നിന്ന് ഒബ്ജക്ട് ഡിസ്റ്റൻസ് വേറെയാണ്. അപ്പൊ ഒബ്ജക്റ്റ് ലൈ അലോങ് ദ പ്രിൻസിപ്പൽ ആക്സ് വരുമ്പോൾ ഒബ്ജക്ട് ഡിസ്റ്റൻസുകളുടെ വാല്യൂല് എന്തുണ്ടാവും? മാറ്റം വരുന്നില്ലേ എന്ന് നിങ്ങൾ നോക്കി നോക്കിയേ. എയിൽ നിന്നുള്ള ഒബ്ജക്ട് ഡിസ്റ്റൻസ് ഇതാണ്, ബി എന്നുള്ള ഒബ്ജക്ട് ഡിസ്റ്റൻസ് ഇതാണ്. അപ്പോ ഇവിടെ ഒരേ ഒബ്ജക്ട് ഡിസ്റ്റൻസ് ആണോ എല്ലാ പോയിന്റിൽ നിന്നും? ചിന്തിക്ക്. ഒബ്ജക്റ്റിൽ നിന്നുള്ള ദൂരം എല്ലാ പോയിന്റിൽ നിന്നും സെയിം ആണോ? ആണോ? അല്ല മക്കളെ. ഇത് ഇപ്പൊ ഞാൻ ഈ വരയ്ക്കുന്നതാണ് എയിൽ നിന്നുള്ള ഒബ്ജക്ട് ഡിസ്റ്റൻസ്, ഇതാണ് ബിയിൽ നിന്നുള്ള ഒബ്ജക്ട് ഡിസ്റ്റൻസ്. അപ്പൊ ഒബ്ജക്ട് ഡിസ്റ്റൻസിൽ മാറ്റമുണ്ട് അല്ലെ? അപ്പൊ ഈ ഒബ്ജക്ട് ലൈ അലോങ് ദ പ്രിൻസിപ്പൽ ആക്സ് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഒബ്ജക്ട് ഡിസ്റ്റൻസിൽ എന്ത് വരുന്നുണ്ട്? മാറ്റം വരുന്നുണ്ട്. അപ്പൊ ഈ ഒബ്ജക്റ്റിന്റെ സൈസ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് ഈ ഒബ്ജക്ട് ഡിസ്റ്റൻസിലുള്ള മാറ്റമാണ്. നമ്മൾ ഒബ്ജക്റ്റിന്റെ എന്തായിട്ട് എടുക്കുക? സൈസ് ആയിട്ട് എടുക്കുക. അപ്പോൾ ഞാൻ അത് വരയ്ക്കാം. നോക്ക്, ഇതാണ് നമ്മുടെ പ്രിൻസിപ്പൽ ആക്സ്. നമ്മുടെ ഒബ്ജക്റ്റ് എങ്ങനെ ലൈ ചെയ്യുന്നു? ഒബ്ജക്റ്റ് ലൈ ചെയ്യുന്നത് അലോങ് ദ പ്രിൻസിപ്പൽ ആക്സ് ഇങ്ങനെ ലൈ ചെയ്യുന്നു. അപ്പൊ മക്കളെ ഈ ഒബ്ജക്റ്റിന്റെ ഈ വലിപ്പം എന്ന് പറയുന്നത് ഒബ്ജക്ട് ഡിസ്റ്റൻസിൽ ഉണ്ടാകുന്ന മാറ്റം. അതായത് ഒരറ്റത്തെ ഒബ്ജക്ട് ഡിസ്റ്റൻസ് ഇതാണ്, മറ്റേ അറ്റത്തുള്ള ഒബ്ജക്ട് ഡിസ്റ്റൻസ് ഇതാണ്. സോ ഇതെന്ന് പറയുന്നത്, ഈ ദൂരം എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ഒബ്ജക്ട് ഡിസ്റ്റൻസ് ആണ്. അതുകൊണ്ട് ഞാൻ അതിനെ ഡി എന്ന് എടുക്കുന്നു. സംശയം ആർക്കെങ്കിലും? അപ്പൊ ഒബ്ജക്റ്റിന്റെ വലിപ്പം ഞാൻ ഇവിടെ എന്തെടുത്തു? ഡി എന്ന് എടുത്തു. കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ടോ? ഈ ഒബ്ജക്ട് പ്രിൻസിപ്പൽ ആക്സിൽ ലൈ ചെയ്യുമ്പോൾ ഇമേജ് എവിടെയാ ഫോം ചെയ്യാ? പറ. ഒബ്ജക്ട് പ്രിൻസിപ്പൽ ആക്സിൽ ലൈ ചെയ്യുമ്പോൾ ഇമേജ് എവിടെയാ ഫോം ചെയ്യാ? ഇമേജ് പ്രിൻസിപ്പൽ ആക്സിലല്ലേ ഫോം ചെയ്യുക? അതിങ്ങനെയല്ലേ ഫോം ചെയ്യാ മക്കളെ? ഇമേജും ഇവിടെ തന്നെയല്ലേ ഫോം ചെയ്യാ? ആലോചിക്കേ. എ ഡാഷ് ബി ഡാഷ് എന്നുള്ള ഇമേജും
പ്രിൻസിപ്പൽ ആക്സിലെ ഫോം ചെയ്യണേ. അപ്പൊ ഇമേജിന്റെ സൈസ് എന്ന് പറയുന്നത് ഇമേജ് ഡിസ്റ്റൻസുകളുടെ വ്യത്യാസമല്ലേ, ഡി വി അല്ലേ വരിക. അപ്പൊ ഒബ്ജക്റ്റിന്റെ സൈസ് ഡി യു എന്ന് പറഞ്ഞ പോലെ തന്നെ ഇമേജിന്റെ സൈസ് എന്ത് വരും, ഡി വി വരും. അപ്പൊ ഇവിടുത്തെ സൈസ് ഓഫ് ഒബ്ജക്റ്റ് ഡി യു, സൈസ് ഓഫ് ഇമേജ് എന്താണ്, ഡി വി യു ആണ്. ഈ മക്കളെ നോക്കടാ, ഇത് ഏത് ഫോമിലാ, 1/v + 1/u = 1/f. ഇത് ഏത് ഫോമിലാ, ഇതാണ് മിറർ ഫോമുല. ജസ്റ്റ് ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ഡിഫറൻഷിയേറ്റിംഗ് ഓൺ ബോത്ത് സൈഡ്. രണ്ട് സൈഡിലും വെറുതെ എന്ത് ചെയ്യുക, ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. മക്കളെ നോക്കടാ, 1/v യുടെ ഡിഫറൻസിയേഷൻ എന്താ വരിക, നമ്മൾ പഠിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ. 1/v യുടെ ഡിഫറൻസിയേഷൻ -1/v² ആണ് ഇൻറ്റു ഡി വി, പ്ലസ് 1/u യുടെ ഡിഫറൻസിയേഷൻ എന്താ വരിക, -1/u² ഡി യു = 1/f ന്റെ ഡിഫറൻസിയേഷൻ 0. കാരണം ഫോക്കൽ ലെങ്ത് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അതിന്റെ ഡിഫറൻസിയേഷൻ 0 ആണ്. പോട്ടെ മക്കളെ, ഇതിനപ്പുറത്തേക്ക് എടുക്കുക. അപ്പൊ എന്ത് വരടാ, അപ്പോ -1/v² ഡി വി = 1/u² ഡി യു എന്ന് വരും. ശരിയല്ലേ? ഇതിൽ ഡി യുവിനെ എടുക്കുക, ഈ v² ആണ് എടുക്കുക. അപ്പൊ ഡി വി ബൈ ഡി യു = -v²/u² എന്ന് വരും. ഡി വി ബൈ ഡി യു -v²/u². മക്കളെ ഡി വി ആണ് സൈസ് ഓഫ് ഇമേജ് കേട്ടാ. മക്കളെ ഡി വി ആണ് സൈസ് ഓഫ് ഇമേജ്. കാരണം ഇമേജ് പ്രിൻസിപ്പൽ ആക്സിസ് ലൈ ചെയ്യാണ് ചെയ്യണേ. അപ്പൊ ഡി വി ആണ് സൈസ് ഓഫ് ഇമേജ്, ഡി യു ആണ് എന്ത് മക്കളെ, സൈസ് ഓഫ് ഒബ്ജക്ട്. ഈ സൈസ് ഓഫ് ഇമേജ് ബൈ സൈസ് ഓഫ് ഒബ്ജക്ട് ആണ് മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്, എം. പക്ഷെ ഇവിടെ ഈ പ്രിൻസിപ്പൽ ആക്സിനെ ലൈ ചെയ്യണതുകൊണ്ട് ഇത് ലോഞ്ചിറ്റ്യൂഡൽ മാഗ്നിഫിക്കേഷൻ എന്ന് പറയാം. നിങ്ങൾ അത് പഠിച്ചൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. ഇത് നമ്മൾ ലോഞ്ചിറ്റ്യൂഡൽ മാഗ്നിഫിക്കേഷൻ എന്ന് പറയാം. ലോഞ്ചിറ്റ്യൂഡൽ മാഗ്നിഫിക്കേഷൻ = -v²/u² എന്നാണ് മിറർ ഫോമിലുള്ള ഇക്വേഷൻ, സോറി മിററിലുള്ള ഇക്വേഷൻ. അപ്പൊ ലോഞ്ചിറ്റ്യൂഡൽ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ പേടിക്കണ്ട, പ്രിൻസിപ്പൽ ആക്സിനെ ലൈ ചെയ്യും ആര്, ഒബ്ജക്ട് ലൈ അലോങ് ദ പ്രിൻസിപ്പൽ ആക്സിസ്. അങ്ങനെ ഉണ്ടാവുന്ന മാഗ്നിഫിക്കേഷൻ ആണ് ലോഞ്ചിറ്റ്യൂഡൽ മാഗ്നിഫിക്കേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഈ മാഗ്നിഫിക്കേഷൻ, സാധാ മാഗ്നിഫിക്കേഷൻ ഇപ്പൊ നമ്മൾ +2-ലും 10-ലും ഒക്കെ പഠിച്ചിട്ടുള്ള നമ്മളെ ഇങ്ങനെ ഒബ്ജക്ട് നിൽക്കുമ്പോഴുള്ള മാഗ്നിഫിക്കേഷൻ. മക്കളെ ഇങ്ങനെ ഒബ്ജക്ട് നിൽക്കുമ്പോഴുള്ള മാഗ്നിഫിക്കേഷൻ നമ്മൾ ട്രാൻസ്വേഴ്സ് മാഗ്നിഫിക്കേഷൻ എന്ന് വിളിക്കുക. ട്രാൻസ്വേഴ്സ് മാഗ്നിഫിക്കേഷൻ ബിക്കോസ് ഒബ്ജക്ട് ഈസ് ഹെൽഡ് പെർപെൻഡിക്കുലർ ടു പ്രിൻസിപ്പൽ ആക്സിസ്. പ്രിൻസിപ്പൽ ആക്സിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഒബ്ജക്ട് വെച്ചത്. അതുകൊണ്ട് അതിനെ ട്രാൻസ്വേഴ്സ് എന്ന് വിളിക്കും. അപ്പൊ ട്രാൻസ്വേഴ്സ് മാഗ്നിഫിക്കേഷന്റെ വാല്യൂ -v/u ആണ്, -v/u. ലോഞ്ചിറ്റ്യൂഡൽ മാഗ്നിഫിക്കേഷന്റെ വാല്യൂ -v²/u². സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞോട്ടോ. ലോഞ്ചിറ്റ്യൂഡൽ മാഗ്നിഫിക്കേഷന്റെ വാല്യൂ -v²/u². ഡൗട്ട് ഉണ്ടോ? 2 ടൈപ്പ് മാഗ്നിഫിക്കേഷൻസ് ഉണ്ട്. അതിൽ ഒരു ടൈപ്പാണ് നിങ്ങൾ പരിചയിച്ചിട്ടുള്ളൂ, നിങ്ങൾക്ക് ആ ഒരു ടൈപ്പ് ഉണ്ടെന്ന് വിചാരിക്കണമല്ലോ. അപ്പൊ ഞാനത് കൺക്ലൂഡ് ചെയ്ത് തരാം, നിങ്ങൾ പഠിക്കേണ്ട എത്രയേ ഉള്ളൂ. 2 ടൈപ്പ് എന്തുണ്ട്, 2 ടൈപ്പ് മാഗ്നിഫിക്കേഷൻസ് ഉണ്ട്. ഒന്ന് ട്രാൻസ്ഫേഴ്സ്, അതാണ് എളുപ്പം നമ്മൾ പഠിച്ചിട്ടുള്ളത്, ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ള മാഗ്നിഫിക്കേഷൻ ട്രാൻസ്ഫേഴ്സ്. മക്കളെ ഈ ട്രാൻസ്ഫേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് പ്രിൻസിപ്പൽ ആക്സിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഒബ്ജക്ട് ഉണ്ടാവുക. പ്രിൻസിപ്പൽ ആക്സിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒബ്ജക്ട് ഉണ്ടാവുമ്പോൾ മാഗ്നിഫിക്കേഷൻ എം = ഹൈറ്റ് ഓഫ് ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ഒബ്ജക്ട് = വെറും -v/u. അപ്പൊ പ്രിൻസിപ്പൽ ആക്സിന് പെർപെൻഡിക്കുലർ ആണെങ്കിൽ -v/u ആണ് മാഗ്നിഫിക്കേഷൻ വരിക. ഇനി അടുത്ത ടൈപ്പ് മാഗ്നിഫിക്കേഷൻ ലോഞ്ചിറ്റ്യൂഡൽ മാഗ്നിഫിക്കേഷൻ ആണ്. ലോഞ്ചിറ്റ്യൂഡൽ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഒബ്ജക്ട് എങ്ങനെ ലൈ ചെയ്യും, ഒബ്ജക്ട് എലോങ് ദ സർഫസ് ലൈ ചെയ്യും. അത് ശ്രദ്ധിക്കണം, ഒബ്ജക്ട് എലോങ് ദ സർഫസ് എന്ത് ചെയ്യും, ലൈ ചെയ്യും. നോക്കട്ടെ മക്കളെ, ഇതാണ് ഒബ്ജക്ട് എന്ന് വിചാരിച്ചു. വേണ്ട, ഒബ്ജക്റ്റിന്റെ സൈസ് നമ്മൾ പറയുന്നത് ഡി യു എന്ന് വേണ്ട, ഡി യു എന്ന് വെച്ചിട്ടാണ് ഒബ്ജക്റ്റിന്റെ സൈസ് പറഞ്ഞത്. കാരണം ഒബ്ജക്റ്റിന്റെ സൈസിലാണ് ഒബ്ജക്ട് ഡിസ്റ്റൻസിന്റെ ഡിഫറൻസ് ഉണ്ടാവുക. മക്കളെ അതേ അതിന്റെ അപ്പുറത്ത് ഇവിടെ ഇമേജ് ഫോം ചെയ്യും. ഇമേജിന്റെ സൈസ് എന്ന് നമ്മൾ പറയുന്നത് ഡി വി ആണ്. അപ്പൊ ഇവിടെ ലോഞ്ചിറ്റ്യൂഡൽ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡി വി ബൈ ഡി യു ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു -v²/u² ആണ്. അപ്പൊ 2 ടൈപ്പ് മാഗ്നിഫിക്കേഷൻ എന്ന് മനസ്സിലാക്കാം. ഡൗട്ട് ഉണ്ടോ? അപ്പൊ എത്ര ടൈപ്പ് മാഗ്നിഫിക്കേഷൻസ് ഉണ്ട് പറ, എത്ര ടൈപ്പ് മാഗ്നിഫിക്കേഷൻസ് ഉണ്ട്? 2 ടൈപ്പ് ഉണ്ട് അല്ലെ? ഏതൊക്കെയാ 2 ടൈപ്പ് ഉള്ള മാഗ്നിഫിക്കേഷൻസ്? പറയ്, ഏതൊക്കെയാ 2 ടൈപ്പ് മാഗ്നിഫിക്കേഷൻസ്? ലോഞ്ചിറ്റ്യൂഡിനൽ ട്രാൻസ്ഫേഴ്സ്. ഈ ട്രാൻസ്ഫേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഐറ്റം പെർപെൻഡിക്കുലർ ആയിട്ട് നിൽക്കുക. ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ മറ്റേതാണ്, എന്ത്, ലൈ അലോങ് ദ പ്രിൻസിപ്പൽ ആക്സിസ്. മക്കളെ ട്രാൻസ്ഫേഴ്സിൽ -v/u ആണ്, ലോഞ്ചിറ്റ്യൂഡിൽ -v²/u² ആണ്. സംശയം ഉണ്ടാ? ഡൗട്ട് ഉണ്ടോ? ഇല്ല. അടുത്ത് പറയട്ടെ,
അടുത്ത പറയട്ടെ. അടുത്തത് പറയട്ടെ. നോക്ക് കേട്ടാ, കുറച്ചുകൂടി ഇതാണ്. ഒരു തവണ ഒരു എൻട്രൻസ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ എങ്ങനെയാണ് നോക്ക്. ഇതൊരു കോൺകേവ് മിററാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ എന്ത് പ്രിൻസിപ്പൽ ആക്സിസ്. ഒരു സ്ക്വയർ ഷീറ്റ്. ഓക്കെ, ഒരു സ്ക്വയർ ഷീറ്റ് ഈ പ്രിൻസിപ്പൽ ആക്സിന് പെർപെൻഡിക്കുലർ ആയിട്ട്, നിങ്ങൾക്ക് അത് ഇമാജിൻ ചെയ്യാൻ പറ്റണോ അറിയില്ല. ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കണം കേട്ടോ. പ്രിൻസിപ്പൽ ആക്സിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഒരു സ്ക്വയർ ഷീറ്റ് വെച്ചിട്ടുണ്ട്. ഈ സ്ക്വയർ ഷീറ്റ് വെച്ചിരിക്കുന്നത് പ്രിൻസിപ്പൽ ആക്സിന് പെർപെൻഡിക്കുലർ ആയിട്ട് വെച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോ ശ്രദ്ധിക്കണം. ഇതിന്റെ നോക്കട്ടോ മക്കളെ, രണ്ട് സൈഡുകളാണ് ഒരു സ്ക്വയറിന്റെ മെയിൻ ആയിട്ടുള്ളത്. ഈ ഒരു സൈഡ് ഉണ്ട്. ഈ സൈഡ് പ്രിൻസിപ്പൽ ആക്സിന് പെർപെൻഡിക്കുലർ ആണ്. ഈ സൈഡ് പ്രിൻസിപ്പൽ ആക്സിന് പെർപെൻഡിക്കുലർ. അപ്പൊ പ്രിൻസിപ്പൽ ആക്സിന് പെർപെൻഡിക്കുലർ ആവുന്ന രീതിയിലാണ് നമ്മൾ എന്ത് വെച്ചാണ് രണ്ട് സൈഡും സ്ക്വയർ ഷീറ്റിന്റെ വെച്ചാണ്. അപ്പോ ഇങ്ങനെ നോക്ക്, ഇതാണ് പ്രിൻസിപ്പൽ ആക്സ് എന്ന് വിചാരിക്കട്ടെ. എന്നെ നോക്ക്, ഇതാണ് പ്രിൻസിപ്പൽ ആക്സ് എന്ന് വിചാരിക്കുക. ഇങ്ങനെ വെച്ചിരിക്കുന്നു, കണ്ടോ? ഇങ്ങനെ വെച്ചിരിക്കുന്നു ഒരു ബോക്സ്, ഒരു സ്ക്വയർ ഷീറ്റ് കേട്ടോ. അപ്പൊ ഈ സ്ക്വയർ ഷീറ്റിന്റെ രണ്ട് സൈഡുകളും, അതായത് ഈ സൈഡ് പ്രിൻസിപ്പൽ ആക്സിന് എന്താണ് പെർപെൻഡിക്കുലർ ആണ്. ഈ ഹൈറ്റും പ്രിൻസിപ്പൽ ആക്സിന് പെർപെൻഡിക്കുലർ ആണ്, കണ്ടോ? അപ്പൊ ഈ പേനയാണ് പ്രിൻസിപ്പൽ ആക്സിസ്, പെൻസിലാണ് പ്രിൻസിപ്പൽ ആക്സിസ്. ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോ അങ്ങനെ വെക്കുന്ന കേസുകളിൽ രണ്ട് സൈഡും എന്താണ് പ്രിൻസിപ്പൽ ആക്സിന് പെർപെൻഡിക്കുലർ ആണ്. രണ്ട് സൈഡും പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവിടെ ഏത് മാഗ്നിഫിക്കേഷൻ ഉപയോഗിക്കുക? ട്രാൻസ്വേഴ്സ് ഉപയോഗിക്കുക, ലോഞ്ചിറ്റ്യൂഡിനൽ ഉപയോഗിക്കുക? പറ. അങ്ങനെയൊന്നും ഞങ്ങളോട് ചോദിക്കരുത്. പറയടാ മക്കളെ. ഇതാണ് നമ്മുടെ പ്രിൻസിപ്പൽ ആക്സിസ്. നമ്മുടെ സ്ക്വയർ ഷീറ്റ് ഞാനൊരു ഇതെങ്ങനെ വരയ്ക്കുന്നു കേട്ടോ. സ്ക്വയർ ഷീറ്റ്, റെക്ടാങ്കിൾ ഷീറ്റ്, എന്തുകൊണ്ടാവട്ടെ, ഇതെങ്ങനെ വരയ്ക്കുന്നു. അപ്പോ ഈ സൈഡും ഈ സൈഡും, ഇതിപ്പോ ലെങ്ത് എടുത്തോ, ഇത് ബ്രെഡ്ത്ത് എടുത്തോ, ഞാനിപ്പോ റെക്ടാങ്കിൾ എടുത്തോ. അപ്പൊ ഇത് ലെങ്ത്, ഇത് ബ്രെഡ്ത്ത്, രണ്ടുപേരും എന്താണ് ലെങ്ത്തും ബ്രെഡ്ത്തും പെർപെൻഡിക്കുലർ ടു എന്താണ് പ്രിൻസിപ്പൽ ആക്സ് ആണ്. അങ്ങനെ വെച്ചിരിക്കുന്നു വിചാരിക്കാം. ഞാനത് കാണിച്ചു നോട്ടോ നിങ്ങൾക്ക്. ഇതാണ് നമ്മുടെ എന്ത് പ്രിൻസിപ്പൽ ആക്സ്. ഇങ്ങനെയാണ് എന്ത് വെച്ചേക്കണേ, ഒബ്ജക്റ്റ് വെക്കണേ. അപ്പൊ ഇതിന്റെ ലെങ്ത്തും ഹൈറ്റും ബ്രെഡ്ത്തും എന്താണ് പ്രിൻസിപ്പൽ ആക്സിന് പെർപെൻഡിക്കുലർ ആണ്. വാട മക്കളെ, അപ്പൊ ഏത് മാഗ്നിഫിക്കേഷൻ ഉപയോഗിക്കുക? ട്രാൻസ്വേഴ്സ്, ലോഞ്ചിറ്റ്യൂഡിനൽ മെമ്പറാ? ട്രാൻസ്വേഴ്സ് ആണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ട്രാൻസ്വേഴ്സ് ഉപയോഗിക്കാം. അത് നമുക്ക് ലെങ്ത്തിന് എടുക്കാം. ലെങ്ത്തിന്റെ ഇമേജ്, ലെങ്ത് ഓഫ് ഇമേജ് ബൈ ലെങ്ത് ഓഫ് ഒബ്ജക്റ്റ്, ഇതല്ലേ മാഗ്നിഫിക്കേഷൻ? പറ. ലെങ്ത് ഓഫ് ഇമേജ് ബൈ ലെങ്ത് ഓഫ് ഒബ്ജക്റ്റ് ആണ് മാഗ്നിഫിക്കേഷൻ. മക്കളെ, ഇമേജ് ബൈ ഒബ്ജക്റ്റ് ആണ് മാഗ്നിഫിക്കേഷൻ. ഞാൻ ലെങ്ത്തിന്റെ ആണ് എടുത്തേ മക്കളെ. ലെങ്ത് എന്ന് പറയുമ്പോൾ ഈ സൈഡ് കേട്ടോ, ഈ സൈഡാണ് ലെങ്ത്, അതിന്റെ എടുത്തു. അപ്പൊ ലെങ്ത്തിന്റെ -v/1 ഇക്വേഷൻ. കുഴപ്പമില്ലല്ലോ. ഇനി അതേപോലെ ബ്രെഡ്ത്തിന്റെ ഇമേജ് ബൈ ബ്രെഡ്ത്തിന്റെ ഒബ്ജക്റ്റ്, ബ്രെഡ്ത്ത് ഓഫ് ഇമേജ് ബൈ ബ്രെഡ്ത്ത് ഓഫ് ഒബ്ജക്റ്റ്, അതും എന്ത് തന്നെയാണ് മക്കളെ -v/1. കാരണം രണ്ട് സൈഡും മ്യൂച്വലി എന്താണ് പെർപെൻഡിക്കുലർ ആണ്. ഇനി ഇവർ തമ്മിൽ ഇൻഡ്യൂ ചെയ്യാം. അപ്പൊ ഇൻഡ്യൂ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ലെങ്ത് ഓഫ് ഇമേജ് ഇൻറ്റു ബ്രെഡ്ത്ത് ഓഫ് ഇമേജ് ബൈ ലെങ്ത് ഓഫ് ഒബ്ജക്റ്റ് ഇൻറ്റു ബ്രെഡ്ത്ത് ഓഫ് ഒബ്ജക്റ്റ് ഈക്വൽ ടു v²/u² എന്ന് കിട്ടും. ശരിയാണോ? ആണോ? രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ലെങ്ത് ഓഫ് ഇമേജ് ബ്രെഡ്ത്ത് ഓഫ് ഇമേജ് ബൈ ലെങ്ത് ഓഫ് ഒബ്ജക്റ്റ് ബ്രെഡ്ത്ത് ഓഫ് ഒബ്ജക്റ്റ്. മക്കളെ, ഇത് ഈ ലെങ്ത്തിന്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്ന ഏരിയ ആണ്. അപ്പൊ ലെങ്ത് ഓഫ് ഇമേജിന്റെ ബ്രെഡ്ത്ത് ഓഫ് ഇമേജ് എന്ന് പറയുമ്പോൾ ഏരിയ ഓഫ് ഇമേജ് ആണ്. ഏരിയ ഓഫ് ഇമേജ് ബൈ ലെങ്ത് ഓഫ് ഒബ്ജക്റ്റിന്റെ ബ്രെഡ്ത്ത് ഓഫ് ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ് ഏരിയ ഓഫ് ഒബ്ജക്റ്റ് ആണ്. സോ ഏരിയ ഓഫ് ഇമേജ് ബൈ ഏരിയ ഓഫ് ഒബ്ജക്റ്റ്, അതിനെ നമ്മൾ ഏരിയൽ മാഗ്നിഫിക്കേഷൻ വിളിക്കും. ഏരിയ ഓഫ് ഇമേജ് ബൈ ഏരിയ ഓഫ് ഒബ്ജക്റ്റ് ഈസ് ഈക്വൽ ടു v²/u². ഏരിയൽ മാഗ്നിഫിക്കേഷൻ വിളിക്കാം കേട്ടോ, ഏരിയൽ മാഗ്നിഫിക്കേഷൻ. ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഉണ്ടാ? അപ്പൊ ഏരിയൽ മാഗ്നിഫിക്കേഷൻ എന്താണ് മക്കളെ? ഏരിയൽ മാഗ്നിഫിക്കേഷൻ ഈസ് ഈക്വൽ ടു, പറ, ഇമേജിന്റെ ഏരിയ ഓഫ് ഇമേജ് ബൈ ഒബ്ജക്റ്റിന്റെ ഏരിയ ഓഫ് ഒബ്ജക്റ്റ്. അതിന്റെ ഇക്വേഷൻ ആണ് മക്കളെ എന്ത് വരിക? v²/u² വരിക. സംശയം ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ? ഇനി സപ്പോസ് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഉള്ള ആൾക്കാർക്ക്
സപ്പോസ് ഇതാണ് നമ്മുടെ എന്ത് ഒരു കോൺകേവ് മിറർ, ഇതാണ് നമ്മുടെ പ്രിൻസിപ്പൽ ആക്സിസ്. ഇങ്ങനെയാണ് സ്ക്വയർ ഷീറ്റ് വെച്ചെന്ന് വിചാരിക്കട്ടെ മക്കളെ. സ്ക്വയർ ഷീറ്റ് അല്ല, റെക്ടാംഗിൾ മതി നമുക്ക്. റെക്ടാംഗിൾ ഷീറ്റ് ഇത് ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത് എന്ന് വിചാരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല, ഈ റെക്ടാംഗിളിൽ ഒരു സൈഡ്, ഇപ്പൊ ഞാൻ ഇവിടെ ഗ്രീൻ കളറിൽ വരയ്ക്കുന്ന സൈഡ്, ഗ്രീൻ കളറിൽ ഞാൻ വരയ്ക്കുന്നത് ഈ സൈഡ് ഉണ്ടല്ലോ, അതിന് നമുക്ക് ലെങ്ത് കൊടുക്കാം. ഈ ലെങ്ത് പ്രിൻസിപ്പൽ ആക്സിസിന് അലോങ് ആയിട്ടല്ലേ കിടക്കണേ? ആലോചിക്ക്, ലെങ്ത് പ്രിൻസിപ്പൽ ആക്സിന് അലോങ് ആയിട്ടാണോ കിടക്കണേ? ആണോ? പറയ്. യെസ് സർ. അതെ. ബ്രെഡ്ത്ത് കിടക്കുന്നത് എങ്ങനെയാ? ബ്രെഡ്ത്ത് ഈ ബ്രെഡ്ത്ത് എങ്ങനെയാ കിടക്കണേ? ബ്രെഡ്ത്ത് പ്രിൻസിപ്പൽ ആക്സിന് പാരലാണോ പർപ്പൻഡിലാണോ? പെർപെൻഡിക്കുലർ. ആ, അപ്പോ ലെങ്ത്തിന്റെ മാഗ്നിഫിക്കേഷൻ എടുക്കുമ്പോ ഏത് മാഗ്നിഫിക്കേഷൻ എടുക്കണം? ആലോചിച്ച് പറഞ്ഞാ. ലെങ്ത്തിന്റെ മാഗ്നിഫിക്കേഷൻ എടുക്കുമ്പോ ഏത് മാഗ്നിഫിക്കേഷൻ എടുക്കണം? ലോഞ്ചിറ്റ്യൂഡിനൽ. ലോഞ്ചിറ്റ്യൂഡിനൽ മാഗ്നിഫിക്കേഷൻ. വെരി ഗുഡ്, വെരി ഗുഡ്. നിങ്ങൾ ബുദ്ധിമാന്മാരാണ്. അപ്പൊ ലെങ്ത് ഓഫ് ഇമേജ് ബൈ ലെങ്ത് ഓഫ് ഒബ്ജക്റ്റ് ആയിട്ട് ഞാൻ എടുക്കേണ്ടത് ലോഞ്ചിറ്റ്യൂഡിലാണ് മക്കളെ. ബിക്കോസ് ലെങ്ത് ഈസ് ലൈ അലോങ് ദ പ്രിൻസിപ്പൽ ആക്സിസ്. ഇവിടെ ലെങ്ത് ഇട്ടാ പച്ച കളറിൽ വരച്ചാണ് ലെങ്ത് ഈസ് അലോങ് ദ പ്രിൻസിപ്പൽ ആക്സിസ്. അപ്പൊ ലെങ്ത് ഓഫ് ഇമേജ് ബൈ ലെങ്ത് ഓഫ് ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ -v²/u² ആണോ ലോഞ്ചിറ്റ്യൂഡിനൽ മാഗ്നിഫിക്കേഷൻ? അതേപോലെ ബ്രെഡ്ത്ത് എടുക്കുമ്പോൾ ഏത് മാഗ്നിഫിക്കേഷൻ എടുക്കണ്ടേ? പറ. ബ്രെഡ്ത്ത് എടുക്കുമ്പോൾ ഏത് മാഗ്നിഫിക്കേഷൻ എടുക്കണം? ട്രാൻസ്വേഴ്സ്. എത്രയുണ്ട് ഇക്വേഷൻ? -v/u. ശരിയാണല്ലോ. അപ്പോ ഒരെണ്ണത്തില് ലോഞ്ചിറ്റ്യൂഡിലും ഒരെണ്ണത്തില് എന്താ മറ്റേ ട്രാൻസ്വേഴ്സും. അപ്പോ രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യാം മക്കളെ. രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത്? ലെങ്ത് ഓഫ് ഇമേജ് ഇൻറ്റു ബ്രെഡ്ത്ത് ഓഫ് ഇമേജ് ബൈ ലെങ്ത് ഓഫ് ഒബ്ജക്റ്റ് ഇൻറ്റു ബ്രെഡ്ത്ത് ഓഫ് ഒബ്ജക്റ്റ് ഈക്വൽ ടു മക്കളെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരുന്നത്? v³/u³ വരും. കണ്ടോ? v³ വന്നു. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് ഏരിയ. സോ ഇത് ഇമേജിന്റെ ഉണ്ട് മക്കളെ. നമുക്ക് ഇങ്ങനെ എഴുതാം, ഏരിയ ഓഫ് ഇമേജ് എന്ന് എഴുതാം. മുകൾ ഭാഗം ഡിനോമിനേറ്റർ ലെങ്ത്തിന്റെ ബ്രെഡ്ത്ത്, പക്ഷെ ഒബ്ജക്റ്റിന്റെ ആണ്. അപ്പൊ ഏരിയ ഓഫ് ഇമേജ് ബൈ ഏരിയ ഓഫ് ഒബ്ജക്റ്റ് ഈസ് ഈക്വൽ ടു v³/u³ എന്ന് എഴുതാം. ഇതും ഏരിയൽ മാഗ്നിഫിക്കേഷൻ ആണ്. അപ്പൊ ഏരിയൽ മാഗ്നിഫിക്കേഷന് ചില ആൾക്കാരൊക്കെ ഇങ്ങനെ v²/u² എന്നൊക്കെ പഠിച്ചു. ചില ഗൈഡുകളിലൊക്കെ ഉണ്ട് v²/u² ആണ് ഏരിയൽ മാഗ്നിഫിക്കേഷൻ എന്ന് പഠിച്ചു. അങ്ങനെയുള്ള കുറെ പൊട്ടന്മാര് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഫിസിക്സിനെ നശിപ്പിക്കും. അത്രേ ഉള്ളൂ. അപ്പോ അങ്ങനെ ഒരു ഇക്വേഷൻ ഒന്നും ഇല്ല. v²/u² പെർട്ടിക്കുലർ കേസിനും v³/u³ വേറെ കേസിനും. കണ്ട? അപ്പോ അത് ബൈഹാർട്ട് പഠിക്കുകയല്ല ചെയ്യേണ്ടത്. ഏരിയൽ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ ബൈഹാർട്ട് പഠിച്ചു പോകല്ല ചെയ്യേണ്ടത്. എങ്ങനെയാണ് ഈ v²/u² അതേപോലെ v³/u³ ഒക്കെ വന്നെന്ന് എന്ത് ചെയ്യുക മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ സാധനം സിമ്പിൾ ആയിട്ട് കയറും. അപ്പൊ ഞാന് ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ മിററാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണേ. അപ്പോ മിററിന്റെ കുറച്ച് കാര്യങ്ങൾ എല്ലാവരും വേണ്ടി വീണ്ടും പറഞ്ഞുതരാണ്. ആകെ കുറച്ച് ഇക്വേഷൻസ് ഉള്ളൂ. ഒന്ന്, റേഡിയസ് ഓഫ് കർവേച്ചർ ബൈ 2 ചെയ്യുന്നത് എന്ത് കിട്ടും? പറ. പോയി. യെസ്, ഫോക്കൽ ലെങ്ത് കിട്ടും. റേഡിയസ് ഓഫ് കർവേച്ചർ ബൈ 2 ചെയ്യുന്ന ഫോക്കൽ ലെങ്ത് കിട്ടും. മറ്റേതോ മിറർ ഫോർമുല 1/v + 1/u = എന്താ? 1/f അല്ലേ? ഇതാണ് മിറർ ഫോർമുല. ലോഞ്ചിറ്റ്യൂഡിനൽ ട്രാൻസ്വേഴ്സ് മാഗ്നിഫിക്കേഷൻ ഈക്വൽ ടു എന്താ ഇക്വേഷൻ മക്കളെ? -v/u. ട്രാൻസ്വേഴ്സ് മാഗ്നിഫിക്കേഷൻ. ലോഞ്ചിറ്റ്യൂഡിനൽ മാഗ്നിഫിക്കേഷൻ ഈക്വൽ ടു -v²/u². ഓക്കെ, തെറ്റിക്കോ? തെറ്റിക്കോ? ഓക്കെ. ഏത് ഇക്വേഷനിലും ഏത് പ്രോബ്ലം ചെയ്യുമ്പോഴും ഏത് ഇക്വേഷനിലേക്കും ഡാറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അവിടെ സൈൻ കൺവെൻഷൻ യൂസ് ചെയ്യണം കേട്ടോ. സൈൻ കൺവെൻഷൻ യൂസ് ചെയ്യാത്ത ഒരു ഒപ്റ്റിക്സ് പ്രോബ്ലം തെറ്റായിരിക്കും. അപ്പൊ ഒപ്റ്റിക്സിന്റെ പ്രോബ്ലത്തിലേക്ക് വരുമ്പോൾ നമ്മൾ സൈൻ കൺവെൻഷൻസ് എന്ത് ചെയ്യണം? യൂസ് ചെയ്യണം. അപ്പൊ ആ സൈൻ കൺവെൻഷനെ കുറിച്ചാണ് ഞാൻ അടുത്ത് പറയാൻ പോണേ. മക്കളെ പാടാ, സിമ്പിൾ ആണ്. കോൺകേവ് മിറർ ആണെങ്കിൽ ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് ആണ് എടുക്കേണ്ടത്.
അപ്പോ പ്രോബ്ലത്തില് കോൺകേവ് മിററിന്റെ ഫോക്കൽ ലെങ്ത് 20 എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് 20 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാലും നിങ്ങൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ -20 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ കോൺകേവ് മിറർ ആണെങ്കിൽ ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. കോൺവെക്സ് മിറർ ആണെങ്കിലോ, കോൺവെക്സ് മിറർ ആണെങ്കിൽ ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. പോസിറ്റീവ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോ ഫോക്കൽ ലെങ്ത്തുകളുടെ പരിപാടി കഴിഞ്ഞിട്ടാ. കോൺകേവ് ആണെങ്കിൽ നെഗറ്റീവ്, കോൺവെക്സ് ആണെങ്കിൽ പ്ലസ്. കോൺകേവ് ആണെങ്കിൽ നെഗറ്റീവ്, കോൺവെക്സ് ആണെങ്കിൽ പ്ലസ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി ഒബ്ജക്ട് ഡിസ്റ്റൻസുകളെ കുറിച്ച് പറയാം. ഒബ്ജക്ട് ഡിസ്റ്റൻസ് മകളുടെ ഒബ്ജക്ട് ഡിസ്റ്റൻസ് യു റിയൽ ഒബ്ജക്റ്റുകളാണെങ്കിൽ അത് പ്ലസ് ആണ്. റിയൽ ഒബ്ജക്റ്റുകൾക്ക് അത് പ്ലസ് ആണ്. വെർച്വൽ ഒബ്ജക്റ്റുകളാണെങ്കിൽ റിയൽ ഒബ്ജക്റ്റുകൾക്ക് അത് മൈനസ് ആണ്. റിയൽ ഒബ്ജക്റ്റുകൾക്ക് ഒബ്ജക്ട് ഡിസ്റ്റൻസ് മൈനസ് ആണ്. വെർച്വൽ ഒബ്ജക്റ്റുകളാണെങ്കിൽ എന്താണ്, അത് ഒബ്ജക്ട് ഡിസ്റ്റൻസ് പ്ലസ് ആണ്. അപ്പൊ റിയൽ ഒബ്ജക്റ്റുകൾക്ക് നെഗറ്റീവും വെർച്വൽ ഒബ്ജക്റ്റുകൾക്ക് എന്താണ്, പ്ലസ്. മിക്കവാറും എല്ലാ പ്രോബ്ലത്തിലും റിയൽ ആയിട്ടുള്ള ഒബ്ജക്റ്റുകളെ ചോദിക്കുള്ളൂ. അപ്പൊ റിയൽ ഒബ്ജക്റ്റുകൾക്ക് നെഗറ്റീവ് കൊടുക്കുക, നെഗറ്റീവ്. വെർച്വൽ ഒബ്ജക്റ്റുകൾക്ക് എന്ത് കൊടുക്കുക, പോസിറ്റീവ് കൊടുക്കുക. അടുത്ത് ഒരു കാര്യം ഞാൻ പറയാം മക്കളെ, മിറർ ആണ്. ഈ മിറർ ആകുമ്പോൾ മിറർ ഈ ലാബിലൊക്കെ ചെയ്തവർക്ക് അറിയാം, ഒബ്ജക്റ്റ് എവിടെ തന്നെയാണ് അവിടെ തന്നെയാണ് ഇമേജ് ഫോം ചെയ്യുക, ശരിയല്ലേ? ഒബ്ജക്റ്റ് എവിടെ തന്നെയാണോ അവിടെ തന്നെയാണ് റിയൽ ഇമേജ് ഫോം ചെയ്യുക. അപ്പൊ റിയൽ ഇമേജ് എപ്പോഴും ലെഫ്റ്റ് സൈഡിലാണ്. അപ്പൊ ലെഫ്റ്റ് സൈഡിലുള്ളതൊക്കെ നെഗറ്റീവാണ് വരാറ്. അപ്പൊ ഇമേജ് ഡിസ്റ്റൻസിന്റെ കാര്യത്തിൽ എടുക്കുമ്പോൾ റിയൽ ഇമേജുകൾക്ക് അത് ബൈഹാർട്ട് പഠിക്കരുത്. നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ലാബിലുള്ള ഒരു മിററിന്റെ ഏതെങ്കിലും ഒരു എക്സ്പെരിമെന്റ് എന്ത് ചെയ്യുക, മനസ്സിലാലോചിക്കുക. നമ്മൾ ലാബില് മിറർ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ മിറർ വെക്കുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ റിയൽ ഒബ്ജക്റ്റ് വെക്കാറ്. മിക്കവാറും ലെഫ്റ്റ് സൈഡിൽ വരയ്ക്കാറ്. അതങ്ങനെ ഒരു കൺവെൻഷൻ ഉണ്ട്. ലെഫ്റ്റ് സൈഡിൽ വരയ്ക്കുന്നു. അപ്പൊ ഒബ്ജക്റ്റ് ലെഫ്റ്റ് സൈഡിൽ വെക്കുന്നു. മക്കളെ റിയൽ ഇമേജ് അവിടെ തന്നെ ഫോം ചെയ്യുക, ലെഫ്റ്റ് സൈഡിൽ തന്നെ ഫോം ചെയ്യണേ. അപ്പൊ ലെഫ്റ്റ് സൈഡിലായതുകൊണ്ട് മക്കളെ അത് നെഗറ്റീവ് ആണ്. അപ്പൊ റിയൽ ഇമേജുകൾക്ക് വരുമ്പോൾ ഇമേജ് ഡിസ്റ്റൻസ് നെഗറ്റീവ് ആണ്. വെർച്വൽ ഇമേജ് വരുമ്പോൾ മക്കളെ, വെർച്വൽ ഇമേജ് മിററിന്റെ ബാക്കിലുണ്ടാവുക, അത് എവിടെ ഉണ്ടാവുക? വെർച്വൽ ഇമേജ് വരുമ്പോൾ മിററിന്റെ ബാക്കിലുണ്ടാവുക. മിററിന്റെ ബാക്കിലായതുകൊണ്ട് അത് വെർച്വൽ ഇമേജ് വരുമ്പോൾ അതെന്താ, പ്ലസ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സൈൻ കൺവെൻഷനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ ഒന്നുകൂടി പറയാം, ഫോക്കൽ ലെങ്ത്തിന്റെ സൈൻ കൺവെൻഷൻ വരുന്നത്, ഫോക്കൽ ലെങ്ത്തിന് കോൺകേവ് നെഗറ്റീവ്, കോൺവെക്സ് പ്ലസ്. കോൺകേവ് നെഗറ്റീവും കോൺവെക്സ് പ്ലസും. ഒബ്ജക്ട് ഡിസ്റ്റൻസ് റിയൽ ആണ് മിക്കവാറും ഒബ്ജക്ട് ഡിസ്റ്റൻസ് മിക്കവാറും നെഗറ്റീവ് ആണ്. റിയൽ ഒബ്ജക്റ്റ് ആണെങ്കിൽ നെഗറ്റീവ് ആണ്. വെർച്വൽ ഒബ്ജക്റ്റ് അങ്ങനെ കാര്യമായിട്ട് ചോദിക്കാറില്ല, കണ്ടിട്ടില്ല. പിന്നെ ഇമേജ് ഡിസ്റ്റൻസ് നമ്മൾ നോക്കുമ്പോൾ അത് നിങ്ങൾ ലാബിൽ ചെയ്തതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മൈൻഡിൽ ഓർമ്മ വരണം, ലെഫ്റ്റ് സൈഡിലാണ് റിയൽ ഇമേജ് ഫോം ചെയ്യുക. അപ്പോൾ റിയൽ ഇമേജ് ഫോം ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ്. അപ്പോൾ ഇമേജ് ഡിസ്റ്റൻസ് നോക്കുമ്പോൾ നെഗറ്റീവ് വരും ഇമേജ് ഡിസ്റ്റൻസ്. വെർച്വൽ ഇമേജുകൾക്ക് പോസിറ്റീവ് ആയിരിക്കും. ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. ഈ 2-3 ഡാറ്റ കൂടി പറഞ്ഞു കഴിഞ്ഞാൽ മിററിന്റെ ഭാഗം അവസാനിക്കും. ഒന്നാമത്തെ ഡാറ്റ, ഫോക്കൽ ലെങ്ത് ഓഫ് മിറർ ഇൻഡിപെൻഡന്റ് ഓൺ കളർ ഓഫ് ലൈറ്റ്. അത് ചോദിക്കൂട്ടാ. ഫോക്കൽ ലെങ്ത് ഓഫ് മിറർ ഇൻഡിപെൻഡന്റ് ഓൺ കളർ ഓഫ് ലൈറ്റ്. ഈ ഫോക്കൽ ലെങ്ത്, മിററിന്റെ ഫോക്കൽ ലെങ്ത് കളർ ഓഫ് ലൈറ്റിന് ഡിപ്പെൻഡബിൾ അല്ല. ഏത് കളർ ഉപയോഗിച്ചാലും ഒരേ ഫോക്കൽ ലെങ്ത് ആയിരിക്കും. അപ്പൊ ഫോക്കൽ ലെങ്ത് ഓഫ് മിറർ ഇൻഡിപെൻഡന്റ് ഓൺ കളർ ഓഫ് ലൈറ്റ്. അതായത് വയലറ്റിന്റെ ഫോക്കൽ ലെങ്ത്തും ബ്ലൂവിന്റെ ഫോക്കൽ ലെങ്ത്തും റെഡിന്റെ ഫോക്കൽ ലെങ്ത്തും ഒക്കെ എന്തായിരിക്കും, സെയിം ആയിരിക്കും. അപ്പൊ ഫോക്കൽ ലെങ്ത് കളർ ഡിപ്പെൻഡബിൾ അല്ല. ആരുടെ? മിററിന്റെ ഫോക്കൽ ലെങ്ത്. ഫോക്കൽ ലെങ്ത് ഓഫ് മിറർ, രണ്ടാമത്തെ പോയിന്റ് കേട്ടാ. ഫോക്കൽ ലെങ്ത് ഓഫ് മിറർ ഇൻഡിപെൻഡന്റ് ഓൺ സറൗണ്ടിങ് മീഡിയം. ചുറ്റുപാടുള്ള മീഡിയത്തിന് ഡിപ്പെൻഡബിൾ അല്ല. അപ്പം മിററിനെ വെള്ളത്തിൽ മുക്കി വെച്ചു, അങ്ങനെയൊക്കെ ചോദിക്കും. മിററിനെ വെള്ളത്തിൽ മുക്കി വെച്ചു, വാട്ട് വിൽ ഹാപ്പൻ ടു ഫോക്കൽ ലെങ്ത്? നോ ചേഞ്ച്, ഒന്നുമില്ല. മിററിനെ വെള്ളത്തിൽ മുക്കി വെച്ചു, കെറോസിനിൽ മുക്കി വെച്ചു, വേറെ ഏതെങ്കിലും മീഡിയത്തിൽ മുക്കി വെച്ചു, അതിന്റെ ഫോക്കൽ ലെങ്ത് മാറും? ഇല്ല. അപ്പൊ കളറിന്റെ ഫോക്കൽ ലെങ്ത് ഡിപ്പെൻഡ് ചെയ്യില്ല, അതേപോലെ മീഡിയത്തിനെയും ഫോക്കൽ ലെങ്ത് ഡിപ്പെൻഡ് ചെയ്യില്ല. അപ്പൊ ഫോക്കൽ ലെങ്ത് ഈസ് ഇൻഡിപെൻഡന്റ് ഓൺ കളർ ആൻഡ് ഫോക്കൽ ലെങ്ത് ഈസ് ഇൻഡിപെൻഡന്റ് ഓൺ ദ മീഡിയം. മീഡിയത്തിനെയോ കളറിനെയോ ഡിപ്പെൻഡ് ചെയ്യില്ല. പിന്നെ ഒരു കാര്യം ഉണ്ട്, മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ, അത് ചോദിച്ചിട്ടുണ്ടാവും. മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഒബ്ജക്റ്റ് ആൻഡ് ഇമേജ്. ഒബ്ജക്റ്റും ഇമേജും തമ്മിലുള്ള മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഒബ്ജക്റ്റ് ആൻഡ് ഇമേജ് ഇൻ ദ കേസ് ഓഫ് മിറർ ഈക്വൽ ടു 0. അപ്പൊ ഒബ്ജക്റ്റും ഇമേജും തമ്മിലുള്ള മിനിമം ഡിസ്റ്റൻസ്
സീറോ ആണ്. നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. സി എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, പഠിച്ചിട്ടില്ലേ? സെന്റർ ഓഫ് കർവേച്ചർ ഉണ്ട്. ആ സി എന്ന് പറഞ്ഞ പോയിന്റിൽ ഒബ്ജക്റ്റ് വെക്കുകയാണെങ്കിൽ മക്കളെ അതേ സ്ഥലത്ത് തന്നെയാണ് ഇമേജ് ഫോം ചെയ്യുക. നിങ്ങൾ ശ്രദ്ധിച്ചൊന്നും അറിയില്ല. അപ്പൊ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ ഒബ്ജക്റ്റ് നമ്മൾ ഒബ്ജക്റ്റ് വെക്കുന്നു, ഒബ്ജക്റ്റിന്റെ അതേ സ്ഥലത്ത് തന്നെയാണ് ഇമേജ് ഫോം ചെയ്യുക. അപ്പൊ ഒബ്ജക്റ്റിനും ഇമേജും കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്, കൂട്ടിമുട്ടുന്നുണ്ട്. അപ്പൊ കൂട്ടിമുട്ടെന്ന് പറയുമ്പോൾ അവർ നമ്മളെ ഡിസ്റ്റൻസ് എത്രയാണ്? സീറോ ആണ്. അപ്പൊ മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഒബ്ജക്ട് ആൻഡ് ഇമേജ്. പറ, ഒബ്ജക്റ്റിന് ഇമേജ് നമ്മളുടെ മിനിമം ഡിസ്റ്റൻസ് എത്രയായിരിക്കും? സീറോ ആയിരിക്കും. തെറ്റിക്കോ? മിനിമം ഡിസ്റ്റൻസ് സീറോ ആയിരിക്കും. ഇനി ഒരു മിററിന്റെ ഒരു പോർഷൻ ബ്ലാക്ക് കവർ, മറ്റേ തുണി കൊണ്ട് കവർ ചെയ്യുന്നു. ഇതൊക്കെ ചോദ്യമാണ് കേട്ടാ. ബ്ലാക്ക് പേപ്പർ കൊണ്ടോ ബ്ലാക്ക് ക്ലോത്ത് കൊണ്ടോ ഒരു മിററിന്റെ ഒരു പോർഷൻ കവർ ചെയ്യുന്നു. ഇമേജിന് എന്ത് സംഭവിക്കും? കേട്ടാ, ഒരു ഹാഫ് പോർഷൻ ഓഫ് മിറർ ഈസ് കവേർഡ് വിത്ത് ബ്ലാക്ക് ക്ലോത്ത്. വാട്ട് വിൽ ഹാപ്പൻ ടു ഇമേജ്? മക്കളെ, നമുക്ക് ഫുൾ ഇമേജ് കിട്ടും, അത് സംശയിക്കേണ്ട. ഫുൾ ഇമേജ് വിത്ത് ലെസർ ബ്രൈറ്റ്നസ്. അതായത് ബ്രൈറ്റ്നസ് കുറവുള്ള ഫുൾ ആയിട്ടുള്ള ഇമേജ് തന്നെ കിട്ടും, അല്ലാണ്ട് പകുതി ഇമേജ് ഒന്നല്ലേ കിട്ടുക, ഫുൾ ഇമേജ് കിട്ടും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മിററിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ട് നോക്കി വയ്ക്കുക. ഇപ്പൊ എന്താ കാര്യങ്ങൾ? മിററിന്റെ ഫോക്കൽ ലെങ്ത് കളറിനെ ഡിപ്പെൻഡ് ചെയ്യണ്ട? ഇല്ല. മിററിന്റെ ഫോക്കൽ ലെങ്ത് മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യണ്ട? ഇല്ല. ഒബ്ജക്റ്റും മറ്റേ ഇമേജ് നമ്മളെ മിനിമം ഡിസ്റ്റൻസ് എത്രയാ? മിനിമം ഡിസ്റ്റൻസ് സീറോ. അത് എവിടെയാ? സി എന്ന് പറഞ്ഞ പോയിന്റിലാണ് ഉണ്ടാവുക. ഒരു മിററിന്റെ കുറച്ച് ഭാഗം നമ്മൾ എന്ത് ചെയ്യുന്നു? മറ്റേ ബ്ലാക്ക് ക്ലോത്ത് കൊണ്ട് കവർ ചെയ്യുന്നു. അതിന്റെ ഇമേജിന് എന്ത് സംഭവിക്കും? ഫുൾ ഇമേജ് തന്നെ ഉണ്ടാവും വിത്ത് ലെസർ ഇന്റൻസിറ്റി, ലെസർ ബ്രൈറ്റ്നസ് ആയിട്ടുണ്ടാവും. ഫോക്കൽ ലെങ്ത് ഈക്വൾ ടു r/2, 1/v + 1/u = 1/f. പിന്നെ മാഗ്നിഫിക്കേഷൻ ഈക്വൾ ടു -v/u. ഇത്രയാണ് മെയിൻ ആയിട്ട് പഠിക്കേണ്ടത്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? പറയേ. ഒരു സൂര്യദേവ് മാത്രം പറയണോട്ടാ. അടുത്തേക്ക് പറഞ്ഞാലോ? റിഫ്രാക്ഷൻ. വേമാണോ മക്കളെ? റിഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി ഓഫ് ലൈറ്റ്. ചേഞ്ച് ഇൻ വെലോസിറ്റി ഓഫ് ലൈറ്റ് when it is entering from one medium to another medium. എന്താർത്ഥം? ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് ലൈറ്റ് എൻ്റർ ചെയ്യുമ്പോൾ അതിന്റെ വെലോസിറ്റിയിൽ ചേഞ്ച് ഉണ്ടാവുന്നു. സോ വെലോസിറ്റിയാണ് മാറുക മക്കളെ, വെലോസിറ്റിയാണ് മാറുക. ഫ്രീക്വൻസി സെയിം ആയിരിക്കും കേട്ടോ. അതൊരു ചോദ്യമാണ്. ഫ്രീക്വൻസി സെയിം ആയിരിക്കും. ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് പോകുമ്പോൾ എന്തൊരു മാറ്റം ഉണ്ടാവില്ല? ഫ്രീക്വൻസിയിൽ മാറ്റം ഉണ്ടാവില്ല. പ്ലീസ് നോട്ട് ദ പോയിന്റ്. ഫ്രീക്വൻസി മാറില്ല, പക്ഷേ വെലോസിറ്റി എന്ത് ചെയ്തോണ്ടിരിക്കും? മാറിക്കൊണ്ടിരിക്കും. അതാണ് റിഫ്രാക്ഷൻ. വെലോസിറ്റി ഓഫ് ലൈറ്റ് ചേഞ്ച് ചെയ്യുന്നു ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് പോകുമ്പോൾ. എന്താ മാറാൻ നിൽക്കണേ? ഫ്രീക്വൻസിയാണ് മാറാൻ നിൽക്കുന്നത്. അപ്പൊ ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് പോകുമ്പോൾ മാറാൻ നിൽക്കുന്ന ക്വാണ്ടിറ്റി ഏതാ? ഫ്രീക്വൻസി. അത് ചോദിക്കും. വാ, സ്നെൽസ് ലോ. മക്കളെ, സ്നെൽസ് ലോ ഒക്കെ പെട്ടെന്ന് പറഞ്ഞു കൂട്ടാം. സ്നെൽസ് ലോ നിങ്ങൾക്ക് അറിയാം, പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ ഓർമ്മയുണ്ടാ? sin I by sin r ഈക്വൽ ടു, ഓർമ്മയുണ്ടാ? പറയ്, നിങ്ങൾ പറയ്. sin I by sin r ഈക്വൽ ടു, പറയടാ. sin I by sin r equal to n2/n1. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് ബൈ റിഫ്രാക്റ്റ്നെസ് ഓഫ് ഫസ്റ്റ്. കറക്റ്റ് ആണ്. sin I by sin r ഈക്വൽ ടു റിഫ്രാക്റ്റ്നെസ് ഓഫ് സെക്കൻഡ് മീഡിയം ബൈ റിഫ്രാക്റ്റ്നെസ് ഓഫ് ഫസ്റ്റ് മീഡിയം. ഓക്കെ, വേറെ വല്ല ഇക്വേഷൻ ഉണ്ടാ മക്കൾ? അവിടെ വെച്ച് നിർത്തരുത്, അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നുണ്ട് ഇക്വേഷൻ. sin I by sin r ഈക്വൽ ടു n2/n1. that is equal to v1/v2, velocity in first medium by velocity in second medium. that is equal to wavelength in first medium by wavelength in second medium. ഇതാണ് സ്നെൽസ് ലോ. നമ്മൾ ഇവിടെ വെച്ച് നിർത്തുന്നു കേട്ടാ. അതാണ് നമുക്ക് ചില എക്സാമ്പിളൊക്കെ ബുദ്ധിമുട്ട് വരണേ, അത്രേ ഉള്ളൂ. അതിന് അപ്പത്തേക്ക് ലോ ഉണ്ട്, അത് നമ്മൾ ചിന്തിക്കുന്നില്ല. അപ്പൊ ഞാൻ ഒന്നുകൂടെ എഴുതുന്നു. സൈൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ബൈ സൈൻ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് ഈക്വൽ ടു റിഫ്രാക്ഷൻ ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം ബൈ ഫസ്റ്റ് മീഡിയം ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ ഫസ്റ്റ് മീഡിയം ബൈ വെലോസിറ്റി ഇൻ സെക്കൻഡ് മീഡിയം ഈസ് ഈക്വൽ ടു വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് ഇൻ ഫസ്റ്റ് മീഡിയം ബൈ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് ഇൻ സെക്കൻഡ് മീഡിയം. നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ ഭാഗം ശ്രദ്ധിക്കട്ടാ. ഈ ഭാഗം ശ്രദ്ധിക്കുക. ഒറ്റ കാര്യം പറഞ്ഞോളൂ ഞാൻ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സുകളുടെ ഉൾട്ടയാണ് വേവ് ലെങ്ത്തും അതേപോലെ വെലോസിറ്റി. റിഫ്രാക്റ്റീവ് ഇൻഡെക്സുകളുടെ ഉൾട്ടയാണ് വേവ് ലെങ്ത്തും വെലോസിറ്റി. ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ്
ബൈ റിഫ്രാക്ട് ഇൻഡെക്സ് ഓഫ് എയർ. വെറുതെ റിഫ്രാക്ട് ഓഫ് ഗ്ലാസ് ബൈ എയർ അത് തന്നെയാണ് മക്കളെ. വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ എയർ ബൈ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ ഗ്ലാസ് ഈക്വൽ ടു ലാംഡ ഓഫ് എയർ ബൈ വേവ് ലെങ്ത് ഇൻ ഗ്ലാസ്. കണ്ട, അപ്പൊ ഇത് വെച്ചിട്ട് ഒരു ചോദ്യം ഉണ്ടാവാറുണ്ട്. നമുക്ക് ആ സമയത്ത് അയ്യോ ഇതെന്തൊരു ഇക്വേഷൻ, അപ്പൊ അങ്ങനെയൊക്കെ പറയും. ഇപ്പൊ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തരും, ഒരു വേവ് ലെങ്ത് തരും, മറ്റേ വേവ് ലെങ്ത് പിടിക്കാൻ പറയും. അപ്പൊ ഞാൻ നിങ്ങൾ അവരോടൊക്കെ പറയുന്നു, റിഫ്രാക്റ്റീവ് ഇൻഡെക്സുകളുടെ ഉൾട്ട n2/n1 ആണ് λ1/λ2. അത്രയും മനസ്സിലാക്കാം. അപ്പൊ ഇതില് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് രണ്ടെണ്ണം തരും, ഒരു വേവ് ലെങ്ത് തരും, മറ്റേ വേവ് ലെങ്ത് പിടിക്കാൻ പറയും. അപ്പൊ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും വേവ് ലെങ്ത്തും തമ്മിൽ കണക്ഷൻ ഉണ്ട്. അതാണ് സ്നെൽസ് ലോ. അപ്പൊ സ്നെൽസ് ലോ sin I by sin r equal to n2/n1 equal to λ1/λ2 equal to v1/v2. ഇതാണ് സ്നെൽസ് ലോ. കിട്ടിയ സ്നെൽസ് ലോ ഡൗട്ട് ഉണ്ടോ? പറ. അപ്പോ ഇവിടെ ഭാഗം ശ്രദ്ധിക്കട്ടാ. ഏതുട്ടാ? ഈ ഉൾട്ട എന്നുള്ള ഭാഗം ശ്രദ്ധിച്ചോളൂ. റിഫ്രാക്ട് ഇൻഡെക്സുകളുടെ ഉൾട്ടയാണ് വേവ് ലെങ്ത്, അത് തന്നെയാണ് വെലോസിറ്റി. അടുത്ത് പറയട്ടെ. നിങ്ങൾ വേം പറയും, ഇത് കുറെ പറയാണ്ടിട്ടത്. അടുത്ത് പഠിക്കാം. ഇത് കിട്ടിയില്ലേ? അപ്പൊ ഇരുന്നൊരു ചോദ്യം വന്നാൽ കിട്ടുന്ന വിചാരിക്കുന്നു കേട്ടാ. പോട്ടെ, അടുത്ത് പഠിക്കാം. മക്കളെ കോഷീസ് ഫോർമുല കേട്ടിട്ടുണ്ടാ? കോഷീസ് ഫോർമുല ഒന്നുമില്ല. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n ഈക്വൽ ടു a ബൈ b ബൈ ലാംഡ സ്ക്വയർ പ്ലസ് c ബൈ ലാംഡ റേസ് ടു 4 പ്ലസ് എക്സെട്ര. അങ്ങനെ പോകുന്നതാണ് കോഷീസ് ഫോർമുല. ഈ ഫോർമുല പഠിക്കേണ്ട ആവശ്യമില്ല, അതൊന്നും ഇല്ല നമുക്ക്. അപ്പോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈക്വൽ ടു a പ്ലസ് b ബൈ ലാംഡ സ്ക്വയർ പ്ലസ് c ബൈ ലാംഡ റേസ് ടു 4 പ്ലസ് d ബൈ ലാംഡ റേസ് ടു 6 അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വേവ് ലെങ്ത് കൂടുന്തോറും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറയും. ഏറ്റവും മെയിൻ അലവലാതിവന ട്രയോപ്റ്റിക്സിന്റെ ഏറ്റവും അലവലാതി തരത്തിലുള്ള കാരണക്കാരൻ ഈ മരമനുഷ്യനാണ്. അതായത് വേവ് ലെങ്ത് കൂടുന്തോറും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറയും. അപ്പോ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് പഠിച്ചിട്ടുണ്ടാവും ഏത് കളർ? ഇതിൽ ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഉള്ള കളർ റെഡാ. ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഉള്ള കളർ റെഡാണ്. റെഡിന് ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് വരുമ്പോൾ റിഫ്രാക്ട് ഇൻഡെക്സ് ഏറ്റവും കുറവ് റെഡിനാണ്. വയലറ്റിനാണ് വേവ് ലെങ്ത് ഏറ്റവും കുറവ്, പകരം റിഫ്രാക്ട് ഇൻഡെക്സ് കൂടുതൽ. അപ്പൊ ഓരോ കളറിനും ഓരോ റിഫ്രാക്ട് ഇൻഡെക്സ് ഉണ്ട്. പ്ലീസ് നോട്ട് ദ പോയിന്റ്. ഓരോ കളറിനും ഓരോ റിഫ്രാക്ട് ഇൻഡെക്സ് ഉണ്ട്. അതിൽ റിഫ്രാക്ട് ഇൻഡെക്സ് ഏറ്റവും കൂടുതൽ വയലറ്റിനും ഏറ്റവും കുറവ് എന്തിനാണ്? റെഡിനാണ്. സംശയം ഉണ്ടാ? ഡൗട്ട് ഉണ്ടാ? അപ്പോ റിഫ്രാക്ഷനിൽ ഞാൻ പറഞ്ഞ കുറച്ച് പോയിന്റ് മനസ്സിലാക്കുക. ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് പോകുമ്പോൾ എന്താ മാറുക? ലൈറ്റിന്റെ. ഞാൻ പറയും, ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് പോകുമ്പോൾ ലൈറ്റിന്റെ എന്ത് മാറും? വെലോസിറ്റി മാറും. അതാണ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. വെലോസിറ്റിയിൽ മാറ്റം ഉണ്ടാവും. ഫ്രീക്വൻസി മാറണോ മക്കളെ? ചോദ്യമാണത്. ഫ്രീക്വൻസി മാറും ഒരു ഇതിൽ നിന്ന് വേറൊരു സൈഡിലേക്ക് പോകുമ്പോൾ. ഒരു മീഡിയത്തിൽ നിന്ന് വേറെ മീഡിയത്തിലേക്ക് പോകുമ്പോൾ ഫ്രീക്വൻസി മാറില്ല, ഫ്രീക്വൻസി സെയിം ആയിരിക്കും. ഓക്കെ, അതൊന്ന്. പിന്നെ സ്നെൽസിലോ എന്താ? സൈൻ ഐ ബൈ സൈൻ ആർ ഈക്വൽ ടു പറ. സ്നെൽസിലോ പറ. സൈൻ ഐ ബൈ സൈൻ ആർ ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് ബൈ ഫസ്റ്റ്. ഇത് വെച്ച് നിൽക്കുവോ? റിഫ്രാക്റ്റീവ് ഓഫ് സെക്കൻഡ് ബൈ ഫസ്റ്റ് എന്തിനോട് ഈക്വലന്റ് ആണ്? v1/v2, വെലോസിറ്റി ഇൻ ഫസ്റ്റ് ബൈ സെക്കൻഡ് ഈക്വൽ ടു λ1/λ2. ഇത് വെച്ചിട്ട് പ്രോബ്ലം ഉണ്ടാവാം, അത് വെച്ചിട്ട് പ്രോബ്ലം ഉണ്ടാവും. നിങ്ങൾ സൈൻ ഐ ബൈ സൈൻ അത് വിട്, ഇത് വെച്ചിട്ട് പ്രോബ്ലം ഉണ്ടാവും. അപ്പൊ അതൊന്ന് നോക്കി വെക്കുക. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയാണ്, റിഫ്രാക്ട് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് ബൈ റിഫ്രാക്ട് ഇൻഡെക്സ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പറ മക്കളെ. റിഫ്രാക്റ്റൻസ് ഓഫ് ഗ്ലാസ് ബൈ റിഫറൻസ് ഓഫ് വാട്ടർ എന്ന് പറയുന്നതാണ് വെലോസിറ്റി ഇൻ വാട്ടർ ബൈ വെലോസിറ്റി ഇൻ ഗ്ലാസ്, അല്ലേ? അല്ലെങ്കിൽ വേവ് ലെങ്ത് ഇൻ വാട്ടർ ബൈ വേവ് ലെങ്ത് ഇൻ ഗ്ലാസ്. ഫ്രീക്വൻസി രണ്ടുപേർക്ക് എന്തായിരിക്കും മക്കളെ? സെയിം ആയിരിക്കും. ഫ്രീക്വൻസി ഓഫ് ലൈറ്റ് ഇൻ വാട്ടർ ഈക്വൽ ടു ഫ്രീക്വൻസി ഓഫ് ലൈറ്റ് ഇൻ ഗ്ലാസ്. സംശയം ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ, എല്ലാവരും പറയട്ടാ. അടുത്ത് നോക്കാം. മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഒബ്ജക്ട് ആൻഡ് ഇമേജ് ഇൻ ദ കേസ് ഓഫ് മിറർ എത്രയാ?
സീറോ അല്ലേ? അടുത്ത് പിടിക്കാം. അപ്പോ ഇനി അടുത്ത് വരുന്ന ഈ അപ്പാരന്റ് ഡെപ്ത് റിയൽ ഡെപ്ത് വെച്ചിട്ടുള്ള ഒരു ചെറിയ കാര്യം വരുന്നുണ്ട് കേട്ടോ. അപ്പാരന്റ് ഡെപ്ത് റിയൽ ഡെപ്ത്, അപ്പാരന്റ് ഡെപ്ത് റിയൽ ഡെപ്ത് വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളും വരുന്നുണ്ട്, ശ്രദ്ധിക്കുക എല്ലാവരും. ഇപ്പോ നോക്കട്ടോ, ഒരു ബീക്കർ ചോദിക്കാറുണ്ട്, ഒരു ബീക്കറിൽ നമ്മൾ ഒരു ലിക്വിഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ടല്ല അവിടെ ലിക്വിഡ് ലിക്വിഡ് ഉണ്ട് എന്ന് മാത്രം മതി, ലിക്വിഡ് ഉണ്ട്. ലിക്വിഡിന്റെ സർഫസ് മുതൽ ബീക്കറിന്റെ അടിഭാഗം വരെയുള്ളതാണ് റിയൽ ഡെപ്ത്. മക്കൾ ഇതാണ് റിയൽ ഡെപ്ത്, ആർ ഡി. റിയൽ ഡെപ്ത് എന്ന് വെച്ചോ, ലിക്വിഡിന്റെ സർഫസ് മുതൽ ബീക്കറിന്റെ അടിഭാഗം വരെ. ഈ ബീക്കറിന്റെ അടിഭാഗത്ത് നമ്മളിത് എങ്ങനെ ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഞാനൊരു ഓറഞ്ച് കളറിൽ വരയ്ക്കുന്ന ഒരു ഒബ്ജക്റ്റ് അവിടെ കാണുന്നുണ്ട്. ഒരു ഒബ്ജക്റ്റ് ബീക്കറിന്റെ അടിഭാഗത്ത് വെച്ചിട്ടുണ്ട്. യെസ്, ഇവിടെ പുറത്തുനിന്ന് ഒരാൾ നോക്കുന്ന സമയത്ത്, മക്കളെ പുറത്തുനിന്ന് ഒരാൾ നോക്കുന്നു, ഇത് കണ്ണാണ് കേട്ടാ, കാണണം, ഇത് കണ്ണാണ്. പുറത്തുനിന്ന് ഒരാൾ നോക്കുന്ന സമയത്ത് ഈ അടിഭാഗത്തുള്ള ഒബ്ജക്റ്റിനെ ഇവിടെയാണ് അയാൾക്ക് കാണാൻ പറ്റുക, കുറച്ച് മുകളിലേക്ക് പൊന്തിയുടെ കാണാൻ പറ്റുക. അപ്പൊ അയാൾക്ക് റിയൽ ഡെപ്ത് ഫീൽ ചെയ്യില്ല, അത്രേ ഉള്ളൂ. അപ്പൊ പുറത്തുനിന്ന് നോക്കുന്ന ഒരാളെ സംബന്ധിച്ച് റിയൽ ഡെപ്ത് എന്ത് ചെയ്യില്ല, ഫീൽ ചെയ്യില്ല. അയാൾക്ക് ഫീൽ ചെയ്യുന്ന ഡെപ്ത് ഇതായിരിക്കും, ഈ ഡെപ്ത് ആയിരിക്കും അയാൾക്ക് ഫീൽ ചെയ്യുക. കാരണം അടിഭാഗത്ത് കാണുന്ന ഈ ഒബ്ജക്റ്റിനെ, ഈ ഓറഞ്ച് കളറിൽ ഞാൻ വരച്ചിട്ടുള്ള ഒബ്ജക്റ്റ് അയാൾ കാണുന്നത് ഇവിടെയാണ്, ഈ ബ്ലൂ കളറിൽ ഞാൻ വരച്ചിട്ടുള്ള സ്ഥലത്തെ കാണുന്നത്. അപ്പോ അയാൾക്ക് ഫീൽ ചെയ്യുന്ന ഡെപ്ത് ആണ് ഏത് ഡെപ്ത്, റിയൽ ഡെപ്ത്, സോറി അപ്പാരന്റ് ഡെപ്ത്. അപ്പൊ അയാൾക്ക് ഫീൽ ചെയ്യുന്ന ഡെപ്ത് ആണ് ഏത് ഡെപ്ത്, പോരട്ടെ, അയാൾക്ക് ഫീൽ ചെയ്യുന്ന ഡെപ്ത് ആണ് അപ്പാരന്റ് ഡെപ്ത്. കേട്ടോ? അപ്പൊ നമ്മൾ ഒരു വെള്ളത്തിന്റെ ഉള്ളിൽ ഒരു മീനിനെ കാണുന്നു വിചാരിക്കുക. നമ്മൾ ആ കാണുന്നത് ശരിക്കുള്ള മീനിന്റെ പൊസിഷനിലല്ല, അത്രേ ഉള്ളൂ. മക്കളെ ശരിക്കുള്ള മീൻ ഇവിടെ ആയിരിക്കണ്ടാവുക, അടിയിൽ. ഇപ്പൊ ഫിഷ് മറ്റേ ഓറഞ്ച് കളറിലുള്ള സ്ഥലത്താണ് ശരിക്കുള്ള ഫിഷ് ഇരിക്കണമെന്ന് ഇരിക്കുക. നമ്മൾ പുറത്ത് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഇവിടെയാ, ഇവിടെ ബ്ലൂ കളറുള്ള സ്ഥലത്താണ് കാണുന്നത്. അപ്പൊ ശരിക്കും വെള്ളത്തിന്റെ ഉള്ളിൽ നമ്മൾ ഫിഷിനെ കാണുന്നു. ആ ഫിഷിനെ കാണുന്ന സ്ഥലത്ത് അവിടെ ശരിക്കും ആക്ച്വലി ആളില്ലാത്ത സ്ഥലത്താണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഏത് ഡെപ്താ കൂടുതൽ, റിയൽ ഡെപ്താ കൂടുതൽ, അപ്പാരന്റ് ഡെപ്താ കൂടുതൽ? പറ, ഏത് ഡെപ്താ കൂടുതൽ, റിയൽ അപ്പാരന്റാ? റിയൽ ഡെപ്ത് ആണ് കൂടുതൽ അല്ലെ? റിയൽ ഡെപ്ത് ഈസ് ഗ്രേറ്റർ ദാൻ അപ്പാരന്റ് ഡെപ്ത്. മകൾ അപ്പൊ അവർ തമ്മിലുള്ള റേഷ്യോ ശ്രദ്ധിച്ചു നോക്കട്ടോ. റിയൽ ഡെപ്ത് ബൈ അപ്പാരന്റ് ഡെപ്ത് ശ്രദ്ധിക്കട്ടെ മക്കളെ. റിയൽ ഡെപ്ത് ബൈ അപ്പാരന്റ് ഡെപ്ത് ഈക്വൽ ടു, റിയൽ ഡെപ്ത് ബൈ അപ്പാരന്റ് ഡെപ്ത് ഈക്വൽ ടു. മക്കളെ ഈ റേഷ്യോ വെറുതെ ഞാൻ അങ്ങനെയാണ് പഠിച്ചു വെച്ചേക്കുന്നത് കേട്ടോ, ഞാൻ അങ്ങനെയാണ് ഓർമ്മിക്കാനും പറയാം നിങ്ങളോട്. ഈ ഡെപ്തുകളുടെ റേഷ്യോ, മുകളിൽ ഏത് ഡെപ്താ, മുകളിൽ റിയൽ ഡെപ്താ, അടിയിൽ ഏത് ഡെപ്താ, അപ്പാരന്റ് ഡെപ്താ? ആരെ വലുത്, റിയൽ ഡെപ്താ വലുത്. അപ്പൊ മുകളില് വലിയ ഒരാളാണ്, അപ്പൊ മുകളിൽ എഴുതുന്ന ആളും വലുതായിരിക്കണം, ഇപ്പർ സൈഡിൽ എഴുതുന്ന, താഴെ അപ്പാരന്റ് ഡെപ്ത് ചെറുതാണ്. അങ്ങനെയാണ് ഞാൻ പഠിച്ചു വെച്ചാണേ. അപ്പോ ഈ ഡെപ്തുകളുടെ റേഷ്യോ ആണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സുകളുടെ റേഷ്യോ. ഡെപ്തുകളുടെ റേഷ്യോ തന്നെയാണ് ഏത് റേഷ്യോ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സുകളുടെ റേഷ്യോ. അപ്പൊ റിയൽ ഡെപ്ത് എന്ന് പറയുമ്പോൾ റിയൽ ഡെപ്ത് വലുതായ കാരണം കൊണ്ട് മക്കളെ ഇവിടെ മുകളിൽ വലിയ റിഫ്രാക്ട്നെസ് എഴുതണം, അതാണ് റിഫ്രാക്ട്നെസ് ഓഫ് ഡെൻസർ മീഡിയം. താഴെ അപ്പാരന്റ് ഡെപ്ത് ചെറുതായിട്ടുണ്ട്, റിഫ്രാക്ട്നെസ് ഓഫ് ഏത് മീഡിയം, പ്രയർ മീഡിയം. അപ്പൊ ഞാൻ എന്റെ മക്കളോട് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഡെപ്തുകളുടെ റേഷ്യോ തന്നെയാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സുകളുടെ റേഷ്യോ എന്ന് മനസ്സിലാക്കുക. ബൈ ഹാർട്ട് പിടിക്കരുത്. ഡെപ്തുകളുടെ റേഷ്യോ തന്നെയാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സുകളുടെ റേഷ്യോ വരിക. അപ്പൊ റിയൽ ബൈ അപ്പാരന്റ് വാ നോക്കട്ടാ, റിയൽ ആണ് വലുത് ബൈ അപ്പാരന്റ്. യെസ്, റിയൽ ബൈ അപ്പാരന്റ് ഈക്വൽ ടു വലുത് ബൈ ചെറുത് എന്ന് പറയുമ്പോൾ ഇവിടെയും വലുത് ബൈ ചെറുതണം. അപ്പോ ഡെൻസർ ബൈ റയർ എന്ന് എഴുതാം. കുഴപ്പമുണ്ടോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉണ്ടോ? ഇല്ല. മിക്കവാറും കേസുകളില് റയർ മീഡിയം എയർ ആയിരിക്കും. നിങ്ങളോട് അങ്ങനെയൊക്കെ ചോദിക്കുക, റയർ മീഡിയം എയർ ആയിരിക്കും, അങ്ങനെയൊക്കെ ചോദിക്കും. അങ്ങനെ റയർ മീഡിയം എയർ ആണെങ്കിൽ ഈ റയർ മീഡിയത്തിന്റെ റിഫ്ലക്സ് 1 ആയി പോകും എയറിന്റെ. അങ്ങനെ വരുമ്പോ റിയൽ ബൈ, അപ്പൊ ശരിക്കുള്ള ഇക്വേഷൻ എഴുതുന്നുണ്ട് കേട്ടോ. അങ്ങനെ വരുമ്പോ റിയൽ ബൈ അപ്പാരന്റ് ഡെപ്ത് എന്ന് പറയുന്നത്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഏത് മീഡിയാണ്, ഡെൻസർ മീഡിയാണ്. അങ്ങനെയാണെങ്കിൽ റിയൽ ബൈ അപ്പാരന്റ് ഡെപ്ത് ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡെൻസർ മീഡിയം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം, റിയൽ ഡെപ്ത് ബൈ അപ്പാരന്റ് ഡെപ്ത് ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡെൻസർ മീഡിയം എന്ന് എഴുതാം, റയർ മീഡിയം എന്താണെങ്കിൽ, എയർ ആണെങ്കിൽ. ഓക്കെ, ഇവിടെ നിന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങൾ പറഞ്ഞുതരാം മക്കളെ. ഈ അപ്പാരന്റ് ഡെപ്തിനെ അങ്ങോട്ട് കൊണ്ടുപോവാ, അപ്പാരന്റ് ഡെപ്തിനെ അങ്ങോട്ട് കൊണ്ടുപോയിക്കോ. അപ്പൊ എന്ത് വരും മക്കളെ, റിയൽ ഡെപ്ത് ഈക്വൽ ടു, ഞാൻ റിയൽ എഴുതാണല്ലോ, റിയൽ ഡെപ്ത് ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡെൻസർ മീഡിയം ഇൻറ്റു അപ്പാരന്റ് ഡെപ്ത്. അതിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടാ? അപ്പാരന്റ് ഡെപ്ത്
അപ്പോ അപ്പാരന്റ് ഡെപ്ത് ഇൻറ്റു റിഫ്രാക്റ്റീവ് ഡെൻസിറ്റി മീഡിയം ചെയ്താൽ നമുക്ക് റിയൽ ഡെപ്ത് കിട്ടും. മക്കൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, പേടിക്കരുത് കേട്ടോ. അങ്ങനെയൊക്കെ ചോദിക്കും. ചോദിക്കാന്ന് ഞാൻ പറഞ്ഞുതരാം. ഡിഫറൻഷിയേറ്റിംഗ് ഓൺ ബോർഡ് സൈഡ്, രണ്ട് സൈഡിലും എന്ത് ചെയ്യുക, ഡിഫറൻഷിയേറ്റ് ചെയ്യുക. മക്കളെ റിയൽ ഡെപ്തിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ, ഡെപ്ത് എന്ന് പറയുമ്പോൾ ദൂരമാണ്, ദൂരത്തിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ വെലോസിറ്റി കിട്ടും. ദൂരത്തിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്ത് കിട്ടും, വെലോസിറ്റി കിട്ടും. അപ്പൊ റിയൽ ഡെപ്തിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, റിയൽ വെലോസിറ്റി കിട്ടും, ശരിക്കുള്ള വെലോസിറ്റി, റിയൽ വെലോസിറ്റി. അപ്പോ റിയൽ ഡെപ്തിനെ ഡിഫറൻറ്റ് ചെയ്തു, റിയൽ വെലോസിറ്റി കിട്ടി. ഇൻറ്റു റിഫ്രാക്റ്റീവ് ഓഫ് ഡെൻസർ മീഡിയം, അത് കോൺസ്റ്റന്റ് മാറ്റി എഴുതി. ഇൻറ്റു അപ്പാരന്റ് ഡെപ്തിനെ ഡിഫറൻഷ്യൽ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, അപ്പാരന്റ് ഡെപ്തിനെ ഡിഫറൻഷ്യൽ ചെയ്താൽ നമുക്ക് അപ്പാരന്റ് വെലോസിറ്റി കിട്ടും. അപ്പോ അങ്ങനെ ഒരു ചോദ്യം ഉണ്ടാവാറുണ്ട്, റിയൽ വെലോസിറ്റി ഈക്വൽ ടു, അതായത് ഒരു ഫിഷ്, അങ്ങനെയൊക്കെ പറയാം, ഒരു അക്വേറിയത്തിൽ ഒരു ഫിഷ് മൂവ് ചെയ്യുന്നു, അങ്ങനെയൊക്കെ ചോദിക്കും. ഒരു അക്വേറിയത്തിൽ ഒരു ഫിഷ് മൂവ് ചെയ്യുന്നു, ആ ഫിഷിന്റെ ശരിക്കുള്ള വെലോസിറ്റി എന്ന് പറയുന്നത്, റിയൽ വെലോസിറ്റി എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഓഫ് ഡെൻസർ മീഡിയം. മക്കളെ അക്വേറിയം ആണെങ്കിൽ വെള്ളമാണ് ഡെൻസർ മീഡിയം, വെള്ളം, ഇൻറ്റു അപ്പാരന്റ് വെലോസിറ്റി. അപ്പാരന്റ് വെലോസിറ്റി നമുക്ക് തോന്നുന്ന വെലോസിറ്റി ആണ് കേട്ടോ, നമുക്ക് തോന്നുന്ന വെലോസിറ്റിയാണ് അപ്പാരന്റ് വെലോസിറ്റി. അപ്പൊ നമുക്ക് തോന്നുന്ന വെലോസിറ്റി ഇൻറ്റു ഡെൻസർ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ചെയ്താൽ നമുക്ക് കിട്ടും, റിയൽ വെലോസിറ്റി കിട്ടും. അപ്പൊ നമുക്ക് ഡെപ്തും ശരിക്കും ഫീൽ ചെയ്യുന്നില്ല, നമുക്ക് വെലോസിറ്റിയും ശരിക്കും ഫീൽ ചെയ്യില്ല. അപ്പൊ നമ്മൾ അക്വേറിയത്തിൽ നോക്കുമ്പോൾ ഫിഷ് ഇങ്ങനെ മൂവ് ചെയ്യുന്ന വെലോസിറ്റി ശരിക്കുള്ള വെലോസിറ്റിയിലല്ല നമ്മൾ കാണുന്നത്. ശരിക്കും ഫിഷിന് വേറെ വെലോസിറ്റിയാണ്, നമ്മൾ കാണുന്നത് അപ്പാരന്റ് വെലോസിറ്റിയിലാണ്. സംശയം ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ? യെസ്. കഴിഞ്ഞോ? അടുത്ത പറയട്ടെ. നോക്ക്, അവാടാ നോക്കട്ടോ. ഒരു ചെറിയ കാര്യം പറയാണ്ട്, ബീക്കറിൽ ഇങ്ങനെ വെള്ളം. ഓക്കെ, വാ മക്കളെ, ഇതാണ് ഏത് ഡെപ്ത് ഇടാ, ഇത് ഏത് ഡെപ്ത് ആലോചിച്ച് പറ. റിയൽ ഡെപ്ത്. റിയൽ ഡെപ്ത് ആണ്. ഓക്കെ, റിയൽ ഡെപ്ത് ആദ്യം. ഈ ഒബ്ജക്റ്റ് നമുക്ക് ഇവിടെ അല്ലേ കാണാൻ പറ്റുള്ളൂ. ഇത് ഏത് ഡെപ്താ, അപ്പാരന്റ് ഡെപ്ത്. അപ്പാരന്റ് ഡെപ്ത്. മക്കളെ ഈ റിയൽ ഡെപ്ത് ഇതാ, ഈ ഒബ്ജക്റ്റ് മുകളിലേക്ക് കുറച്ച് പൊന്തി കാണപ്പെടുന്നുണ്ട് അല്ലെ. ഇത് ഇവിടെ കാണുന്ന ഈ ശരിക്കും ഒബ്ജക്റ്റ് താഴെയാണ്, അത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അത് മുകളിലേക്ക് പൊന്തിയിട്ട് കാണപ്പെടുന്നത്. ഇവിടെയുള്ള ഒബ്ജക്റ്റ് ഇങ്ങോട്ടാണ് കാണുന്നത്, ശരിയാണോ? യെസ്. ഈ ദൂരത്തിന് പറഞ്ഞ പേരാണ് മക്കളെ, ഇതാ ഈ ദൂരം, ഈ താഴെ കാണുന്ന ഒബ്ജക്റ്റ് കുറച്ച് മുകളിലേക്ക് പൊന്തിയിട്ട് കാണുന്നില്ലേ, ഈ പൊന്തി നിൽക്കുന്ന ഈ ദൂരമാണ് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ദൂരമാണ് ഷിഫ്റ്റ്. അപ്പൊ ആക്ച്വലി ഷിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ ഡെപ്ത് മൈനസ് അപ്പാരന്റ് ഡെപ്ത് ആണ്, ശരിയാണോ? റിയൽ ഡെപ്ത് മൈനസ് അപ്പാരന്റ് ഡെപ്ത് ആണ് ഷിഫ്റ്റ്. അപ്പൊ ഷിഫ്റ്റ് കണ്ടുപിടിക്കാൻ ചിലപ്പോൾ ചോദിക്കുക, അതൊക്കെയാണ് അതിന്റെ പ്രശ്നം. അപ്പൊ ഷിഫ്റ്റ് ഈക്വൽ ടു റിയൽ മൈനസ് അപ്പാരന്റ് ആണ് ഷിഫ്റ്റ്, ശരിയാണോ?
റിയൽ മൈനസ് അപ്പാരന്റ് ആണ് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. മക്കളെ ഈ ദൂരം. അപ്പൊ ഞാൻ ഒന്നുകൂടി പറഞ്ഞു, ഇതാണ് റിയൽ ഡെപ്ത്, ഇവിടെയാണ് റിയൽ ഡെപ്ത്. പക്ഷേ ഈ ഒബ്ജക്റ്റ് നമ്മൾ ഇവിടെ കാണുള്ളൂ. അപ്പൊ ഇതാണ് അപ്പാരന്റ് ഡെപ്ത് അല്ലെ, ഇതാണ് അപ്പാരന്റ് ഡെപ്ത്. അപ്പൊ ഈ ദൂരമാണ് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. എത്ര പൊന്തി നിൽക്കുന്നു അതാണ് ഷിഫ്റ്റ്. അപ്പൊ ഷിഫ്റ്റ് വരണമെങ്കിൽ മക്കൾ എന്ത് വരും? റിയൽ മൈനസ് അപ്പാരന്റ് വരും. നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചു നോക്കി കേട്ടാ, ഇവിടെ ഒരു ഇക്വേഷൻ കണ്ടാ, റിയൽ ഡെപ്ത് ഈക്വൽ ടു എൻ ഡി ഇൻറ്റു അപ്പാരന്റ് ഡെപ്ത് എന്ന് കണ്ടില്ലേ? ആ ഇക്വേഷൻ പിടിച്ചോ. അപ്പൊ ഷിഫ്റ്റ് ഈക്വൽ ടു ശ്രദ്ധിക്കട്ടാ, ഷിഫ്റ്റ് ഈക്വൽ ടു റിയൽ മൈനസ് മക്കളെ അപ്പാരന്റ് ഡെപ്തിന് പകരം ഞാൻ നമ്മൾ നേരത്തെ ചെയ്ത സാധനം മക്കളെ റിയൽ ഈക്വൽ ടു എന്താ എഴുതിയിട്ടുണ്ടായിരുന്നു? റിയൽ ഈക്വൽ ടു റിഫ്രാക്ട്സ് ഓഫ് ഡെൻസർ മീഡിയം ഇൻറ്റു അപ്പാരന്റ് എഴുതിയിട്ടുണ്ടായിരുന്നു. ഈ റിഫ്രാക്ട്നെസ് ഓഫ് ഡെൻസറിനെ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ മക്കളെ റിയൽ ബൈ റിഫ്രാക്ട്നെസ് ഓഫ് ഡെൻസർ ആണ് എന്ത്? അപ്പാരന്റ് ഡെപ്ത്. അപ്പൊ ഈ അപ്പാരന്റ് ഡെപ്തിന് പകരം ഞാൻ ഇവിടെ എന്ത് എഴുതുന്നു? റിയൽ മൈനസ് റിഫ്രാക്ട്സ് ഓഫ് ഡെൻസർ എന്ന് എഴുതുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഷിഫ്റ്റ് ഈക്വൽ ടു ശരിക്കുള്ള ഡെപ്ത്, റിയൽ ഡെപ്ത് ഇൻറ്റു 1 - 1 ബൈ റിഫ്രാക്ട്നെസ് ഓഫ് ഡെൻസർ മീഡിയം എന്നാണ്. അപ്പൊ ഞാൻ ഒന്നുകൂടെ എഴുതുന്നു, ഷിഫ്റ്റ് ഈക്വൽ ടു എത്രമാത്രം ഇത് പൊന്തി നിൽക്കുന്നു എന്നത് പറയുന്നത് അവിടെ ശരിക്കുള്ള ഡെപ്ത്, റിയൽ ഡെപ്ത് ഇൻറ്റു 1 - 1 ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡെൻസർ മീഡിയം. തെറ്റിക്കോ? തെറ്റിക്കുമോ? കിട്ടിയാ? പറയടേ, ഒന്നുകൂടി പറയണ. അടുത്ത് പറയട്ടെ എന്നാ വെച്ചാ, അടുത്ത് പറയട്ടെ. ആ, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ TIR എന്ന് പറയും. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ബേസിക് സാധനം മാത്രമേ പറയുള്ളൂ കേട്ടോ, ശ്രദ്ധിക്കണം. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ലൈറ്റ് എവിടുന്ന് എവിടേക്ക് വരണം? ലൈറ്റ് ഡെൻസർ എന്ന് എവിടേക്ക് പോകണം? ഡെൻസർ ടു റയർ മീഡിയം പോകണം. ഒന്ന്, ലൈറ്റ് ഡെൻസർ മീഡിയത്തിൽ നിന്ന് റയർ മീഡിയത്തിലേക്ക് പോകണം. അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പൊ മക്കളെടാ നോക്കിട്ടാ, ബേസിക് ഒറ്റ ഐഡിയ പറയുള്ളൂ കേട്ടോ, വേറെ ഒന്നും പറയില്ല. ഇതാണ് ഡെൻസർ മീഡിയം. അടിഭാഗത്ത് കാണുന്നതാണ് ഡെൻസർ മീഡിയം, മുകൾ ഭാഗത്തുള്ളതാണ് റയർ മീഡിയം. നമ്മളിത് അടിഭാഗത്ത് ഇത് സോഴ്സ് വെച്ചു, ഇവിടെ സോഴ്സ് വെച്ചിട്ടുണ്ട്. ഈ സോഴ്സിൽ നിന്ന് ഫസ്റ്റ് ഒരു ലൈറ്റർ ഞാൻ വരയ്ക്കുന്നു. ഒറ്റ ലൈറ്ററെ വരയ്ക്കുള്ളൂ, കൂടുതലായിട്ടൊന്നും വരയ്ക്കില്ല. ലൈറ്റർ വരയ്ക്കുന്നു. ഈ ലൈറ്റർ ഇവിടെ വന്ന് വീഴുന്നു. ആ ലൈറ്ററെ റിഫ്രാക്ട് ചെയ്തിട്ട് അലോങ് ദ സർഫസ് പാസ് ചെയ്യുന്നു. പ്ലീസ് നോട്ട് ദ പോയിന്റ്. ലൈറ്ററെ പാസസ് അലോങ് ദ സർഫസ്. ഇങ്ങനെയാണ് ലൈറ്ററെ പാസ് ചെയ്യണത്, കണ്ട? അലോങ് ദ സർഫസ് ലൈറ്ററെ പാസ് ചെയ്യുന്നു. അപ്പൊ ഈ അലോങ് ദ സർഫസ് ലൈറ്ററെ പാസ് ചെയ്യണമെങ്കിൽ അവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെ പറയുന്ന പേരാണ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ക്രിട്ടിക്കൽ ആംഗിൾ. അവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെ പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ ആംഗിൾ, പഠിച്ചിട്ടുണ്ടാവണം. സോ ക്രിട്ടിക്കൽ ആംഗിൾ ചോദിക്കും. ക്രിട്ടിക്കൽ ആംഗിൾ വെച്ച് നീറ്റിന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടാ. ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു, ഭയങ്കര ലോക്കൽ ക്വസ്റ്റ്യൻ ആണ്. ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, അതായത് ക്രിട്ടിക്കൽ ആംഗിളിൽ വന്ന് വീഴുന്ന ഒരു ലൈറ്ററെ, ക്രിട്ടിക്കൽ ആംഗിളിൽ വന്ന് വീഴുന്ന ലൈറ്ററേക്ക് എന്ത് സംഭവിക്കും? ക്രിട്ടിക്കൽ ആംഗിളിൽ വന്ന് വീഴുന്ന ലൈറ്ററെ റിഫ്രാക്ട് ചെയ്തിട്ട് ഏത് വഴി പാസ് ചെയ്യും മക്കളെ? ക്രിട്ടിക്കൽ ആംഗിളിൽ വന്ന് വീഴുന്ന ലൈറ്ററെ റിഫ്രാക്ട് ചെയ്തിട്ട് അലോങ് ദ സർഫസിൽ കൂടെ പാസ് ചെയ്യും. ഈ അലോങ് ദ സർഫസ്, ഈ കറുത്ത ബ്ലാക്ക് കളറിൽ വരയ്ക്കുന്നതാണ് റിഫ്രാക്ടർ. അലോങ് ദ സർഫസിലൂടെ പാസ് ചെയ്യും. അങ്ങനെ അലോങ് ദ സർഫസിലൂടെ പാസ് ചെയ്യുമ്പോൾ അവിടുത്തെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എത്ര ഡിഗ്രി ആണെന്നറിയോ? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രിയാണ്. സോ ക്രിട്ടിക്കൽ ആംഗിളിന്റെ പ്രത്യേകത, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ക്രിട്ടിക്കൽ ആംഗിൾ ആയി കഴിഞ്ഞാൽ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? റിഫ്രാക്റ്റഡ് റേ അലോങ് ദ സർഫസ് പാസ് ചെയ്യും, റിഫ്രാക്റ്റഡ് റേ അലോങ് ദ സർഫസ് കൂടെ പാസ് ചെയ്യും. അത് പഠിച്ചു വെക്കണം. അപ്പോ ടോട്ടൽ റിഫ്ലക്ഷൻ നിങ്ങൾ ആകെ കൂടി പഠിക്കേണ്ട ഒരു ഐറ്റം അത് തന്നെയാണ്. ഒന്നുകൂടി പറഞ്ഞു, ഒരു ലൈറ്റ് റേ ഇങ്ങനെ വരുന്നു, ലൈറ്റ് റേ ഇങ്ങനെ വന്നിട്ട് അവരെന്ത് ചെയ്യുന്നു? ഇവിടെ വന്ന് വീഴുന്നു. ഈ വന്ന് വീഴുന്ന ഈ ആംഗിൾ ക്രിട്ടിക്കൽ ആംഗിൾ ആണെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് നടക്കുക. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ക്രിട്ടിക്കൽ ആംഗിൾ ആണെങ്കിൽ രണ്ട് കാര്യങ്ങൾ നടക്കും. ഒന്ന്, ആ ലൈറ്റ് റേ ഏതിൽ കൂടെ പാസ് ചെയ്യും? ആ ലൈറ്റ് റേ അലോങ് ദ സർഫസ് ഇങ്ങനെ അലോങ് ദ സർഫസ് കൂടെ പാസ് ചെയ്യും. രണ്ട്, അവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. കുഴപ്പമുണ്ടോ? ആർക്കെങ്കിലും 3 പ്രാവശ്യം ഞാൻ പറഞ്ഞു, കുഴപ്പമുണ്ടോ? അപ്പൊ ക്രിട്ടിക്കൽ ആംഗിൾ വരുമ്പോൾ അതാണ് സംഭവിക്കുക.
ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കുറവാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എങ്കിൽ മക്കളെ ഇതൊക്കെ ഈ ബ്ലൂ കളറിൽ വരയ്ക്കുന്നത് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കുറവാണ്, പുറത്തേക്ക് പോകും. ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കുറവാണ്, പുറത്തേക്ക് പോകും. ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കുറവാണ്, പുറത്തേക്ക് പോകും. അപ്പൊ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കുറവാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എങ്കിൽ അവറ്റുള്ള പുറത്തേക്ക് പോകും ലൈറ്റ്. ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടുതലായി കഴിഞ്ഞാൽ തട്ടി തിരിച്ചു വരും. കണ്ടോ, വരയ്ക്കുന്നുണ്ട്, തട്ടിയിട്ട് അത് തിരിച്ചു വരും. അപ്പോ ക്രിട്ടിക്കൽ ആംഗിളാണ് അവിടുത്തെ മെയിൻ റോൾ കളിക്കണേ. ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കുറവാണെങ്കിൽ പുറത്തു പോകും, ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യുന്നത്, തട്ടി തിരിച്ചു വരും. അപ്പോ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ക്രിട്ടിക്കൽ ആംഗിൾ ആയി കഴിഞ്ഞാൽ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എത്ര ഡിഗ്രിയാ പറ? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി. സംശയണ്ട, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി കിട്ടും. റിഫ്രാക്റ്റഡ് ഇതിൽ കൂടെ പാസ് ചെയ്യും മക്കളെ, റിഫ്രാക്റ്റഡ് റേ അലോങ് ദ സർഫസ്. റിഫ്ലക്ട് അലോങ് ദ സർഫസ് കൂടെ പാസ് ചെയ്യും. തെറ്റിക്കോ, ഇവിടെ സ്നെൽസ് ലോ അപ്ലൈ ചെയ്യാം മക്കളെ. അപ്ലൈ സ്നെൽസ് ലോ, അതാണ് ആ കൂടി പഠിക്കാനുള്ളത്. ഇവിടെ സ്നെൽസ് ലോ അപ്ലൈ ചെയ്യാം. എന്താ സ്നെൽസ് ലോ പറഞ്ഞേ? സ്നെൽസ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ സൈൻ ഐ ബൈ സൈൻ ആർ ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം ബൈ ഫസ്റ്റ് മീഡിയം ഈക്വൽ ടു വെലോസിറ്റി ഇൻ ഫസ്റ്റ് മീഡിയം ബൈ വെലോസിറ്റി ഇൻ സെക്കൻഡ് മീഡിയം ഈക്വൽ ടു വേവ് ലെങ്ത് ഇൻ ഫസ്റ്റ് മീഡിയം ബൈ വേവ് ലെങ്ത് ഇൻ സെക്കൻഡ് മീഡിയം. ഇതാണ് ഇതിലോ സ്നെൽസ് ലോ. മക്കളെ ഇവിടെ അപ്ലൈ ചെയ്യുക. സൈൻ ഐ എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ആംഗിൾ ആണ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് വിളിച്ചു. ബൈ സൈൻ ആർ എത്ര ഡിഗ്രി മക്കളെ? സൈൻ ആർ 90 ഡിഗ്രി ആണ് കിട്ടി. അപ്പൊ സൈൻ സി ബൈ സൈൻ 90 ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം. മക്കളെ സെക്കൻഡ് മീഡിയം എന്ന് പറയുമ്പോൾ ലൈറ്റ് എവിടേക്കാണ് എൻട്രി ചെയ്യുന്നത്, അതാണ് സെക്കൻഡ് മീഡിയം. ലൈറ്റ് എൻട്രി ചെയ്യുന്ന മീഡിയം, അതായത് ലൈറ്റ് ഏത് മീഡിയത്തിലേക്കാണ് എൻട്രി ചെയ്യുന്നത്? ഇവിടെ ഏത് മീഡിയത്തിലേക്ക് എൻട്രി ചെയ്യണേ? റയറിലേക്കാണ് എൻട്രി ചെയ്യണേ. അപ്പൊ റയറാണ് സെക്കൻഡ് മീഡിയം. എവിടെ നിന്നാണ് വരുന്നത്? അതാണ് ഫസ്റ്റ് മീഡിയം. അപ്പൊ ഡെൻസർ എന്നാണ് വരുന്നത്, അതാണ് ഫസ്റ്റ് മീഡിയം. അപ്പൊ മക്കളെ ലൈറ്റ് വരുന്ന മീഡിയം ഡെൻസറും ലൈറ്റ് എൻട്രി ചെയ്യുന്ന മീഡിയം റയറുമാണ്. അപ്പൊ ലൈറ്റ് എവിടേക്കാണ് എൻട്രി ചെയ്യണേ? റയറിലേക്കാണ് എൻട്രി ചെയ്യണേ. അതാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം. അപ്പൊ സെക്കൻഡ് മീഡിയം എന്ന് പറയുമ്പോൾ റയർ എന്ന് എഴുതി, ബൈ ഫസ്റ്റ് മീഡിയം എന്ന് പറയുമ്പോൾ ഡെൻസർ എന്ന് എഴുതി. അപ്പോ സൈൻ സി ബൈ സൈൻ 90 ഈക്വൽ ടു റിഫ്രാക്റ്റൻസ് ഓഫ് റയർ ബൈ ഡെൻസർ. വെലോസിറ്റി ഇൻ ഡെൻസർ, തലതിരി വിട്ട മക്കളെ, വെലോസിറ്റി ഇൻ ഡെൻസർ ബൈ വെലോസിറ്റി ഇൻ റയർ ഈക്വൽ ടു വേവ് ലെങ്ത് ഇൻ ഡെൻസർ ബൈ വേവ് ലെങ്ത് ഇൻ റയർ. മറക്കരുത് കേട്ടാ. ഇതാണ് സ്നെൽസ് ലോ ഇവിടെ അപ്ലൈ ചെയ്താലുള്ള കണ്ടീഷൻ. അതായത് സൈൻ 90യുടെ വാല്യൂ എത്രയാണ്? സൈൻ 90 വാല്യൂ 1 ആണ്. സൈൻ 90 1 ആണ്. അപ്പോ ഇങ്ങനെ എഴുതാം, സൈൻ ഓഫ് ക്രിട്ടിക്കൽ ആംഗിൾ ഈക്വൽ ടു രണ്ട് രീതി എഴുതാം. റിഫ്രാക്റ്റ് ഇൻഡെക്സ് ഓഫ് റയർ ബൈ റിഫ്രാക്റ്റ് ഇൻഡെക്സ് ഓഫ് ഡെൻസർ എന്ന് എഴുതാം. ഈക്വൽ ടു വെലോസിറ്റി, തലരിയും വെലോസിറ്റി ഇൻ ഡെൻസർ ബൈ വെലോസിറ്റി ഇൻ റയർ എന്ന് എഴുതാം. ഈക്വൽ ടു ലാംഡ ഓഫ് ഡെൻസർ ബൈ ലാംഡ ഓഫ് റയർ എന്ന് എഴുതാം. ഇത് വെച്ചിട്ട് പ്രോബ്ലം ഉണ്ട്. അപ്പോ ഞാൻ വീണ്ടും പറഞ്ഞു, സൈൻ ഓഫ് ക്രിട്ടിക്കൽ ആംഗിൾ ഈക്വൽ ടു റിഫ്രാക്റ്റ് ഇൻഡെക്സ് ഓഫ് റയർ ബൈ ഡെൻസർ ഈക്വൽ ടു വെലോസിറ്റി ഇൻ ഡെൻസർ ബൈ വെലോസിറ്റി ഇൻ റയർ ഈക്വൽ ടു ലാംഡ ഡെൻസർ ബൈ ലാംഡ റയർ. ഇതാണ് ടോട്ടൽ ആൻഡ് റിഫ്ലക്ഷനിൽ പഠിക്കുന്ന മെയിൻ ഐറ്റം, ഒന്നാമത്തെ ഐറ്റം. തെറ്റിക്കോ? ഡൗട്ട് ഉണ്ടോ? ഡൗട്ടില്ലല്ലോ? ഓക്കെ, അപ്പൊ അത് പഠിക്കണ്ട. സയൻസിയുടെ വാല്യൂ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു ഇത് വരുന്നത്, ഇപ്പോ ചിലപ്പോ ഇങ്ങനെ ഒരു ഫിഗറൊക്കെ തരും, ഇതിങ്ങനെ ഒരു ഫിഗറൊക്കെ തരും. നമ്മളെ മനഃപൂർവ്വം ഒക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ അവർ ചെയ്യാൻ നോക്കും. ഇതെങ്ങനെ ഒരു ഫിഗർ തരും, ഇതെങ്ങനെ ഒരു ലൈറ്റർ വരുന്നു, മകൾ ലൈറ്റർ വന്നിട്ട് ഇത് അലോങ് ദ സർഫസ് പാസ് ചെയ്യുന്നു. ഈ അലോങ് ദ സർഫസ് പാസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പിച്ചോ ഈ ആംഗിൾ എന്തായിരിക്കും മക്കളെ? അലോങ് ദ സർഫസ് പാസ് ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ ആംഗിൾ എത്രയായിരിക്കും? ടൈപ്പ് ചെയ്താക്കി. അലോങ് ദ സർഫസ് പാസ് ചെയ്യണമെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? ക്രിട്ടിക്കൽ ആംഗിൾ. ഇത് ക്രിട്ടിക്കൽ ആംഗിൾ ആയിരിക്കും. ഇത് ക്രിട്ടിക്കൽ ആംഗിൾ ആണെങ്കിൽ മക്കൾ ഇതെന്തായിരിക്കും? ഇതും ക്രിട്ടിക്കൽ ആംഗിൾ ആയിരിക്കും അല്ലെ? ഇത് ചിലപ്പോ 3 തരും, ഇത് ചിലപ്പോ 4 തരും, ഇത് 5 സെന്റിമീറ്റർ ഒക്കെ തരും. അപ്പോ ഇത് ക്രിട്ടിക്കൽ ആംഗിൾ ആണെന്ന് കിട്ടി മക്കളെ. വാടി സൈൻ സി ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോന്യൂസ്. എത്രയാ? 3/5. അപ്പൊ നമുക്ക് അവിടുന്ന് സൈൻ സി കിട്ടും. സൈൻ സി ഈക്വൽ 3/5. മക്കളെ സൈൻ സി ആണ് എന്ത്? റിഫ്രാക്റ്റ് ഇൻഡെക്സ് ഓഫ് റയർ ബൈ ഡെൻസർ. അത് തന്നെയാണ് എന്ത്? വെലോസിറ്റി ഇൻ ഡെൻസർ ബൈ വെലോസിറ്റി ഇൻ റയർ. അത് തന്നെയാണ് എന്ത്? ലാംഡ ഓഫ് ഡെൻസർ ബൈ ലാംഡ ഓഫ് റയർ. അങ്ങനെ വെച്ചിട്ടൊരു കളി കളിക്കും. അപ്പൊ ഇതിലേതെങ്കിലും ഒരു വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഒരു ചോദ്യമൊക്കെ ചോദിക്കും.
അപ്പൊ നിങ്ങൾ ആകെ കൂടി മനസ്സിലാക്കേണ്ടത് എലോങ് ദ സർഫസ് പാസ് ചെയ്യാണോ മറ്റേ ആംഗിൾ ക്രിട്ടിക്കൽ ആംഗിളാ. ക്രിട്ടിക്കൽ ആംഗിളിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻസ് വീണ്ടും വീണ്ടും ഞാൻ ഇങ്ങനെ 10 പ്രാവശ്യം എഴുതുന്നുണ്ടാ. സൈൻ സി ഈക്വൽ ടു റെയറർ ബൈ ഡെൻസർ, വെലോസിറ്റി ഇൻ ഡെൻസർ ബൈ വെലോസിറ്റി ഇൻ റെയറർ, വേവ് ലെങ്ത് ഓഫ് ഡെൻസർ ബൈ വേവ് ലെങ്ത് ഇൻ റെയറർ. അതാണ് ക്രിട്ടിക്കൽ ആംഗിളോടെയുള്ള ഇക്വേഷൻ. തെറ്റിക്കോ? ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ എനിക്ക് ഓർമ്മയുള്ളത്, ഇവർ ഈ വെലോസിറ്റികൾ തരും, 2 മീഡിയത്തിലുള്ള വെലോസിറ്റി തരും. ഇപ്പൊ വെലോസിറ്റി വി, ഞാൻ ഒരു മീഡിയം പറഞ്ഞുതരാം. വെലോസിറ്റി വി ഈക്വൽ ടു 2 × 10⁸ തരും, വെലോസിറ്റി ഈക്വൽ ടു 3 × 10⁸ തരും. 2 മീഡിയത്തിലെ വെലോസിറ്റികൾ തരും. എന്നിട്ട് ഫൈൻഡ് ക്രിട്ടിക്കൽ ആംഗിൾ ചോദിക്കും. ഇത് ചോദിച്ചിട്ടുണ്ട്, ഫൈൻഡ് ക്രിട്ടിക്കൽ ആംഗിൾ ചോദിക്കും. അപ്പൊ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും മക്കളെ? സൈൻ സി ഈക്വൽ ടു എന്ത് എഴുതിയണേ? വെലോസിറ്റി ഓഫ് ഡെൻസർ ബൈ വെലോസിറ്റി ഓഫ് റെയർ. ഈ ഡെൻസറിന്റെ വെലോസിറ്റി ഇതിൽ ആരാണ് ഇങ്ങനെ തിരിച്ചറിയാം? ഡെൻസർ മീഡിയത്തിൽ വെലോസിറ്റി കുറവായിരിക്കും. അപ്പൊ ഡെൻസർ മീഡിയത്തിലെ വെലോസിറ്റി 2 × 10⁸ റെയർ മീഡിയത്തിലെ വെലോസിറ്റി 3 × 10⁸ ആയിരിക്കും. മക്കളെ 10⁸ വെട്ടിപ്പോയി. അപ്പൊ സൈൻ സി ഈക്വൽ ടു 2/3 കിട്ടി. അപ്പൊ സൈൻ സി ഈക്വൽ എന്ത് കിട്ടി? സൈൻ സി ഈക്വൽ ടു 2/3 എന്ന് കിട്ടി. സി ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 2/3. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ചിലപ്പോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ഞാൻ പറഞ്ഞുതരാട്ടാ, ശ്രദ്ധിച്ചേക്കട്ടാ. ഇങ്ങനെ ഈ ഒരു ക്വസ്റ്റ്യൻ 2024 2023 ചോദിച്ചിട്ടുണ്ട്. എക്സ് ഡിസ്റ്റൻസ്, ഒരു മീഡിയത്തിലെ എക്സ് ഡിസ്റ്റൻസ് ടി ടൈം കൊണ്ട് കവർ ചെയ്യുന്നു. മറ്റൊരു മീഡിയത്തില് അതേ ടൈം കൊണ്ട് 10x ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്യുന്നത്. 10x ഡിസ്റ്റൻസ് ടി ടൈം കൊണ്ട് കവർ ചെയ്യുന്നു. മക്കളെ മനസ്സിലായടാ? ടി സമയം കൊണ്ട് ആദ്യത്തെ മീഡിയത്തിൽ എക്സ് ഡിസ്റ്റൻസും രണ്ടാമത്തെ മീഡിയത്തിൽ 10x ഡിസ്റ്റൻസും കവർ ചെയ്യുന്നു. ഫൈൻഡ് ക്രിട്ടിക്കൽ ആംഗിൾ. ഇങ്ങനെ ചോദിച്ചേ, ക്രിട്ടിക്കൽ ആംഗിൾ എത്രയാണ് കണ്ടുപിടിക്കാൻ നമ്മൾ പെട്ടു. അപ്പോൾ അവിടേക്കാണ് എന്ത് ചെയ്യണത്? നമുക്ക് സൈൻ സി ഈക്വൽ ടു മക്കളെ വെലോസിറ്റി ഇൻ ഡെൻസർ ബൈ വെലോസിറ്റി എന്താണ്? റെയർ. ഇതല്ലേ സൈൻ സി ഈക്വൽ ടു വെലോസിറ്റി ഇൻ ഡെൻസർ ബൈ വെലോസിറ്റി ഇൻ റെയർ. മക്കളെ വെലോസിറ്റി ഇക്വേഷൻ ഡിസ്റ്റൻസ് ബൈ ടൈം അറിയോ? വെലോസിറ്റിക്ക് ഡിസ്റ്റൻസ് ബൈ ടൈം ഇക്വേഷൻ ഉണ്ട്. കണ്ട, അവര് വളരെ ബോധപൂർവ്വമാണ് നിങ്ങളെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഡിസ്റ്റൻസ് ടൈം ആണെന്ന്. അങ്ങനെ നമ്മൾ അങ്ങനെ ഡിസ്റ്റൻസ് ടൈം നോട്ട് എന്തൊരു ക്രിട്ടിക്കൽ ആംഗിൾ എന്നാണ് നമ്മൾ ചിന്തിക്കുക. പക്ഷെ ഒരു കുറച്ച് ബോധം എവിടെയെങ്കിലും ഒരു കൊളുത്തുള്ള കുട്ടിക്ക് മനസ്സിലാവും ഡിസ്റ്റൻസ് ടൈം എന്ന് പറഞ്ഞാൽ അത് ബൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെലോസിറ്റി കിട്ടും. അപ്പോ ആദ്യത്തെ ഡിസ്റ്റൻസ് എക്സ് ബൈ ടൈം ആണ് വെലോസിറ്റി. അപ്പോൾ മറ്റേത് കിട്ടി. റെയർ മീഡിയം 10x ബൈ ടൈം ആണ് അവിടുത്തെ വെലോസിറ്റി. അതാ ഡിസ്റ്റൻസും ടൈമും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വെലോസിറ്റി കിട്ടി. അപ്പൊ ടൈം വെട്ടിപ്പോവും, എക്സും വെട്ടിപ്പോവും. അപ്പൊ സൈൻ സി ഈക്വൽ ടു 1/10 എന്നുള്ള ഈ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ ആണ് കിട്ടുന്നത്. പക്ഷെ ആ റിലേഷൻ ഓർമ്മതാണ്. അപ്പൊ സൈൻ ഓഫ് ക്രിട്ടിക്കൽ ആംഗിൾ ഈക്വൽ ടു റെയറർ ബൈ ഡെൻസർ മറക്കരുത്, വെലോസിറ്റി ഇൻ ഡെൻസർ ബൈ വെലോസിറ്റി ഇൻ റെയറർ മറക്കരുത്, വേവ് ലെങ്ത് ഇൻ ഡെൻസർ ബൈ വേവ് ലെങ്ത് ഇൻ റെയറർ മറക്കരുത്. തെറ്റിക്കോ? സംശയം ഉണ്ടോ? പറയണ മക്കളെ, ഡൗട്ട് ഉണ്ടോ? കുഴപ്പമില്ലല്ലോ. ഇനി അടുത്തൊരു സാധനം വരാം, പറഞ്ഞുതരാം, നോക്കിട്ടാ. ഇപ്പോ സൈൻ ഓഫ് സി ഈക്വൽ ടു റെയറർ ബൈ ഡെൻസർ മീഡിയം ആണ്. സപ്പോസ് റെയറർ മീഡിയം എയർ ആണെങ്കിൽ, മിക്കവാറും അങ്ങനെയാണല്ലോ, മിക്കവാറും റെയർ മീഡിയം എയർ ആയിട്ട് വരാറ്. അപ്പൊ മക്കളെ എയർ ആണെങ്കിൽ റെയർ മീഡിയത്തിന്റെ റിഫ്രാക്റ്റൻസ് 1 ആണ്. അപ്പൊ സൈൻ സി ഈക്വൽ ടു എന്ത് വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈൻ സി ഈക്വൽ ടു 1 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡെൻസർ മീഡിയം എന്ന് വരും. കാണാം, നിങ്ങൾക്ക് അങ്ങനെ ഒരു സാധനം കാണാം. റെയറർ മീഡിയം എയർ ആണെങ്കിൽ അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1 ആയിട്ട് എടുക്കാം. അപ്പോൾ സൈൻ സി ഈക്വൽ ടു 1 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡെൻസർ മീഡിയം വരും. നമ്മൾ നേരത്തെ കോഷീസ് ഫോർമുല പറഞ്ഞപ്പോ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡില് വേവ് ലെങ്ത് കൂടുതൽ റെഡിനും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവ് റെഡിനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. വയലറ്റിന്റെ കേസിൽ വേവ് ലെങ്ത് കുറവ് വയലറ്റിനും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ക്രിട്ടിക്കൽ ആംഗിൾ നമ്മൾ റിലേഷൻ നിങ്ങൾ ശ്രദ്ധിക്കട്ടോ. ഞാൻ ഒരു പ്രാവശ്യം എഴുതി തരാം. സൈൻ സി ഈക്വൽ ടു 1 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡെൻസർ മീഡിയം. അപ്പോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുന്തോറും മക്കളെ ക്രിട്ടിക്കൽ ആംഗിൾ കുറയുക ചെയ്യാം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുന്തോറും ക്രിട്ടിക്കൽ ആംഗിൾ കുറയും. അപ്പൊ ഇവിടെ നോക്കുമ്പോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതൽ ആർക്കാണ്? വയലറ്റിനാണ്. അപ്പൊ അവിടെ ക്രിട്ടിക്കൽ ആംഗിൾ കുറവായിരിക്കും. റെഡിനാണ് ക്രിട്ടിക്കൽ ആംഗിൾ കൂടുതൽ. അപ്പോ കളറുകളിൽ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡില് വേവ് ലെങ്ത് കൂടുതൽ റെഡിന്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവ് റെഡിന്, ക്രിട്ടിക്കൽ ആംഗിൾ കൂടുതൽ റെഡിന്.
വേവ് ലെങ്ത് കുറവ് വയലറ്റിന് ക്രിട്ടിക്കൽ റിഫ്രാക്ട് ഇൻഡെക്സ് കൂടുതൽ വയലറ്റിന്, ക്രിട്ടിക്കൽ ആംഗിൾ കുറവ് വയലറ്റിന്. ഈ കുറവ് ക്രിട്ടിക്കൽ ആംഗിൾ ഉള്ളവനാണ് ഹൈ ചാൻസ് ഫോർ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. അപ്പൊ ഏറ്റവും കൂടുതൽ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുന്ന കളർ ഏതാ? വയലറ്റാ. ഏറ്റവും ആദ്യം നടക്കുക വയലറ്റിനാ. റെഡിനെ സംബന്ധിച്ച് ലോ ചാൻസ് ആണ്, ലോ ചാൻസ് ഫോർ TAR ആണ്. അപ്പൊ ഏറ്റവും കുറവ് നടക്കാനുള്ള ചാൻസ് റെഡിനാ. അപ്പൊ ഏറ്റവും ആദ്യം ടോട്ടൽ റിഫ്ലക്ഷൻ ഇവിടുന്ന് അങ്ങോട്ട് ഓർഡർ അടിച്ചിട്ട് പോവാ ചെയ്യാം. ഏറ്റവും ആദ്യം വയലറ്റ് നടക്കും, പിന്നെ ഇൻഡിഗോ, പിന്നെ ബ്ലൂ, പിന്നെ ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, ഏറ്റവും അവസാനം നടക്കുന്ന കളറാണ് റെഡ്. റെഡിന് ടോട്ടൽ റിഫ്ലക്ഷൻ നടന്നു എന്ന് പറയുമ്പോൾ എന്താർത്ഥം? ബാക്കി എല്ലാ കളറുകൾക്കും നടന്നിട്ടുണ്ടാവും, എന്നിട്ടാ റെഡിന് നടക്കുള്ളൂ. ഇപ്പൊ പരീക്ഷയ്ക്ക് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് മക്കളെ. ഗ്രീൻ കളറിന് ടോട്ടൽ റിഫ്ലക്ഷൻ നടന്നു. ഗ്രീൻ കളർ ജസ്റ്റ് TAR നടത്തി. ഗ്രീൻ കളർ ജസ്റ്റ് TAR നടത്തി. മക്കളെ ഗ്രീൻ കളറിന് ജസ്റ്റ് TAR നടന്നു എന്താർത്ഥം? ഗ്രീൻ കളറിന് ജസ്റ്റ് TAR നടന്നു എന്ന് പറയുമ്പോൾ എന്താർത്ഥം? വയലറ്റിനും ഇൻഡിഗോനും ബ്ലൂവിനും നടന്നിട്ടുണ്ട് ഇത് കേട്ടാ. യെല്ലോ, ഓറഞ്ച്, റെഡിന് എന്ത് ചെയ്തിട്ടില്ല? TAR നടന്നിട്ടില്ല. അപ്പോ അങ്ങനെ ചോദ്യം വരും. ഗ്രീൻ കളർ ജസ്റ്റ് എന്ത് ചെയ്യുന്നു? ഇതെങ്ങനെയാ പറയാ? അതെ, ഗ്രീൻ കളർ ജസ്റ്റ് അലോങ് ദ സർഫസ് പാസ് ചെയ്യുന്നു. ഗ്രീൻ കളർ ഇങ്ങനെ അലോങ് ദ സർഫസ് പാസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഒറ്റ കാര്യം ഉറപ്പിച്ചോ, ഗ്രീൻ കളർ ജസ്റ്റ് TAR നടക്കുന്നു. അപ്പൊ എന്താർത്ഥം? വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂന് എന്ത് വരുന്നു എന്നർത്ഥം? വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂന് TAR നടക്കുന്ന അർത്ഥം. അപ്പോ വയലറ്റ് കളർ പുറത്തേക്ക് വരുന്നില്ല, തട്ടി തിരിച്ചു വരുന്നുണ്ട്. ഇൻഡിഗോ കളർ വരില്ല, ബ്ലൂ കളറും വരില്ല. റെഡിനും യെല്ലോനും നടക്കുന്നില്ല. അപ്പൊ റെഡും യെല്ലോ ഒക്കെ പുറത്തേക്ക് പോകുന്നതാണ്. അപ്പോ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഡൗട്ട് ഉണ്ടോ? എന്താ? പറയടാ. അടുത്ത പറയട്ടെ. അടുത്ത പറയട്ടെ. ആ. അടുത്തത് ഒരു സ്വിമ്മിംഗ് പൂളിന്റെ ഉള്ളില് ഒരു ബൾബ് കത്തിച്ചു വെക്കുന്നു. ഒരു ബൾബ് കത്തിച്ചു വെക്കുന്നു സ്വിമ്മിംഗ് പൂളിന്റെ ഉള്ളില് മക്കളെ. ഡെപ്ത് ഡിയിൽ കേട്ടാ, ഡെപ്ത് ഡിയിൽ ഒരു ബൾബ് കത്തിച്ചു വെക്കുന്നു. ഈ ബൾബിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ലൈറ്റ് ഒരു സർക്കിളിലൂടെയാണ് പുറത്തേക്ക് വരിക. ബൾബിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ലൈറ്റ് സർക്കിളിലൂടെയാണ് പുറത്തേക്ക് വരിക. അത് വളരെ ഗംഭീരമായിട്ടാണ് കേട്ടോ. വെള്ളത്തിന്റെ ഉള്ളിൽ ഒരു ബൾബ് കത്തിച്ചു വെക്കുന്നു. ആ ബൾബിൽ നിന്ന് പുറത്തു വരുന്ന ലൈറ്റ് ഒരു സർക്കുലർ റീജിയനിലൂടെയാണ് പുറത്തു വരിക. ആ സർക്കിളിന്റെ റേഡിയസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, ആ സർക്കിളിന്റെ റേഡിയസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഡെപ്ത് ഡി ഇൻറ്റു, ഡെപ്ത് ഡി എന്ന് പറയുമ്പോൾ ബൾബിലേക്കുള്ള ഡെപ്ത് ഇട്ടാ, ഡെപ്ത് ഡി അവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. ഡെപ്ത് ഡി ഇൻറ്റു ടാൻ ഓഫ് ക്രിട്ടിക്കൽ ആംഗിൾ. റേഡിയസ് ആർ ഈക്വൽ ടു ഡെപ്ത് ഡി ഇൻറ്റു ടാൻ ഓഫ് ക്രിട്ടിക്കൽ ആംഗിൾ. വളരെ ഗംഭീരമായ ക്വസ്റ്റൻ ആണ്. അല്ലെങ്കിൽ വേറെ ഇക്വേഷൻ ഉണ്ട്. റേഡിയസ് ഓഫ് ദ സർക്കിൾ ഈസ് ഈക്വൽ ടു ഡി ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് സ്ക്വയർ -1. അപ്പൊ ഒരു സ്വിമ്മിംഗ് പൂളിന്റെ ഉള്ളിൽ കത്തിച്ചു വെച്ചിരിക്കുന്ന ഒരു ബൾബിൽ നിന്ന് പുറത്തേക്ക് ലൈറ്റ് വരുന്നത് എങ്ങനെയായിരിക്കും? ലൈറ്റ് വരുന്നത് സർക്കുലർ റീജിയനിലൂടെ ആയിരിക്കും. വട്ടത്തിലൂടെയാണ് ലൈറ്റ് വരിക. ആ വട്ടത്തിന്റെ റേഡിയസിനോട് ഇക്വേഷൻ ഡെപ്ത് ഇൻറ്റു ടാൻ ഓഫ് ക്രിട്ടിക്കൽ ആംഗിൾ ചോദിക്കാറുണ്ട്. റേഡിയസ് ആർ ഈക്വൽ ടു ഡെപ്ത് ബൈ റൂട്ട് ഓഫ് n² -1. എത്ര ഏരിയയിൽ കൂടെ ലൈറ്റ് പുറത്തു വരും? ചിലപ്പോൾ ഏരിയ ചോദിക്കാന്ന് പറയുമ്പോൾ മക്കളെ πr². റേഡിയസ് കെട്ടി പിന്നെ ഏരിയ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. πr² എന്നുള്ള ഏരിയയിൽ കൂടെയാണ് എന്ത് ചെയ്യുക? ലൈറ്റ് പുറത്തേക്ക് വരിക. അതൊന്നും. ഈ സ്ക്യൂബ ഡൈവേഴ്സ് അല്ലെങ്കിൽ ഫിഷ്, വെള്ളത്തിന്റെ ഉള്ളിൽ ഡൈവ് ചെയ്യുന്ന ആൾക്കാർ, അവരും പുറത്തെ ലോകം കാണുന്നത്, ഔട്ടർ വേൾഡ് കാണുന്ന ഒരു വട്ടത്തിലൂടെ ആയിരിക്കും. സോ സ്ക്യൂബ ഡൈവേഴ്സ് സീസ് ദ ഔട്ടർ വേൾഡ് ത്രൂ എ സർക്കിൾ. ആ സർക്കിളിന്റെ റേഡിയസ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതന്നെ ഇക്വേഷൻ കണ്ടാ. അപ്പൊ മക്കളെ റേഡിയസിന്റെ ഇക്വേഷൻ മറക്കണ്ട. റേഡിയസ് ആർ ഈക്വൽ ഡി ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് n² -1. ഇത് പഠിക്കണണ്ട. റൂട്ട് ഓഫ് n² -1. n എന്ന് പറയുമ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡെൻസർ മീഡിയം. മറ്റേത് പിന്നെ എയർ ആണല്ലോ. ഈ സ്ക്യൂബ ഡൈവേഴ്സ് കടലിലാണ് മുങ്ങണേ, കടലിന്റെ പുറത്ത് എയറാണ്. സ്വിമ്മിംഗ് പൂളിന്റെ പുറത്തും എയറാണ്. അപ്പോ n² -1. ഇതാണ് റേഡിയസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അല്ലെങ്കിൽ d ഇൻറ്റു ടാൻ c. കുഴപ്പമില്ലല്ലോ.
ഈ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനിൽ മറ്റൊരു പ്രത്യേകത വരുന്നത്, മകളെ, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയുമ്പോൾ ഈ ടോട്ടൽ എന്നുള്ള വാക്കിന്റെ മീനിങ് പറയുമ്പോൾ 100% എഫിഷ്യന്റ് ആണ്. ഈ പ്രോസസ്സ് 100% എന്താണ്, എഫിഷ്യന്റ് ആണ്. നോ എനർജി ലോസ്. അപ്പോ ടോട്ടൽ എന്നുള്ള വാക്ക് വരാൻ തന്നെ കാരണം അവിടെ എന്തില്ല എന്നാണ്, എനർജി ലോസ് ഇല്ല. അപ്പൊ നമ്മൾ ഇവിടേക്ക് തട്ടി ലൈറ്റ് തട്ടി തിരിച്ചു പോകുന്നു, ഇതല്ലേ പരിപാടി, ടോട്ടൽ റിഫ്ലക്ഷൻ. അപ്പൊ ടോട്ടൽ റിഫ്ലക്ഷൻ നടക്കുന്ന സമയത്ത് എനർജിക്ക് യാതൊരുവിധ ലോസും ഇല്ല. ഒരു കാര്യമായിട്ട് ലോസ് ഇല്ലാണ്ട് ലൈറ്റ് കടന്നു പോകും. അപ്പൊ TARലെ എനർജി ലോസ് ഇല്ല. അതാണ് മെയിൻ കാര്യം. ആ എനർജി ലോസ് ഇല്ലാത്ത കാരണം കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒപ്റ്റിക്കൽ ഫൈബറുകൾ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഈ നെറ്റിനൊക്കെ വേണ്ടിയിട്ട് നമ്മളെ വീട്ടിലെ മറ്റേ റോട്ടിലൊക്കെ കുടിച്ചിട്ടുണ്ടാവും ഒപ്റ്റിക്കൽ ഫൈബറുകൾ. ഒപ്റ്റിക്കൽ ഫൈബറുകളിൽ ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ടോട്ടൽ റിഫ്ലക്ഷൻ വെച്ചിട്ടാണ്. ഈ ടോട്ടൽ റിഫ്ലക്ഷനിലുള്ള മെയിൻ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എനർജി ലോസ് ഇല്ല. എനർജി ലോസ് ഇല്ല, അതുകൊണ്ട് എത്ര ദൂരം വേണമെങ്കിലും ഇത് ഇങ്ങനെ അടിച്ചു പോകും. അതാണ് ഇതിന്റെ ഗുണം. ഇപ്പൊ ലൈറ്റിന് എനർജി ലോസ് ഇല്ലാണ്ട് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു മെത്തഡാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഈ ഒപ്റ്റിക്കൽ ഫൈബർ ഒക്കെ വർക്ക് ചെയ്യുന്നത് TARലാണ്. മിറാഷ് ഉണ്ടാവുന്നത് TARലാണ്. ബ്രില്യൻസ് ഓഫ് ഡയമണ്ട്സ്, ഇതൊക്കെയാണ് അതിന്റെ കുറച്ച് അപ്ലിക്കേഷൻസ്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നുള്ളൂ. മിറാഷ്, ബ്രില്യൻസ് ഓഫ് ഡയമണ്ട്സ്, ഒപ്റ്റിക്കൽ ഫൈബറുകൾ, റിഫ്ലക്റ്റിംഗ് പ്രിസം, ഇതൊക്കെ അതിന്റെ അപ്ലിക്കേഷൻസ് ആണ്. കുഴപ്പമില്ലല്ലോ. പ്രത്യേകിച്ച് ഇത് പഠിക്കുക കേട്ടാ. വെള്ളത്തിന്റെ ഉള്ളിൽ കത്തിച്ച് വെച്ച് ബൾബിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ലൈറ്റ് വട്ടത്തിലൂടെയാണ് പുറത്തു വരിക. വട്ടത്തിന്റെ റേഡിയസിനുള്ള ഇക്വേഷൻ. ഡൗട്ട് ഉണ്ടോ മക്കളെ? ഏതാവത് ഡൗട്ട് എടുക്കാ തമ്പി? ആ, ഇനി ഈ ചാപ്റ്ററിന്റെ മെയിൻ ഭാഗത്തിലേക്ക് കിടക്കുന്നു, ലെൻസ്. ലെൻസ് പിടിച്ചോ. ആദ്യം തന്നെ നമുക്ക് വേറെ പരിപാടികളൊന്നും ഇല്ല, ലെൻസിനെ കുറിച്ചുള്ള പരിപാടികളൊന്നും ഇല്ല. നേരിട്ട് ഇക്വേഷനിലേക്ക് പോവാം. ലെൻസ് മേക്കേഴ്സ് ഫോർമുല. ലെൻസ് മേക്കേഴ്സ് ഫോർമുല. ലെൻസ് മേക്കേഴ്സ് ഫോർമുലയിലേക്ക് പോവാം മക്കളെ. ലെൻസ് ഉണ്ടാക്കുന്ന ആൾക്കാർ ഫോളോ ചെയ്യുന്ന ഫോർമുല, അതാണ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല. ഇപ്പൊ നമ്മുടെ ഒരു ലെൻസ് ഉണ്ട്, ലെൻസ്. ഓക്കെ, ഫസ്റ്റ് സർഫസിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ R1. രണ്ടാമത്തെ സർഫസ്, രണ്ടാം സർഫസ് ബാക്കിലാണ് കേട്ടോ, അതിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ R2. ലെൻസ് ഉണ്ടാക്കിയിരിക്കുന്ന മീഡിയത്തിന്റെ റിഫ്രാക്ട് ഇൻഡെക്സ് NL, L ഫോർ ലെൻസ്, റിഫ്രാക്ട് ഇൻഡെക്സ് ഓഫ് ലെൻസ്. ലെൻസ് ഇരിക്കുന്ന സറൗണ്ടിങ് മീഡിയത്തിന്റെ റിഫ്രാക്ട് ഇൻഡെക്സ് NS. അപ്പോ വീണ്ടും പറയണു, ഒരു ലെൻസ് എടുത്തിരിക്കുന്നു. ലെൻസിന് 2 സ്പെറിക്കൽ സർഫസുകളുണ്ട്. ഇതാണ് ഫസ്റ്റ് സർഫസ്, ബാക്കിലാണ് സെക്കൻഡ് സർഫസ്. ഫസ്റ്റ് സർഫസിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ R1, സെക്കൻഡ് സർഫസിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ R2. ലെൻസിന്റെ റിഫ്രാക്ട് ഇൻഡെക്സ് NL, ലെൻസ് ഇരിക്കുന്ന സറൗണ്ടിങ് മീഡിയത്തിന്റെ റിഫ്രാക്ട് ഇൻഡെക്സ് NS. ലെൻസ് മേക്കേഴ്സ് ഫോർമുല വളരെ പ്രധാനപ്പെട്ടതാണ്. 1 ഫോക്കൽ ലെങ്ത് ഈസ് ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ലെൻസ് മൈനസ് റിഫ്രാക്ട് ഇൻഡെക്സ് ഓഫ് സറൗണ്ടിങ് മീഡിയം ബൈ റിഫ്രാക്ട് ഇൻഡെക്സ് ഓഫ് സറൗണ്ടിങ് മീഡിയം ഇൻറ്റു 1/R1 മൈനസ് 1/R2. ഇതാണ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല. കുറെ കാര്യങ്ങൾ പറയാനില്ല. അപ്പോ വീണ്ടും ഒരു നമുക്ക് പറയാം. ലെൻസ് മേക്കേഴ്സ് ഫോർമുല 1 ഫോക്കൽ ലെങ്ത് ഓഫ് ദ ലെൻസ് ഈക്വൽ ടു 1/f ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ലെൻസ് മൈനസ് റിഫ്രാക്ട് ഇൻഡെക്സ് ഓഫ് സറൗണ്ടിങ് മീഡിയം ബൈ റിഫ്രാക്ട് ഇൻഡെക്സ് ഓഫ് സറൗണ്ടിങ് മീഡിയം ഇൻറ്റു 1/R1 മൈനസ് 1/R2. ഓക്കെ, ഇതാണ് ഇത് ഫോർമുല. ലെൻസ് മേക്കേഴ്സ് ഫോർമുല. ഡൗട്ട് ഉണ്ടോ? കേട്ടിട്ടുണ്ടോ അത്? ഇല്ലേ? വൺ ബൈ ഫോക്കൽ ലെങ്ത് F ഈക്വൽ ടു ലെൻസിന്റെ റിഫ്രാക്ട് ഇൻഡെക്സ്, ലെൻസ് ഉണ്ടാക്കിയിരിക്കുന്ന മീഡിയത്തിന്റെ റിഫ്രാക്ട് ഇൻഡെക്സ് മൈനസ് സറൗണ്ടിങ് മീഡിയത്തിന്റെ റിഫ്രാക്ട് ഇൻഡെക്സ് ബൈ സറൗണ്ടിങ് മീഡിയത്തിന്റെ റിഫ്രാക്ട് ഇൻഡെക്സ് ഇൻറ്റു 1 റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് ഫസ്റ്റ് മൈനസ് 1 റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് സെക്കൻഡ്. ഇതില് ശ്രദ്ധിക്കുക, ഡബിൾ കോൺവെക്സ് ലെൻസ് ആണെന്ന് വിചാരിക്കുക. ഇപ്പൊ ഡബിൾ കോൺവെക്സ് ലെൻസ് പറഞ്ഞു, അപ്പോ സൈൻ കൺവെക്ഷൻ കൊടുക്കാം.
സൈൻ കൺവെൻഷൻ കൊടുത്തിട്ടുള്ള ഡാറ്റയാണ് എഴുതാൻ പോണേട്ടാ. 1/f ഈക്വൽ ടു റിഫ്രാക്ട് ഇൻഡെക്സ് ഓഫ് ലെൻസ് മൈനസ് റിഫ്രാക്ട് ഓഫ് സറൗണ്ടിങ് മീഡിയം ബൈ റിഫ്രാക്ട് ഓഫ് സറൗണ്ടിങ് മീഡിയം ഇൻറ്റു 1/r1 പ്ലസ് 1/r2. മക്കളെ കോൺവെക്സ് ലെൻസ് വരുമ്പോ സൈൻ കൺവെൻഷന് ശേഷം ഇവിടെ പ്ലസ് വരും. ചില ആൾക്കാർ സൈൻ കൺവെൻഷൻ കൊടുക്കാൻ മറക്കണ്ട, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ റിസൾട്ട് ആയിട്ടെന്ന് പറഞ്ഞിട്ടാ അവിടെ ഒരു പ്ലസ് വരും. അപ്പോ സൈൻ കൺവെൻഷന് ശേഷം ഇവിടെ എന്തായി മാറും? പ്ലസ് ആയി മാറും കോൺവെക്സില്. ഇക്യു കോൺവെക്സ് എന്ന് വിചാരിക്കാം. ഇക്യു കോൺവെക്സ് എന്ന് പറയുമ്പോൾ ആ പേര് തന്നെയുണ്ട്, രണ്ട് റേഡിയസ് ഓഫ് കർവേച്ചറുകളും ഈക്വൽ ആയിരിക്കും. രണ്ട് റേഡിയസ് ഓഫ് കർവേച്ചർ ഈക്വൽ ആണെങ്കിൽ 1/f ഈക്വൽ ടു റിഫ്രാക്ട് ഇൻഡെക്സ് ഓഫ് ലെൻസ് മൈനസ് സറൗണ്ടിങ് മീഡിയം ബൈ സറൗണ്ടിങ് മീഡിയം ഇൻറ്റു മക്കളെ 1/r പ്ലസ് 1/r ദാറ്റ് ഈസ് ഈക്വൽ ടു 2/r. 2/r എന്ന് വേണമെങ്കിൽ എഴുതാം. 1/r പ്ലസ് 1/r 2/r. ഇതാണ് ഇക്യു കോൺവെക്സ്. പ്ലാനോ കോൺവെക്സ് ആണെങ്കിലോ, പ്ലാനോ കോൺവെക്സ് എന്ന് പറയുമ്പോൾ ഒരു സർഫസ് പ്ലെയിനും ഒരു സർഫസ് മാത്രമേ എന്തുള്ളൂ, ഒരു സർഫസ് പ്ലെയിനും ഒരു സർഫസ് മാത്രമേ സ്ഫെറിക്കലുള്ളൂ. അങ്ങനെയുള്ളതാണ് പ്ലാനോ കോൺവെക്സ്. അപ്പൊ പ്ലാനോ കോൺവെക്സ് വരുമ്പോൾ 1/f ഈക്വൽ ടു റിഫ്രാക്ട് ഇൻഡെക്സ് ഓഫ് ലെൻസ് മൈനസ് സറൗണ്ടിങ് മീഡിയം ബൈ സറൗണ്ടിങ് മീഡിയം ഇൻറ്റു 1/r മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു സർഫസ് പ്ലെയിനോ സ്ഫെറിക്കലാവും 1/r. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇതാണ് വിത്ത് സൈൻ കൺവെൻഷൻ. അപ്പൊ കോൺവെക്സ് വരുമ്പോൾ രണ്ടും ചിഹ്നം പ്ലസ് ആവും. ഇക്യു കോൺവെക്സ് വരുമ്പോൾ പ്ലസ് വിത്ത് സെയിം റേഡിയസ് r. പ്ലാനോ കോൺവെക്സ് വരുമ്പോൾ ഒരു സർഫസിന് മാത്രമേ റേഡിയസ് ഉണ്ടാവുള്ളൂ. സംശയം ഉണ്ടോ? അടുത്ത കേട്ടെ, കോൺകേവ് വരുമ്പോ എന്താ സംഭവിക്കുക മക്കളെ? കോൺകേവ് വരുമ്പോ ഞാൻ ഈ പറഞ്ഞ വിത്ത് സൈൻ കൺവെൻഷൻ ആട്ടാ. 1/f ഈക്വൽ ടു റിഫ്രാക്ട് ഇൻഡെക്സ് ഓഫ് ലെൻസ് മൈനസ് റിഫ്രാക്ട്നെസ് ഓഫ് സറൗണ്ടിങ് മീഡിയം ബൈ സറൗണ്ടിങ് മീഡിയം ഇൻറ്റു മൈനസ് 1/r1 മൈനസ് 1/r2. രണ്ട് മൈനസ് വരും കോൺകേവിന് കേട്ടോ. കോൺവെക്സിന് രണ്ടും പ്ലസ് ആയപ്പോ, കോൺവെക്സിന് രണ്ടും പ്ലസ് ആയിരുന്നു, കോൺകേവിന് രണ്ട് മൈനസ് വരും. മൈനസ് 1/r1 മൈനസ് 1/r2. മക്കളെ ഇക്യു കോൺവെക്സ് വരുമ്പോ, സോറി ഇക്യു കോൺകേവ് വരുമ്പോ എന്ത് വരുമ്പോ? ഇക്യു കോൺകേവ്, ഇക്യു എന്ന് പറയുമ്പോൾ രണ്ടുപേരും ഈക്വൽ ആണ്. 1/f ഈക്വൽ ടു റിഫ്രാക്ട് ഇൻഡെക്സ് ഓഫ് ലെൻസ് മൈനസ് സറൗണ്ടിങ് മീഡിയം ബൈ സറൗണ്ടിങ് മീഡിയം ഇൻറ്റു മൈനസ് 1/r മൈനസ് 1/r, അതായത് മൈനസ് 2/r വരും. സംശയം ഉണ്ടോ? മൈനസ് 2/r. മക്കളെ പ്ലാനോ കോൺകേവ് വരുമ്പോഴാണ് ദൂരടാ. പ്ലാനോ കോൺകേവ് വരുമ്പോ ഒരു സൈഡ് മാത്രമേ സ്പെറിക്കലുള്ളൂ. 1/f ഈക്വൽ ടു റിഫ്രാക്ട് ഇൻഡെക്സ് ഓഫ് ലെൻസ് മൈനസ് സറൗണ്ടിങ് മീഡിയം ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സറൗണ്ടിങ് മീഡിയം ഇൻറ്റു മൈനസ് 1/r. സംശയം ഉണ്ടോ? അപ്പൊ കോൺവെക്സ് വരുമ്പോൾ രണ്ടും പ്ലസ് ആക്കി എടുക്കണം. വിത്ത് സൈൻ കൺവെൻഷൻ പറഞ്ഞ പിന്നെ എക്സ്ട്രാ നിങ്ങൾ സൈൻ കൺവെക്ഷൻ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ കോൺകേവ് വരുമ്പോൾ രണ്ടും മൈനസ്, കോൺവെക്സ് വരുമ്പോൾ രണ്ടും പ്ലസ്. പ്ലാനോ വരുമ്പോ ഒരു സൈഡ് ഉള്ളവരുണ്ട് 1/r എടുക്കാൻ പാടില്ല. കിട്ടിയാ? വേമ്പറി ഓക്കെ. അടുത്ത് പറയട്ടെ, ആ കൃഷ്ണപ്രിയ മാത്രം എന്ത് ചെയ്യുന്നുണ്ട്? അടുത്ത് പറയട്ടെ, അനുശ്രീ വന്നിട്ടുണ്ട് ഇപ്പൊ. പറയേ 1/focal length f equal to 1/f equal to refract index of lens minus surrounding medium by surrounding medium into 1/r1 minus 1/r2 ആണ്. മക്കളെ ഇനി പ്രധാനപ്പെട്ട ഒരു ഇക്വേഷൻ വരുന്നത് നോക്കട്ട. ലെൻസിനെ ഈസ് ഇമേഴ്സ്ഡ് ഇൻ എയർ. ലെൻസിനെ എയറിൽ മുക്കി വെച്ചു, എയറിലാണെന്ന് വിചാരിക്കുക ലെൻസ് ഇരിക്കാൻ. അപ്പൊ 1/focal length of lens in air, ഞാൻ ഇവിടെ എയർ എന്ന് എഴുതി വെച്ചിട്ടാ, ഈക്വൽ ടു റിഫ്രാക്ട് ഇൻഡെക്സ് ഓഫ് ലെൻസ് മൈനസ് സറൗണ്ടിങ് മീഡിയം എയർ ആണല്ലോ, എയറിന്റെ റിഫ്രാക്ടൻസ് എത്രയാ? 1/1 ഇൻറ്റു 1/r1 മൈനസ് 1/r2. ഇനി ലെൻസ് മീഡിയത്തിന് മുക്കി വെച്ചു. ലെൻസ് ഈസ് ഇമേഴ്സ്ഡ് ഇൻ മീഡിയം. ഒരു മീഡിയത്തിലാണ് ലെൻസ് മുക്കി വെച്ചതെന്ന് വിചാരിക്കുക. അപ്പൊ 1/focal length of lens in medium ഈക്വൽ ടു പറ
refractedness of lens minus refractedness of medium by refractedness of medium into 1 by R1 minus 1 by R2. അപ്പൊ എയറിൽ മുക്കി വെക്കുമ്പോൾ 1 കൊടുത്തു, മീഡിയത്തിൽ മുക്കി വെക്കുമ്പോൾ മീഡിയത്തിന്റെ റിഫറൻസ് കൊടുത്തു. മക്കൾ ഇവർ തമ്മിൽ റേഷ്യോ എടുക്കുക. ഈ 1 by ഈ സാധനങ്ങളും ഈ ഇക്വേഷൻസ് തമ്മിൽ, ഈ ഇക്വേഷൻ നമ്പർ 1ഉം ഈ ഇക്വേഷൻ നമ്പർ 2 തമ്മിൽ റേഷ്യോ ഇടുക. റേഷ്യോ ഇടുമ്പോൾ ഫോക്കൽ ലെങ്ത് ഓഫ് മീഡിയം മുകളിൽ പോവും, ബൈ ഫോക്കൽ ലെങ്തിന് ഓഫ് എയർ താഴെ വരും. റേഷ്യോ എടുക്കുമ്പോൾ 1 by R1ഉം 1 by R1ഉം വെട്ടിപ്പോയി. റിഫ്രാക്റ്റൻസ് ഓഫ് ലെൻസ് അല്ല മീഡിയം മുകളിൽ പോകും. അപ്പൊ റിഫ്രാക്റ്റൻസ് ഓഫ് ലെൻസ് മൈനസ് 1 ഇൻറ്റു റിഫ്രാക്റ്റൻസ് ഓഫ് മീഡിയം ബൈ റിഫ്രാക്റ്റൻസ് ഓഫ് ലെൻസ് മൈനസ് റിഫ്രാക്റ്റൻസ് ഓഫ് മീഡിയം വരും റേഷ്യോ എടുക്കുമ്പോൾ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഇക്വേഷൻ കിട്ടും. ഫോക്കൽ ലെങ്തിന് എയർ അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ശ്രദ്ധിക്കട്ട, ഇത് പഠിക്കണം. ഫോക്കൽ ലെങ്ത് ഇൻ മീഡിയം ഈക്വൽ ടു ഫോക്കൽ ലെങ്ത് ഇൻ എയർ ഇൻറ്റു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ലെൻസ് മൈനസ് 1 ഇൻറ്റു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ലെൻസ് മൈനസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം. അതായത് ഇങ്ങനെയാണ് ചോദ്യം ചോദിക്കുക. ഇപ്പൊ എയറിൽ ഉള്ള ഫോക്കൽ ലെങ്ത് ഞാൻ വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വേണമെങ്കിൽ കാണിച്ചു തരാം. ഫോക്കൽ ലെങ്ത് ഇൻ എയർ 20 സെന്റിമീറ്റർ ആണ്. എയറിൽ ഉള്ള ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് 20 സെന്റിമീറ്റർ ആണ്. ഇഫ് ലെൻസ് ഈസ് ഇമേഴ്സ്ഡ് ഇൻ വാട്ടർ, വെള്ളത്തിലേക്ക് ഈ ലെൻസ് ഇറക്കി വെച്ചു. വാട്ട് ഈസ് എ ഫോക്കൽ ലെങ്ത് ഇൻ വാട്ടർ? ഇങ്ങനെ ഒരു ചോദ്യം ഒന്നും വിവരിക്കാം. അങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പൊ എയറിലെ ഫോക്കൽ ലെങ്ത് 20 സെന്റിമീറ്റർ, ഈ ലെൻസിനെ വെള്ളത്തിലേക്ക് മുക്കി വെച്ചു. വെള്ളത്തിലേക്ക് മുക്കി വെക്കുമ്പോഴുള്ള ഫോക്കൽ ലെങ്ത് എത്രയാണെന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഇക്വേഷൻ എഴുതണം. ഫോക്കൽ ലെങ്ത് ഇൻ വാട്ടർ ഈക്വൽ ടു, മക്കളെ മീഡിയം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ വാട്ടർ ആണ് കേട്ടോ, മീഡിയം എന്ന് പറയുമ്പോൾ വാട്ടർ ആണ്, ഈക്വൽ ടു ഫോക്കൽ ലെങ്തിന് എയർ തന്നിട്ടുണ്ടാവും എത്രയാ 20 ഇൻറ്റു റിഫ്രാക്റ്റൻസ് ഓഫ് ലെൻസ്. ലെൻസ് ഉണ്ടാക്കിയിരുന്നത് ഗ്ലാസ് കൊണ്ടാണ്. റിഫ്രാക്റ്റൻസ് ഓഫ് ലെൻസ് അവർ 1.5 തന്നിട്ടുണ്ട്, ഗ്ലാസ് കൊണ്ടാണ്. അപ്പൊ 1.5 മൈനസ് 1 ഇൻറ്റു റിഫ്രാക്റ്റൻസ് ഓഫ് മീഡിയം വെള്ളത്തിന്റെ 4/3 ബൈ റിഫ്രാക്റ്റൻസ് ഓഫ് ലെൻസ് 1.5 മൈനസ് റിഫ്രാക്റ്റൻസ് ഓഫ് മീഡിയം 4/3. ഇത് വെച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ? വെള്ളത്തിലുള്ള ഫോക്കൽ ലെങ്ത് ഓടിക്കാൻ. ഇപ്പൊ ഫോക്കൽ ലെങ്ത് ഇൻ വാട്ടർ ഈക്വൽ ടു ജസ്റ്റ് ഞാൻ പറയാം 20 ഇൻറ്റു മക്കളെ 1.5 മൈനസ് 1 എത്രയാ 0.5 ഇൻറ്റു 4/3 ബൈ 1.5 മക്കളെ 1.5 ഞാൻ 3/2 എടുക്കുന്നു. 1.5 3/2 എടുക്കാം. 3/2 മൈനസ് 4/3. അപ്പൊ മക്കളെ 20 ഇൻറ്റു 0.5 10 ഇൻറ്റു 4 40 40/3 കിട്ടും. അപ്പൊ ന്യൂമറേറ്റർ ഓക്കെ 40/3 ബൈ ഡിനോമിനേറ്റർ മക്കളെ ഇത് എൽസി എടുത്ത് ചാമ്പ നല്ലതെന്ന് തോന്നും. അല്ലെങ്കിൽ നിങ്ങൾ ക്രോസ് അടിച്ചോ എന്തെങ്കിലും ചെയ്യും. 3 ഇൻറ്റു 3 9 മൈനസ് 8 അതായത് 1 ബൈ അടിയിൽ 6 അല്ലേ. അപ്പൊ 6 മോളിൽ പോവും. സോ 40 ഇൻറ്റു 6/3 ദാറ്റ് ഈസ് ഈക്വൽ ടു 80 സെന്റിമീറ്റർ ആണ് വെള്ളത്തിലുള്ള ഫോക്കൽ ലെങ്ത് വരിക. അപ്പൊ അങ്ങനെയൊക്കെ ചോദ്യം വരും കേട്ടോ. അപ്പൊ എയറിലുള്ള ഫോക്കൽ ലെങ്ത് വന്നിട്ട് മറ്റൊരു മീഡിയത്തിലുള്ള ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യുക. ഞാൻ ആ ഇക്വേഷൻ വീണ്ടും എഴുതുന്നു. ഫോക്കൽ ലെങ്ത് ഇൻ എനി മീഡിയം ഈക്വൽ ടു ഫോക്കൽ ലെങ്ത് ഇൻ എയർ ഇൻറ്റു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ലെൻസ് മൈനസ് 1 ഇൻറ്റു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ലെൻസ് മൈനസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം. ഇത് വളരെ പ്രധാനപ്പെട്ട ഇക്വേഷൻ ആണ്. തെറ്റിക്കോ? കിട്ടിയ? അത് വളരെ പ്രധാനപ്പെട്ട കേട്ടോ. അടുത്ത് പറയാം. അടുത്ത് ചെറിയൊരു പ്രോബ്ലം, ചെറിയൊരു ഭാഗം. അടുത്ത പോയിന്റ് നോക്കിട്ടാ. ഈ സറൗണ്ടിങ് മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ലെൻസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനേക്കാൾ വലുതാണെങ്കിൽ മകളെ അങ്ങനെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. സറൗണ്ടിങ് മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ലെൻസിനേക്കാൾ വലിയ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണെങ്കിൽ ലെൻസിന്റെ പ്രോപ്പർട്ടി ഇന്റർചേഞ്ച് ചെയ്യും. ലെൻസ് പ്രോപ്പർട്ടി വിൽ ഇന്റർചേഞ്ച്. സറൗണ്ടിങ് മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ലെൻസിനേക്കാൾ കൂടുതലാണെങ്കിൽ ലെൻസിന്റെ പ്രോപ്പർട്ടി മൊത്തം മാറും. ഇപ്പൊ നോക്കിയേ, ഇത് ഏത് ലെൻസാ? ഇത് കോൺകേവ് ലെൻസാ, സോറി കോൺവെക്സ് ലെൻസാ. ഇത് കോൺവെക്സാ. സാധാരണ ഇതിൽ കൂടെ ലൈറ്റ് കടന്നു പോകുമ്പോൾ കൺവെർജ് ചെയ്യാ ചെയ്യേണ്ടത്, ഇങ്ങനെ ആക്കുക ചെയ്യേണ്ടത്, അടുപ്പിക്കുക ചെയ്യേണ്ടത്. അതുകൊണ്ട് നമ്മൾ കൺവെർജിങ് ലെൻസ് നോക്കി പഠിക്കും. പക്ഷേ ചിലപ്പോ ചില സിനാരിയോയില് ഇതാ നോക്കിയ ഈവൻ ഇങ്ങനെ ആക്ട് ചെയ്യുന്നുണ്ട, ഡൈവർജിങ് ലെൻസ് ആയിട്ട് ആക്ട് ചെയ്യും. ആക്ച്വലി ഇത് കോൺവെക്സ് ലെൻസ് ആണ്, വെച്ചിരിക്കുന്നത് കോൺവെക്സ് ആണ്, പക്ഷെ ആക്ട് ചെയ്യുന്ന ഡൈവർജിങ് ആയിട്ട് ആക്ട് ചെയ്യും. പക്ഷേ അപ്പൊ എന്നർത്ഥം ഇതിന്റെ പ്രോപ്പർട്ടി മാറി എന്നർത്ഥം. ഇതിന്റെ പ്രോപ്പർട്ടി മാറാനുള്ള കാരണം എന്നിട്ട് സറൗണ്ടിങ് മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ലെൻസിനേക്കാൾ കൂടുതലാണ് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരും കേട്ടോ. ഇത് ഏത് ലെൻസാ? ഇത് കോൺകേവ് ലെൻസാ. സാധാരണ ഇവന്റെ ജോലി ഡൈവർജിങ്, അകത്തി വിടുക ചെയ്യാം.
അകറ്റിവിടാ ചെയ്യാം. പക്ഷെ എങ്ങാനും ചില സിനാരിയോയില് ഇവൻ ഇങ്ങനെ എന്ത് ചെയ്യുന്നത് ഇതേപോലെ അടുത്തേക്ക് വരുത്തുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്നിട്ടാ ഇവന്റെ പ്രോപ്പർട്ടി മാറി എന്നർത്ഥം. അപ്പൊ ഇവന്റെ പ്രോപ്പർട്ടി മാറാൻ കാരണം എന്നിട്ടാ സറൗണ്ടിങ് മീഡിയത്തിന്റെ റിഫ്രാക്ട് ഇൻഡെക്സ് ലെൻസിനേക്കാൾ കൂടുതലാണ്. അപ്പൊ ലെൻസിനേക്കാൾ കൂടുതൽ റിഫ്രാക്ട് ഇൻഡെക്സ് ഉള്ള മീഡിയത്തിലാണ് നമ്മൾ ഇത് വെക്കണമെങ്കിൽ എന്ത് സംഭവിക്കും? സറൗണ്ടിങ് മീഡിയത്തിലാണ് ലെൻസ് വെക്കണമെങ്കിൽ ഇതിന്റെ പ്രോപ്പർട്ടി എന്ത് ചെയ്യും? ഇന്റർചേഞ്ച് ചെയ്യും. കോൺവെക്സ് കോൺകേവ് ആവും, കോൺകേവ് കോൺവെക്സ് ആവും. അത് ചോദ്യം വരും കേട്ടോ. ഡൗട്ട് ഉണ്ടാ? ഏതാவது ഡൗട്ട് എടുക്കാത്ത ഇല്ല. ഇനി സറൗണ്ടിങ് മീഡിയത്തിന്റെ റിഫ്രാക്ട് ഇൻഡെക്സും ലെൻസിന്റെ റിഫ്രാക്ട് ഇൻഡെക്സ് ഈക്വൽ ആയാൽ ലെൻസ് ഇൻവിസിബിൾ ആവും. സറൗണ്ടിങ് മീഡിയത്തിന്റെ റിഫ്രാക്ട് ഇൻഡെക്സും ലെൻസിന്റെ റിഫ്രാക്ട് ഇൻഡെക്സിന് ഈക്വൽ ആയാൽ ലെൻസ് ഇൻവിസിബിൾ ആവും. ലെൻസിനെ പിന്നെ കാണാൻ പറ്റില്ല. അതൊരു ചോദ്യം. അപ്പൊ സറൗണ്ടിങ് മീഡിയത്തിന്റെ റിഫ്രാക്ട് ഇൻഡെക്സും ലെൻസിന്റെ റിഫ്രാക്ട് ഇൻഡെക്സ് ഈക്വൽ ആയി കഴിഞ്ഞാൽ പിന്നെ ലെൻസിന്റെ ആക്ടിവിറ്റിയിലേക്ക് കണ്ട ഒരു ഡീവിയേഷനിൽ നേരെ പൂലായിട്ട്. അപ്പൊ ലെൻസ് ഇൻവിസിബിൾ ആവും, ലെൻസിന്റെ ആക്ടിവിറ്റി കാണാൻ പറ്റില്ല. മക്കളെ ഇത് കോൺകേവ് ലെൻസിലൂടെ ലൈറ്റ് ഇങ്ങനെ ഒരു ഡീവിയേഷനിലാണ് കടന്നു പോകണമെങ്കിൽ അതിനർത്ഥം എന്നിട്ടാ സറൗണ്ടിങ് മീഡിയത്തിന്റെ റിഫ്രാക്ട് ഇൻഡെക്സും ലെൻസിന്റെ റിഫ്രാക്ട് ഈക്വൽ ആണ്. അത് ചോദിക്കൂട്ടോ. ഈക്വൽ ആണെങ്കിൽ ലെൻസിന് എന്ത് സംഭവിക്കും? ലെൻസിന്റെ ആക്ടിവിറ്റി ഇല്ല, ലെൻസ് അവിടെ ഇൻവിസിബിൾ ആയി മാറും. സോ ഇൻവിസിബിൾ. സംശയം എന്താ? അത് നോട്ട് ചെയ്യാം. കുറെ കാര്യങ്ങൾ ലെൻസിൽ പറയാൻ കേട്ടാ. നോട്ട് ചെയ്താ? ആ, അടുത്തത് തിൻ ലെൻസ് ഫോർമുല. മക്കളെ പറടാ ലെൻസിന്റെ ഫോർമുല 1/v - 1/u = 1/f. ലെൻസിന്റെ ഫോർമുല കേട്ടോ 1/v - 1/u = 1/f. അപ്പോ 1/v എന്ന് പറയുമ്പോൾ ഇമേജ് ഡിസ്റ്റൻസ് -1/u = 1/f. v എന്ന് പറയുമ്പോൾ ഇമേജ് ഡിസ്റ്റൻസ് ആണ്. ഇമേജ് ഡിസ്റ്റൻസ്. u എന്ന് പറയുന്നത് ഏത് ഡിസ്റ്റൻസാ? ഒബ്ജക്ട് ഡിസ്റ്റൻസ് ആണ്. f എന്ന് പറയുന്നത് ഫോക്കൽ ലെങ്ത് ആണ്. f എന്ന് പറയുന്നത് ഫോക്കൽ ലെങ്ത് ആണ്. ഇതാണ് ലെൻസിന്റെ ഫോർമുല. 1/v - 1/u = 1/f. മക്കളെ മാഗ്നിഫിക്കേഷൻ ഓർമ്മയുണ്ടെങ്കിൽ പറഞ്ഞാൽ മാഗ്നിഫിക്കേഷൻ കൊണ്ട് ഹൈറ്റ് ഓഫ് ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് ആണ്. ഇത് ഏത് മാഗ്നിഫിക്കേഷൻ? മറ്റേ ട്രാൻസ്വേഴ്സ് ഇട്ടാ അത് എഴുതി വെക്കാം. അത് എഴുതി വെച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ വീണ്ടും മണ്ടന്മാരായിട്ട് പറ. ട്രാൻസ്വേഴ്സ് മാഗ്നിഫിക്കേഷൻ നമ്മൾ ആദ്യം പഠിപ്പിച്ചത്. ട്രാൻസ്വേഴ്സ് മാഗ്നിഫിക്കേഷൻ കൊണ്ട് ഹൈറ്റ് ഓഫ് ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് = v/u. മക്കളെ മിററിലത് -v/u ആയിരുന്നു, ലെൻസിലത് വെറും v/u. ലോഞ്ചിറ്റ്യൂഡിനൽ മാഗ്നിഫിക്കേഷൻ ഓർമ്മയുണ്ടാ? ലോഞ്ചിറ്റ്യൂഡിനൽ മാഗ്നിഫിക്കേഷൻ അതന്നെ v²/u². ലോഞ്ചിറ്റ്യൂഡിനൽ മാഗ്നിഫിക്കേഷൻ v²/u². ഓക്കെ. അടുത്തത് പവർ ഓഫ് ലെൻസ്. പവർ ഓഫ് ലെൻസ് നമുക്കുള്ള പവർ എന്ന് പറയുമ്പോൾ പവർ P = റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്ത് 1/f. ഈ f എന്തിലായിരിക്കണം? f മീറ്ററിലായിരിക്കണം. എന്താ? അപ്പൊ പവർ = 1/f. മിക്കവാറും പ്രോബ്ലങ്ങളിൽ സെന്റിമീറ്ററിലാണ് തരാം. അപ്പൊ ഞാൻ നിങ്ങൾക്ക് എൻട്രൻസിനൊക്കെ പറയണ ഞാൻ പിള്ളേരോട് പറയാറുണ്ട് പവർ = 100/f എന്ന് പഠിക്കാൻ നല്ലത് സെന്റിമീറ്ററിലാണെങ്കിൽ. അപ്പൊ സെന്റിമീറ്ററിലാണ് ഫോക്കൽ ലെങ്ത് തരണമെങ്കിൽ 100/f. ഇപ്പോ ഫോക്കൽ ലെങ്ത് f = 20 സെന്റിമീറ്റർ തന്നു. അപ്പൊ പവർ = 100/20. എടാ അങ്ങനെ 5 കിട്ടും. 5 ഡയോപ്റ്റർ എന്നാണ് കിട്ടുക. അപ്പൊ പവർ സെന്റിമീറ്ററിലാണെങ്കിൽ 100/f ചെയ്യാം, മീറ്ററിലാണെങ്കിൽ 1/f ചെയ്യാം, കുഴപ്പമില്ല. യൂണിറ്റ് വരുന്നത് ഡയോപ്റ്റർ ആണ്. അത് ഞാൻ ഓൾറെഡി അവിടെ പ്രോബ്ലം എടുത്തപ്പോൾ പറഞ്ഞു, ഡയോപ്റ്റർ ആണ് യൂണിറ്റ് വരുന്നത്. കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ പവർ പ്ലസ് ഡയോപ്റ്ററും, കോൺകേവ് ലെൻസ് ആണെങ്കിൽ പവർ മൈനസ് ഡയോപ്റ്ററും ആണ്. അപ്പൊ +d കോൺവെക്സിനും കോൺകേവിനും എന്താണ് മക്കളെ? -d ആണ്. അപ്പൊ പവർ എന്ന് പറയുമ്പോൾ റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്ത് 100/. ഫോക്കൽ ലെങ്ത് ഇൻ സെന്റിമീറ്ററിലാണെങ്കിൽ തെറ്റിക്കരുത്. ഇനി കോമ്പിനേഷൻ ഓഫ് ലെൻസ് ഉണ്ടാവും. കോമ്പിനേഷൻ ഓഫ് ലെൻസ് പെട്ടെന്ന് പറയാം മക്കൾ. ഇതാണ് ഒരു ലെൻസ്, ഇതിന്റെ ഫോക്കൽ ലെങ്ത് f1, അടുത്തൊരു ലെൻസ് ഫോക്കൽ ലെങ്ത് f2. സോ വാട്ട് ഈസ് ഇഫക്റ്റീവ് ഫോക്കൽ ലെങ്ത്? കണ്ടുപിടിക്കാൻ ഇക്വേഷൻ മക്കളെ 1/f effective = 1/f1 + 1/f2. നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും കേട്ടാ.
1/f effective equal to 1/f plus 1/f2. മക്കളെ 1/f ആണ് പവർ. അപ്പൊ പവർ ഇഫക്റ്റീവ് ഈക്വൽ ടു ജസ്റ്റ് P1 plus P2. പവർ ഇഫക്റ്റീവ് ഈക്വൽ ടു ജസ്റ്റ് 1/f1 P1 ആണ്, 1/f2 P2 ആണ്. ജസ്റ്റ് P1 plus P2 ആണ് പവർ ഇഫക്റ്റീവ്. അപ്പൊ അത് വെച്ചിട്ട് ചോദ്യം ഉണ്ടാവാറുണ്ട്. ഇപ്പോ ഒരു കോൺവെക്സ് ലെൻസ് 2 ഡയോപ്റ്റർ പവർ, ഒരു കോൺകേവ് ലെൻസ് 1 ഡയോപ്റ്റർ പവർ, 1 ഡയോപ്റ്റർ പവർ കോൺകേവ് ട്ടാ, സോറി കോൺകേവ് ആയിരുന്നു, കോൺകേവ് 1 ഡയോപ്റ്റർ പവർ. ഇഫക്റ്റീവ് ഫോക്കൽ ലെങ്ത് പിടിക്കാനാണ് എഫ് ഇഫക്റ്റീവ് എത്രയാണെന്നാ ചോദിച്ചത്. അപ്പൊ നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യുക, പി ഇഫക്റ്റീവ് പിടിക്കുക. മക്കളെ പി ഇഫക്റ്റീവ് എന്ന് പറയുമ്പോൾ എന്താ P1 plus P2. അതിൽ P1 എത്രയാ, P1 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ലെൻസ് 2 ഡയോപ്റ്റർ ആണ്, കോൺവെക്സ് ആണല്ലോ. അപ്പോ 2 ഡയോപ്റ്റർ ആണ് അതിന്റെ പവർ, പ്ലസ് കോൺകേവിന്റെ 1 ഡയോപ്റ്റർ, പക്ഷേ കോൺകേവിന് മൈനസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ. അപ്പോ -1D. അപ്പൊ 2D - 1D എന്ന് പറയുമ്പോൾ എന്ത് വരും മക്കളെ, 1 ഡയോപ്റ്റർ ആണ് പവർ ഇഫക്റ്റീവ് വരിക. അപ്പൊ ഇവിടുത്തെ ഇഫക്റ്റീവ് പവർ എത്ര കിട്ടി, ഇഫക്റ്റീവ് പവർ 1 ഡയോപ്റ്റർ കിട്ടി. ദെൻ ഫോക്കൽ ലെങ്ത് ഇഫക്റ്റീവ് വെച്ചാൽ മക്കളെ, ഫോക്കൽ ലെങ്ത് എഫ് എഫക്റ്റീവ് ഈക്വൽ ടു 1/P ഇഫക്റ്റീവ്, P ഇഫക്റ്റീവ് ഈക്വൽ ടു 1/F ഇഫക്റ്റീവ്. അപ്പൊ തലതിരിച്ച് യൂസ് ചെയ്യാം. അപ്പൊ 1/1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മീറ്റർ ആണ് ഇതിന്റെ ഇഫക്റ്റീവ് ഫോക്കൽ ലെങ്ത്. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം, കോമ്പിനേഷൻ കേട്ടോ. അപ്പൊ 1/F ഇഫക്റ്റീവ് ഈക്വൽ ടു 1/f1 plus 1/f2, P ഇഫക്റ്റീവ് ഈക്വൽ ടു P1 plus P2. തെറ്റിക്കോ? കിട്ടിയാ? അടുത്തത് വാ നമ്മൾ നോക്കിട്ടാ. ഒരു ലെൻസ് എടുത്തു, ഈ ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് എഫ് ആണ് കേട്ടോ. ശ്രദ്ധിക്കണേ, ഈ ലെൻസിന്റെ ഇങ്ങനെ കട്ട് ചെയ്യുന്നു, അലോങ് ദ പ്രിൻസിപ്പൽ ആക്സിസ് കട്ട് ചെയ്യുന്നു. അതായത് ഈ ലെൻസിനെ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തത് ഇങ്ങനെ ഒരു പകുതിയാക്കുന്നു, ഇങ്ങനെ ഒരു പകുതിയാക്കുന്നു കണ്ടോ. ഇങ്ങനെ കട്ട് ചെയ്തു 2 പകുതിയാക്കി മാറ്റുന്നു. മക്കളെ അലോങ് ദ പ്രിൻസിപ്പൽ ആക്സിസ് കട്ട് ചെയ്യുമ്പോൾ ഇതിന്റെ ഫോക്കൽ ലെങ്ത്തിന് മാറ്റം ഉണ്ടാവില്ല. അപ്പൊ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഫോക്കൽ ലെങ്ത് എഫ് തന്നെയാണ്, ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഫോക്കൽ ലെങ്ത് എഫ് തന്നെയാണ്. പവർ പി ആണ്, ഇവിടുത്തെ പവറും പി ആണ്. അപ്പൊ ഫോക്കൽ ലെങ്ത്തിനും പവറിനും മാറ്റം ഉണ്ടാവില്ല എങ്ങനെ കട്ട് ചെയ്യുമ്പോൾ, അലോങ് ദ പ്രിൻസിപ്പൽ ആക്സിസ് കട്ട് ചെയ്യുമ്പോൾ. അതേസമയം നമ്മളൊരു ലെൻസ് എടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത്, ഈ ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് എഫ് ആണ്, എഫ് ഫോക്കൽ ലെങ്ത് ലെൻസിന്റെ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യുന്നു, പെർപെൻഡിക്കുലർ ആയിട്ട് കട്ട് ചെയ്തിട്ട് നമ്മളിത് ഇങ്ങനെ 2 കഷ്ണങ്ങളാക്കി മാറ്റുന്നു. ഇങ്ങനെ ഒരു പ്ലാനോ കോൺവെക്സും ഇപ്പുറത്തൊരു പ്ലാനോ കോൺവെക്സും ആക്കി മാറ്റുന്നു. അങ്ങനെ ആക്കി മാറ്റുന്ന സമയത്ത് ഇതിന്റെ ഫോക്കൽ ലെങ്ത് ഡബിൾ ആവും, 2f ആവും. ഇതിന്റെ ഫോക്കൽ ലെങ്ത് 2f ആവും. മക്കളെ ഫോക്കൽ ലെങ്ത് ഡബിൾ ആയി കഴിഞ്ഞാൽ പവർ ഹാഫ് ആയി നടത്തും. അപ്പൊ ഇവന്റെ പവർ P/2 ആവും, ഇവന്റെ പവർ P/2. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ കട്ടിങ് ഓഫ് ലെൻസ് ചോദിക്കും. അപ്പോൾ അതിൽ നിങ്ങൾ മെയിൻ ആയിട്ട് പ്രശ്നമാക്കേണ്ടത് ഈ ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു കഷ്ണത്തിന്റെ ഫോക്കൽ ലെങ്ത് 2f ആയി മാറും, അതിന്റെ പവർ P/2 ആയിട്ട് മാറും. മറ്റേ കഷ്ണം തന്നെയാണ്, ഫോക്കൽ ലെങ്ത് 2f ആയിട്ട് മാറും, പവർ P/2 ആയിട്ട് മാറും. അപ്പൊ കട്ടിങ് ഓഫ് ലെൻസ് ഓർമ്മിച്ച് വെക്കണം. പിന്നെ ലെൻസുമായി ബന്ധപ്പെട്ട വേറൊരു ക്വസ്റ്റ്യൻ വരുന്നത്, അങ്ങനെ ലെൻസ് കുറച്ച് നല്ല ഗംഭീര ടോപ്പിക്കാണ്. ലെൻസുമായി ബന്ധപ്പെട്ട വേറൊരു ക്വസ്റ്റ്യൻ വരുന്നത്, ഒരു ലെൻസ് ഒരു 3 മീഡിയം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് വിചാരിക്കുക. ലെൻസ് 3 മീഡിയങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് വിചാരിക്കുക. ഇപ്പോ ഇതൊരു മീഡിയം, ഇതടുത്ത മീഡിയം, ഇതടുത്ത മീഡിയം, അങ്ങനെ 3 മീഡിയം കൊണ്ട് ലെൻസ് ഉണ്ടാക്കിയിരിക്കുന്നു. വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യാണ് ചെയ്യണേ. വീണ്ടും ഇതേ കളറുകൾ എന്ത് ചെയ്യുന്നു, റിപ്പീറ്റ് ചെയ്യുന്നു കേട്ടാ. 3 മീഡിയം കൊണ്ട് ഉണ്ടാക്കണേ, ബാക്കി 3 തന്നെ 6 സെക്ഷനായിട്ട് 3 മീഡിയങ്ങൾ. മക്കളെ എത്ര മീഡിയം ഉണ്ടോ അത്രയും ഫോക്കൽ ലെങ്ത് ഉണ്ട്. ബിക്കോസ് ഫോക്കൽ ലെങ്ത് മീഡിയത്തിന് ഡിപ്പെൻഡബിൾ ആണ്. അപ്പോ എത്ര മീഡിയം ഉണ്ടോ, നമ്പർ ഓഫ് മീഡിയം അവിടെ എത്ര പോസിബിൾ ആണോ അത്രയും എന്തുണ്ടാവും, നമ്പർ ഓഫ് എന്തുണ്ടാവും, ഫോക്കൽ ലെങ്ത് ഉണ്ടാവും. അപ്പൊ എത്ര മീഡിയങ്ങൾ അവിടെ ഉണ്ടോ അത്രയും ഫോക്കൽ ലെങ്ത് ഉണ്ടാവും. എത്ര ഫോക്കൽ ലെങ്ത് ഉണ്ടോ അത്രയും ഇമേജ് ഫോം ചെയ്യും. അപ്പൊ എത്ര ഫോക്കൽ ലെങ്ത് ഉണ്ടോ അത്രയും ഇമേജ് ഫോം ചെയ്യും. ഇതൊരു നീറ്റിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഒരു ലെൻസ് 3 മീഡിയം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു. 3 മീഡിയം കൊണ്ട് ലെൻസ് ഉണ്ടാക്കിയിരിക്കുമ്പോൾ എത്ര ഇമേജ് ഫോം ചെയ്യും, 3 ഇമേജ് ഫോം ചെയ്യും. കാരണം 3 ഫോക്കൽ ലെങ്ത് ഉണ്ട്. ഇനി ഇതിൽ മറ്റൊരു ട്വിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഇപ്പോ നമ്മൾ നോക്കി ഇതിപ്പോ ഇതൊരു ലെൻസാണ്. ഈ ലെൻസ് രണ്ട് മീഡിയം കൊണ്ട് ഉണ്ടാക്കുന്നു. മുകളിൽ ഒരു പകുതി, അടിയിലെ വേറൊരു പകുതി വേറെ മീഡിയം കൊണ്ട് ഉണ്ടാക്കുന്നു. രണ്ട് മീഡിയം കൊണ്ട് ഉണ്ടാക്കുമ്പോൾ മക്കളെ ഇവിടെ ഒരു ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇമേജ് ഫോം ചെയ്യും, ഇവിടെ വേറെ ഇമേജ് ഫോം ചെയ്യും. രണ്ട് ഇമേജുകളാണ് ഫോം ചെയ്യുക, I1 ഉം I2 എന്നുള്ള രണ്ട് ഇമേജ് ഫോം ചെയ്യും. അതേ ലെൻസിനെ നമ്മൾ രണ്ട് മീഡിയം കൊണ്ട് ഉണ്ടാക്കുന്നു. ഇങ്ങനെ ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക, അതൊരു പ്രശ്നം കേട്ടാ. ഇതൊരു മീഡിയം, ഇത് മറ്റൊരു മീഡിയം, ഇങ്ങനെ ഉണ്ടാക്കുന്നു. അപ്പോഴും ഇവിടെ എന്തുണ്ട്, രണ്ട് മീഡിയം ഉണ്ട്, പക്ഷെ ഇവിടെ കോമ്പിനേഷനാണ് കേട്ടാ. ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ മക്കളെ ഒബ്ജക്റ്റ് ഫസ്റ്റ് ലെൻസിലൂടെ കടന്നു പോകുന്നു, ആ ലൈറ്റ് രണ്ടാമത്തെ ലെൻസിലൂടെ കടന്നു പോകണം, എന്നിട്ടാണ് പുറത്തേക്ക് വരിക. അപ്പൊ ഇവിടെ ആക്ച്വലി രണ്ട് ലെൻസ് കൊണ്ട് ലൈറ്റ് കടന്നു പോകണം. അപ്പൊ ഇത് കോമ്പിനേഷൻ ആണ്, ഒരു ലെൻസിന്റെ പിന്നാലെയാണ് മറ്റേ ലെൻസ് ഇരിക്കണേ. ആക്ച്വലി അപ്പോൾ ഇവിടെ കോമ്പിനേഷൻ വരുമ്പോൾ ഇവിടെ എഫക്റ്റീവിന്റെ ആവശ്യം വരും. എഫക്റ്റീവ് എടുക്കുമ്പോൾ ഒരു ഫോക്കൽ എന്ത് ഉണ്ടാവുള്ളൂ, ഇവിടെ എത്ര ഉണ്ടാവുള്ളൂ, ഇമേജ് ഒരെണ്ണം ഉണ്ടാവുള്ളൂ. അത് തെറ്റിക്കരുത്. അപ്പൊ ഇവിടുത്തെ കേസിൽ ഇമേജ് ഒരെണ്ണമുള്ളൂ. ഇങ്ങനെയുള്ള കേസുകളാണ് ഇമേജ് രണ്ട് ഉണ്ടാവുക. കാരണം ഇവിടെ ഇഫക്റ്റീവ്നെസ് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ, ലൈറ്റ് ആദ്യത്തെ ഹാഫിലൂടെയും പോവും, രണ്ടാമത്തെ ഹാഫിലൂടെയും പോവും. മറ്റേ രണ്ടാമത്തെ കേസിൽ അങ്ങനെയല്ല വരക്കണേ. ആദ്യത്തെ മീഡിയത്തിലൂടെ പോയ ലൈറ്റ് രണ്ടാമത്തെ മീഡിയത്തിലൂടെ കടന്നു പോയേ പറ്റൂ. അപ്പോ രണ്ടാമത് വരച്ച കേസുകളിൽ കോമ്പിനേഷൻ ആണ്. അപ്പൊ അവിടെ ഇഫക്റ്റീവ് ഫോക്കൽ എന്തോ ഒരെണ്ണേ ഉള്ളൂ. അപ്പൊ അവിടെ എന്തുണ്ടാവുള്ളൂ, മീഡിയം ഒരെണ്ണേ ഉണ്ടാവുള്ളൂ, സോറി ഇമേജ് ഒരെണ്ണേ ഉണ്ടാവുള്ളൂ. ഇവിടെ രണ്ട് ഇമേജ് ഫോം ചെയ്യും. തെറ്റിക്കോ? പറയ്. കിട്ടിയാ? പിന്നീടേ ആ അടുത്ത പറയാം. ഇനി ഒരു യു വി ഗ്രാഫിൽ നിന്ന് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഉണ്ടാവാം. ഇതൊക്കെ അസംഷൻസ് ആണ് കേട്ടോ. ഇത് വി, ഇത് യു വി ഗ്രാഫ്. മക്കളെ യു വി ഗ്രാഫ് ഇത് ഇങ്ങനെയാണ് വരിക, ഇത് ഈ ഷേപ്പ് വരിക. നിങ്ങൾ ലാബിൽ വരച്ചിട്ടുണ്ടാവും യു വി ഗ്രാഫ്. ഇവിടുന്ന് ഒരു ആംഗുലർ ബൈസെക്ടർ വരയ്ക്കുക. ആംഗുലർ ബൈസെക്ടർ ഇവിടെ വന്ന് മീറ്റ് ചെയ്യും. അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, രണ്ട് ആക്സിലേക്ക് ലൈൻ വരയ്ക്കുക. അതായത് ഇവിടെയും ഇങ്ങോട്ട് ലൈൻ വരയ്ക്കുക. ഇത് ഒറിജിൻ O, മക്കളെ ഇത് A, ഇത് എന്നിട്ട് B. ഈ മീറ്റ് ചെയ്യുന്ന സ്ഥലം എന്താ, എയും ബിയും. ഫോക്കൽ ലെങ്ത് എഫ് ഈക്വൽ ടു OA പ്ലസ് OB/4 ആണ്. ഫോക്കൽ ലെങ്ത് എഫ് ഈക്വൽ ടു OA പ്ലസ് OB/4. അത് പഠിച്ചോളൂ, ചോദിക്കാം. OA പ്ലസ് OB/4. അപ്പോൾ ആംഗുലർ ബൈസെക്ടർ വരയ്ക്കുക. ആംഗുലർ ബൈസെക്ടർ ഗ്രാഫിൽ മീറ്റ് ചെയ്യുന്നുണ്ടാവും. അവിടുന്ന് എലിക്ക് ലൈൻ വരയ്ക്കുക, ബിയിലേക്ക് ലൈൻ വരയ്ക്കുക. ഇത് OA, ഇത് എന്നിട്ട് OB. OA പ്ലസ് OB/4 ആണ് ഫോക്കൽ ലെങ്ത്. 1/U 1/V ഗ്രാഫ് ഉണ്ടാവും. 1/U 1/V ഗ്രാഫ് ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ആ സ്ട്രെയിറ്റ് ലൈൻ നീട്ടി വരച്ച് കഴിഞ്ഞാൽ ഇവിടെ മുട്ടും, ഇവിടെ മുട്ടുണ്ടാവും, ഇത് എവിടെയും മുട്ടുണ്ടാവും. ഇത് A, ഇത് എന്നിട്ട് B, ഇത് ഒറിജിൻ. അപ്പൊ ഇവിടുത്തെ ഫോക്കൽ ലെങ്ത് എഫ് ഈക്വൽ 2 ഡിവൈഡ് ബൈ OA പ്ലസ് OB ആണ് കേട്ടോ. 2 ഡിവൈഡ് ബൈ OA പ്ലസ് OB. 1/U 1/V ഗ്രാഫില് തന്നിട്ട് ഫോക്കൽ ലെങ്ത് എവിടെ പറഞ്ഞാൽ 2 ഡിവൈഡ് ബൈ OA പ്ലസ് OB. അതാണ് ഗ്രാഫിൽ നിന്ന് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതാണ് വരിക. ഓക്കെ, കിട്ടിയാ? കഴിയടാ. അടുത്ത് പറയട്ടെ. അടുത്ത് പറയട്ടെ. ആ അടുത്തത്
നോക്കട്ടോ, ഡിസ്പ്ലേസ്മെന്റ് മെത്തേഡ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. ഈ ഫോക്കൽ ലെങ്ത് പറയാനേ ഡിസ്പ്ലേസ്മെന്റ് മെത്തേഡ് എന്ന് പറഞ്ഞ മെത്തേഡ് ഉണ്ട്. ഒന്നുമില്ല, ജസ്റ്റ് അതിന്റെ ഒരു ഔട്ട്ലൈൻ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ടാവും. നോക്കട്ടോ, ഇവിടെ ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ടാവും. ഒബ്ജക്റ്റ് ഫിക്സ്ഡ് ആണ്. ഇവിടെ സ്ക്രീൻ വെച്ചിട്ടുണ്ടാവും. സ്ക്രീനും ഫിക്സ്ഡ് ആണ്. ആ ഒബ്ജക്റ്റും സ്ക്രീനും ഫിക്സ്ഡ് ആണ്. അനക്കാൻ പറ്റില്ല. നമുക്ക് അതിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒബ്ജക്റ്റും സ്ക്രീനും ഫിക്സ്ഡ് ആണ്. ഒബ്ജക്റ്റും സ്ക്രീനും നമ്മളുടെ ഈ ഡിസ്റ്റൻസ് ഡി ആണ്. ഒബ്ജക്റ്റും സ്ക്രീനും നമ്മളുടെ ഡിസ്റ്റൻസ് ഡി ആണ്, ക്യാപിറ്റൽ ഡി. ഓക്കെ, നമ്മൾക്ക് ലെൻസ് ഇതിനിടയിൽ വെക്കും. മക്കളെ, ഞാൻ ലെൻസ് ഇവിടെ വെച്ചു, ഒരു പൊസിഷനിൽ ലെൻസ് വെച്ചു. അപ്പോ ഒബ്ജക്റ്റ് ലൈറ്റ് വന്നു, എവിടെ ഫോം ചെയ്തു, ഇമേജ് ഫോം ചെയ്തു. I1 എന്നുള്ള ഇമേജ് ഫോം ചെയ്തു. I1 ഫസ്റ്റ് ഇമേജ് എന്നുള്ള രീതിയിൽ I1 എന്നുള്ള ഇമേജ് ഫോം ചെയ്തു. ലെൻസിന് നമ്മൾ വേറൊരു സ്ഥലത്ത് വെച്ചു. മക്കളെ, ഇവിടെ വെച്ചു ലെൻസ്, രണ്ടാമത്തെ ഒരു റീജിയനിൽ വെച്ചു. അപ്പോഴും ഇവിടെ എന്ത് ഫോം ചെയ്യുന്നു, ഇമേജ് ഫോം ചെയ്തു, I2. അപ്പൊ രണ്ട് ലെൻസിന്റെ പൊസിഷനിൽ ഇവിടെ ഫസ്റ്റ് പൊസിഷനിലും സെക്കൻഡ് പൊസിഷനിലും ലെൻസ് രണ്ട് സ്ഥലങ്ങളിൽ വെച്ചപ്പോൾ നമുക്ക് ഇമേജ് കിട്ടി. ഫസ്റ്റ് പൊസിഷനിൽ വെച്ചപ്പോൾ കിട്ടിയ ഇമേജ് ആണ് I1. സെക്കൻഡ് പൊസിഷനിൽ നമുക്ക് വെച്ചപ്പോൾ കിട്ടിയ ഇമേജ് ആണ് I2. അപ്പൊ നമ്മളിവിടെ ആരെയാണ് ഡിസ്പ്ലേസ് ചെയ്തത്? നമ്മൾ ലെൻസിനെയാണ് മാറ്റിക്കൊണ്ടിരിക്കണേ. ബാക്കി ഒബ്ജക്റ്റും സ്ക്രീനും ഫിക്സ്ഡ് ആണ്. അപ്പൊ ലെൻസിനെ നമ്മൾ ഡിസ്പ്ലേസ് ചെയ്യുന്നുണ്ട്. ആ ഡിസ്പ്ലേസ് ചെയ്ത ദൂരം X എന്ന് വിചാരിക്കാം. ലെൻസിനെയാണ് നമ്മൾ മാറ്റുന്നത്. അപ്പൊ ലെൻസിനെ മാറ്റിയ ദൂരം X എന്ന് വിചാരിക്കാം. അപ്പൊ X ആണ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ലെൻസ്. ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ലെൻസ്. ക്യാപിറ്റൽ ഡി ആണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ, അത് ഫിക്സ്ഡ് ആണ് കേട്ടോ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഒബ്ജക്റ്റ് ആൻഡ് സ്ക്രീൻ. അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ആൻഡ് ഇമേജ്, സ്ക്രീനിലാണല്ലോ ഇമേജ് ഉണ്ടാവുക, അത് ഫിക്സ്ഡ് ആണ്. സ്ക്രീനും ഒബ്ജക്റ്റും നമ്മളുടെ ഡിസ്റ്റൻസ് ഡി ഫിക്സ്ഡ് ആണ്. X ആണ് നമ്മൾ ലെൻസിനെ മാറ്റുന്നത്. ഫോക്കൽ ലെങ്ത് F ഈക്വൽ ടു മക്കളെ D² - X² / 4D. പിടിച്ചോട്ടെ ഇക്വേഷൻ. അതാണ് ഡിസ്പ്ലേസ്മെന്റ് മെത്തേഡിലെ ഫോക്കൽ ലെങ്ത് ഇക്വേഷൻ. അപ്പൊ ഫോക്കൽ ലെങ്ത് ഓഫ് ദ ലെൻസ് ഈക്വൽ ടു ഈ ഒബ്ജക്റ്റും സ്ക്രീനും നമ്മളുടെ ഡിസ്റ്റൻസ് ക്യാപിറ്റൽ ഡി അതിന്റെ സ്ക്വയർ മൈനസ് ലെൻസ് നമ്മൾ മാറ്റിയ ഡിസ്റ്റൻസ് X, ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ലെൻസ് X അതിന്റെ സ്ക്വയർ ബൈ 4D ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഫോക്കൽ ലെങ്ത് ഓഫ് എന്ത് കിട്ടും? ലെൻസ് കിട്ടും. ഏത് മെത്തേഡില്? ഡിസ്പ്ലേസ്മെന്റ് മെത്തേഡിൽ. ഇവിടെ നിങ്ങൾ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നമ്മൾ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞുതരാം. രണ്ട് പോയിന്റ് കൂടി ഉണ്ട് ഇവിടെ. മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഒബ്ജക്റ്റ് ആൻഡ് ഇമേജ്. ഒബ്ജക്റ്റും ഇമേജും തമ്മിലുള്ള ഏറ്റവും മിനിമം ഡിസ്റ്റൻസ് 4F ആണ്. പഠിച്ചോളൂട്ടാ. മിററിൽ അത് 0 ആയിരുന്നു കേട്ടോ. മിററിൽ അത് 0 ആയിരുന്നു. പ്ലീസ് നോട്ട് ദ പോയിന്റ്. മിററിൽ അത് 0 ആയിരുന്നു. ഒബ്ജക്റ്റും ഇമേജ് തമ്മിലുള്ള മിനിമം ഡിസ്റ്റൻസ് ലെൻസിൽ അത് 4F ആണ്. അത് ചോദിക്കും. അപ്പൊ ലെൻസിലെ മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഒബ്ജക്റ്റ് ആൻഡ് ഇമേജ് 4F ആണ്. ഒന്ന്. ഇനി ഫസ്റ്റ് കേസിൽ ഉണ്ടാകുന്ന ഇമേജിന്റെ വലിപ്പം I1. ഫസ്റ്റ് കേസിൽ ഉണ്ടാകുന്ന ഇമേജിന്റെ വലിപ്പം അത് ഞാനിവിടെ എഴുതി വെക്കാം. I1 സൈസ് ഓഫ് ഇമേജ് ഇൻ ഫസ്റ്റ് പൊസിഷൻ. ഫസ്റ്റ് പൊസിഷനിൽ ഉണ്ടാകുന്ന ഇമേജിന്റെ വലിപ്പം I1. I2 സൈസ് ഓഫ് ഇമേജ് ഇൻ സെക്കൻഡ് പൊസിഷൻ. ലെൻസ് സെക്കൻഡ് പൊസിഷനിൽ വെക്കുമ്പോൾ ഉണ്ടാകുന്ന ഇമേജിന്റെ വലിപ്പമാണ് I2. അപ്പൊ I1 ഫസ്റ്റ് പൊസിഷനിലുള്ള ലെൻസിന്റെ ഇമേജിന്റെ സൈസ്, I2 രണ്ടാമത്തെ പൊസിഷനിലെ ലെൻസ് വയ്ക്കുമ്പോഴുള്ള ഇമേജിന്റെ സൈസ്. ഫസ്റ്റ് പൊസിഷൻ ഇൻറ്റു സെക്കൻഡ് പൊസിഷനിലെ ഇമേജിന്റെ സൈസുകൾ തമ്മിൽ ഇൻറ്റു ചെയ്തിട്ട് റൂട്ട് എടുത്തു കഴിഞ്ഞാൽ സൈസ് ഓഫ് ഒബ്ജക്റ്റ് കിട്ടും. ഇങ്ങനെ കുറച്ച് റിസൾട്ടുകളുണ്ട്. അപ്പൊ സൈസ് ഓഫ് ഒബ്ജക്റ്റ് ഈക്വൽ ടു റൂട്ട് ഓഫ് I1 I2. മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഒബ്ജക്റ്റ് ആൻഡ് ഇമേജ് എത്രയാണ്? 4F ആണ്. അതിൽ തന്നെ നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് നീറ്റിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഒബ്ജക്റ്റ് ഇവിടെ വെക്കുന്നു, സ്ക്രീൻ ഇവിടെ വെക്കുന്നു, ലെൻസ് നമ്മൾ ഇവിടെ എവിടെയോ വെച്ചിട്ടുണ്ട്. ഒബ്ജക്റ്റിന്റെ അതേ വലിപ്പമുള്ള ഇമേജ് കിട്ടുന്നു. മക്കളെ, ഒബ്ജക്റ്റിന്റെ അതേ വലിപ്പമുള്ള ഇമേജ് ഇവിടെ കിട്ടുന്നു. അപ്പൊ ഇമേജിന്റെ സൈസും ഒബ്ജക്റ്റിന്റെ സൈസും സെയിം ആണ്. സൈസ് ഓഫ് ഇമേജ് ഈസ് ഈക്വൽ ടു സൈസ് ഓഫ് ഒബ്ജക്റ്റ്. നിങ്ങൾക്കറിയാം
എപ്പോഴാണ് സൈസ് ഓഫ് ഇമേജും സൈസ് ഓഫ് ഒബ്ജക്റ്റും ഈക്വൽ ആവുക ലെൻസിനെ സംബന്ധിച്ച്? അത് ഏത് പോസ്റ്റിലാണ് നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. ആ ദൂരം 2f ആണ്. നിങ്ങൾ പഠിച്ചോ എനിക്കറിയില്ല, നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2f ആണ്. അപ്പൊ 2f വെക്കുമ്പോഴാണ് ഒബ്ജക്റ്റിന്റെ സൈസും ഇമേജിന്റെ സൈസും ഒന്നാവുക. അപ്പോൾ ഒബ്ജക്ട് ഡിസ്റ്റൻസ് 2f ആയിരിക്കും, ഇമേജ് ഡിസ്റ്റൻസ് 2f ആയിരിക്കും. അപ്പൊ ഒബ്ജക്ട് ഡിസ്റ്റൻസും ഇമേജ് ഡിസ്റ്റൻസ് സെയിം വരികയും അതിന്റെ സൈസും സെയിം വരികയും ചെയ്യുന്ന ഡിസ്റ്റൻസ് എത്രയാണ്? 2f ആണ്. അത് വെച്ചിട്ട് ഒരു ചോദ്യം നീറ്റ് എക്സാമിന് ഉണ്ടായിരുന്നു. തെറ്റിക്കോ? പറ. ആ, ഇനി ഞാൻ ഒരു പോയിന്റ് കൂടി പറഞ്ഞുതരാം. അത് നിങ്ങൾ ലാബിൽ ചെയ്തിട്ടുള്ള പോയിന്റ് ആണ്, പക്ഷെ നിങ്ങൾക്ക് അത് ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല. നിങ്ങൾ അതേ ഐഡിയയിൽ അത് ലാബിൽ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. അതായത് ലാബിൽ നിങ്ങൾ കോൺവെക്സ് മിറർ ചെയ്തിട്ടുണ്ടോ? ലാബിൽ കോൺവെക്സ് മിറർ ചെയ്തിട്ടുണ്ടോ? കോൺവെക്സ് മിറർ ലാബിൽ ചെയ്തിട്ടുണ്ടോ എനിക്കറിയില്ല. വാ അവിടെ നോക്കട്ടാ. എങ്ങനെയാണ് നമ്മൾ കോൺവെക്സ് മിറർ ലാബിൽ ചെയ്തിട്ടുണ്ടാവുക? ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഒരു ഒബ്ജക്റ്റ് അങ്ങോട്ട് വെക്കും. ആദ്യം ഒരു ഒബ്ജക്റ്റ് വെക്കും. ഓക്കെ, പിന്നെ ഒരു ലെൻസ് വെക്കും. കോൺവെക്സ് ലെൻസ് ഇട്ടാ. കോൺവെക്സ് മിറർ ആണ് നമ്മൾ ചെയ്യുന്നത്, പക്ഷെ കോൺവെക്സ് ലെൻസാ വെക്കുക. കോൺവെക്സ് ലെൻസ് വെക്കും. എന്നിട്ട് ഇപ്പുറത്തൊരു സ്ക്രീൻ വെക്കും. ഇത് സ്ക്രീൻ ടാ. ഓക്കെ, അപ്പോ ഒബ്ജക്റ്റിൽ നിന്ന് ലൈറ്റ് റേ പാസ് ചെയ്യുന്നു. ആ ലൈറ്റ് റേ പാസ് ചെയ്തിട്ട് എന്തുണ്ടാവുന്നു? ഇതാ ഇവിടെ പോയിട്ട് ഇമേജ് ഫോം ചെയ്യുന്നു. എവിടെ പോയിട്ട്? സ്ക്രീനിൽ പോയിട്ട് ഇമേജ് ഫോം ചെയ്യുന്നു. അപ്പൊ സ്ക്രീനിൽ ഇമേജ് ഫോം ചെയ്തു എന്ന് വിചാരിക്കുക. എന്നിട്ടാണ് എന്ത് ചെയ്യുക? എന്നിട്ട് നമ്മൾ ഇവിടെ എന്ത് വെക്കും? ഈ ലെൻസിന്റെയും സ്ക്രീനിന്റെ ഇടയിൽ നമ്മൾ കോൺവെക്സ് മിറർ കൊണ്ടുവയ്ക്കും. ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. കോൺവെക്സ് മിറർ കൊണ്ടുവയ്ക്കും. എന്നിട്ട് ഈ കോൺവെക്സ് മിററിൽ തട്ടിയിട്ട് ലൈറ്റ്, മക്കളെ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഈ ലൈറ്റ് ഇങ്ങനെ വരുന്നു, ഇങ്ങനെ വരുന്നു. അത് മിററിൽ എന്ത് ചെയ്യുന്നു? തട്ടുന്നു. മിറർ തട്ടിയിട്ട് എന്ത് ചെയ്യുന്നു? അതേ വഴി തന്നെ അത് തിരിച്ച് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് എവിടെ കോയിൻസൈഡ് ചെയ്യും? ഇമേജ് ഒബ്ജക്റ്റ് ഉണ്ടാവുന്ന സ്ഥലത്ത് തന്നെ കോയിൻസൈഡ് ചെയ്യും. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എനിക്ക് അറിയില്ല, ലാബിൽ നമ്മൾ ചെയ്തിട്ടുണ്ടാവും. വയർ കോസിന്റെ അവിടെ തന്നെയാണ് ഇമേജ് ഫോം ചെയ്യുക. അപ്പോ ഒബ്ജക്റ്റും ഇമേജും കോയിൻസൈഡ് ചെയ്യും. ആര് വെച്ചതിന് ശേഷം? കോൺവെക്സ് മിറർ വെച്ചതിന് ശേഷം. അപ്പൊ കോൺവെക്സ് മിറർ വെച്ചതിന് ശേഷം ഒബ്ജക്റ്റും ഇമേജും കോയിൻസൈഡ് ചെയ്യും. അങ്ങനെ കോയിൻസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ മക്കളെ ഈ മിററും ഈ സ്ക്രീനും നമ്മളെ ദൂരമാണ് റേഡിയസ് ഓഫ് കർവേച്ചർ. അറിയാന്ന് വിചാരിക്കുന്നു കേട്ടാ. ഈ മിററും ഈ സ്ക്രീനും നമ്മളെ ദൂരമാണ് റേഡിയസ് ഓഫ് കർവേച്ചർ. ആ മിററും സ്ക്രീനും നമ്മളെ ദൂരം റേഡിയസ് ഓഫ് കർവേച്ചർ ആണെങ്കിൽ അതിന്റെ പകുതി ചെയ്താൽ നമുക്ക് കിട്ടും, ഫോക്കൽ ലെങ്ത് കിട്ടും. അതിന്റെ പകുതി ചെയ്താൽ ഫോക്കൽ ലെങ്ത് കിട്ടും. ഇതാണ് പരിപാടി. ഇത് ചെയ്തിട്ടുണ്ടാ? ഇത് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടാ. അപ്പൊ ഇതൊരു ചോദ്യമായിട്ടൊക്കെ ചോദിക്കാം. അവർക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ, അവർക്ക് എന്തുവേണം ചോദിക്കാം. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം വരുന്നു, അപ്പൊ നമ്മളത് ചെയ്യുന്നു. നമുക്കത് കിട്ടുന്നില്ല, നമ്മൾ വീട്ടിൽ പോകുന്നു. തെറ്റിക്കോ? കിട്ടിയ? യെസ്. ഇനി ഒരു ചെറിയ കാര്യം പറയാം. ദാ 1/f ഈക്വൽ നമ്മൾ എന്താ പഠിച്ച ലെൻസ് മേക്കേഴ്സ് ഫോർമുല? 1/f ഈക്വൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ലെൻസ് മൈനസ് സറൗണ്ടിങ് മീഡിയം ബൈ സറൗണ്ടിങ് മീഡിയം ഇൻറ്റു 1/r1 മൈനസ് 1/r2 എന്ന് പഠിച്ചു അല്ലേ? ലെൻസ് എയറിലാണെങ്കിലോ മക്കളെ, ലെൻസ് ഈസ് പ്ലേസ്ഡ് ഇൻ എയർ. ലെൻസ് എയറിലാണെങ്കിലോ 1 ഫോക്കൽ ലെങ്ത് ഇൻ എയർ ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ലെൻസ് മൈനസ് സറൗണ്ടിങ് മീഡിയം 1 ആട്ടാ. എയർ ആകുമ്പോൾ 1 ആണ്. ബൈ 1 ഇൻറ്റു 1/r1 മൈനസ് 1/r2. നമ്മൾ കോഷീസ് ഫോർമുല പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. ലാംഡ കൂടുതൽ റെഡിനാണ്. ലാംഡ കൂടുതൽ റെഡിനാണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവ് റെഡിനാണ്. മക്കളെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറയുമ്പോൾ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇവിടെയാണ് കേട്ടോ, മുകളിലാണ്. റിഫ്രാക്റ്റീവ് കുറയുമ്പോൾ ഫോക്കൽ ലെങ്ത് താഴെയാണ് കേട്ടോ, ഫോക്കൽ ലെങ്ത് കൂടും. അപ്പൊ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറയുമ്പോൾ ഫോക്കൽ ലെങ്ത് കൂടും. റിഫ്രാക്റ്റീവ് കുറവുള്ള കളർ ഏതാ? റെഡ് ആണ്. അപ്പൊ റെഡിനാണ്
ഈ കളറുകളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഫോക്കൽ ലെങ്ത് ഉള്ള കളർ റെഡ് ആണ്. സോ ഫോക്കൽ ലെങ്ത് ഓഫ് റെഡ് ഈസ് ഗ്രേറ്റർ ദാൻ ഫോക്കൽ ലെങ്ത് ഓഫ് വയലറ്റ്. അപ്പോ ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് ഡിപ്പെൻസ് ഓൺ കളർ. ഫോക്കൽ ലെങ്ത് ഓഫ് ലെൻസ് ഡിപ്പെൻസ് ഓൺ കളർ. ഫോക്കൽ ലെങ്ത് ഓഫ് ലെൻസ് എന്തിന്റെ കളറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ലെൻസിനെ വെച്ച് പഠിക്കാം. കുറച്ചധികം പോയിന്റ് ഉണ്ട് കേട്ടോ, ലെൻസിനെ വെച്ച് പഠിക്കാം. ഓക്കെ, ഇനി നമുക്കൊരു പ്രിസം ഉണ്ട്, അതുപോലെ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ് എടുക്കാം. ഓക്കെ.